ഹരിയും. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ശിവമഹിംന സ്തോത്രത്തെക്കുറിച്ചാണ്. വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതിയാണിത്. ഉത്തരേന്ത്യയിലൊക്കെ ശ്രീരുദ്രത്തിന് സമാനമായി മാനിക്കപ്പെടുന്ന കൃതിയാണ്. അതായത് ശ്രീരുദ്രം ചൊല്ലാൻ പറ്റാത്തവരൊക്കെ ഇത് ചൊല്ലിയാൽ മതി, അത് ചൊല്ലിയതിൻ്റെ ഫലം അവർക്ക് ഇതിലൂടെ കിട്ടും എന്നാണ് അവിടെ വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം പാരായണങ്ങൾ നടക്കുന്ന ഒരു സ്തോത്രമാണ്. ശിവന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സ്തോത്രം എന്ന് തന്നെ ആചാര്യന്മാർ വിലയിരുത്തിയിട്ടുള്ള ഒരു കൃതിയാണ്. അത്രയും ദിവ്യമായ ഒരു സ്തോത്രമാണ്. ഇതിൻ്റെ രചന തന്നെ ദിവ്യമാണ്. രസകരമായ ഒരു കഥ അതിൻ്റെ പിന്നിലുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തിട്ടുള്ളതാണെങ്കിലും ഇവിടെ ഒരു ആമുഖമായി അത് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ചുരുക്കിയൊന്ന് ആ കഥ പറയാം. ചിത്രരഥൻ എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. പരമ ശിവഭക്തനായിരുന്നു അദ്ദേഹം. തൻ്റെ കൊട്ടാരത്തിൽ തന്നെ ചെറിയ ഒരു അമ്പലം അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ ഒരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അതിൽ ദിവസവും പല പ്രകാരത്തിലുള്ള പൂക്കളെ കൊണ്ടുവന്ന് അദ്ദേഹം അർച്ചിക്കുമായിരുന്നു. ഇപ്പോൾ പല സ്ഥലത്തു നിന്നും പൂക്കൾ കൊണ്ടുവരാനുള്ളത് കൊണ്ട് ചില സമയത്തൊക്കെ വൈകാറുണ്ട്. പൂവ് ലഭിക്കാൻ താമസം പിടിക്കാറുണ്ട്. ചിലപ്പോൾ ഉദ്ദേശിച്ച പൂവ് കിട്ടാതിരിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആയപ്പോൾ എല്ലാ പൂക്കളും തൻ്റെ അടുത്ത് തന്നെ നിർമ്മിക്കുകയാണെങ്കിൽ ഭഗവാന് കൊടുക്കാൻ സൗകര്യമാകുമെന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ പല സ്ഥലത്തു നിന്നും തൻ്റെ രാജ്യത്തുള്ള പല പ്രകാരത്തിലുള്ള പൂക്കളെയും അവിടേക്ക് കൊണ്ടുവന്ന് തൻ്റെ കൊട്ടാരത്തിനടുത്ത് ഒരു ഉദ്യാനത്തെ നിർമ്മിച്ചു. അവിടെ അത് നട്ടു വളർത്തി. വളരെ പെട്ടെന്ന് തന്നെ വലിയൊരു ഉദ്യാനമായിട്ടത് മാറി. ഭഗവാൻ ഇഷ്ടമുള്ള എല്ലാ പൂക്കളുമുണ്ട്. അവിടെ കൂവളത്തിൻ്റെ വൃക്ഷവുമുണ്ട്. അങ്ങനെ ഭഗവാൻ ആവശ്യമുള്ള എല്ലാം നിർമ്മിച്ചുകൊണ്ട് അതിസുന്ദരമായ ഒരു ഉദ്യാനം അദ്ദേഹം പടുത്തുയർത്തി. അത് പാലിക്കാനായിട്ട് ഉദ്യാനപാലകരെ നിയോഗിച്ചു. അങ്ങനെ അദ്ദേഹം തന്നെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ വന്ന് സ്വയം പൂ പറിച്ച് അമ്പലത്തിൽ ചെന്ന് ഭഗവാന് അർച്ചിക്കുന്നത് പതിവാക്കി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പുഷ്പദന്തൻ എന്നു പേരുള്ള ഒരു ഗന്ധർവൻ ആ വഴിയിലൂടെ ഗമിക്കുകയായിരുന്നു. ആകാശത്തിലൂടെയാണ് ഇവിടെ ചരിക്കുന്നത്. അപ്പോൾ ആ കൊട്ടാരത്തിൻ്റെ മുകളിലെത്തിയ സമയത്ത് ഈ ഉദ്യാനത്തിൽ നിന്നും വരുന്ന പൂക്കളുടെ ഗന്ധം അദ്ദേഹത്തെ ആകർഷിച്ചു. പല പ്രകാരത്തിലുള്ള പൂക്കളുണ്ട്. അപ്പോൾ പല പ്രകാരത്തിലുള്ള ഗന്ധങ്ങൾ ചേർന്നൊരു പ്രത്യേക സൗരഭ്യമായിരുന്നു ആ പരിസരം മുഴുവൻ. അപ്പോൾ അത് കണ്ട് മോഹിച്ച് അദ്ദേഹം ഭൂമിയിലേക്ക് ഇറങ്ങി. സൂക്ഷ്മരൂപത്തിലാണ്, അതുകൊണ്ട് ഉദ്യാനപാലകരാരും കാണുന്നില്ല, അദൃശ്യനാണ്. അവിടെ വന്ന് അദ്ദേഹം ഓരോ പൂവായിട്ട് പറിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാത്തിൻ്റെയും മണം അദ്ദേഹത്തിന് ഇഷ്ടമായതുകൊണ്ട് എല്ലാ പൂക്കളും പറിച്ച് അദ്ദേഹം പറന്നുപോയി. പിറ്റേത്തെ ദിവസം കാലത്ത് രാജാവ് വന്ന് നോക്കുമ്പോൾ പറിക്കാൻ പൂക്കളൊന്നുമില്ല. ഉദ്യാനപാലകരെ എല്ലാം വിളിച്ചു, അന്വേഷിച്ചു, ആർക്കും ഒന്നും അറിയില്ല. അപ്പോൾ സൂക്ഷ്മമായ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് രാജാവിന് തോന്നി. എന്തായാലും പൂജ മുടക്കാൻ പറ്റില്ല. പുറമേ നിന്ന് അദ്ദേഹം പൂക്കൾ വരുത്തി ഭഗവാന്റെ പൂജയും ഭംഗിയായിട്ട് നടത്തി. പിറ്റേത്തെ ദിവസം കാലത്ത് അദ്ദേഹം പൂ പറിക്കാൻ വരുമ്പോൾ അന്നും അവിടെ പൂക്കൾ കാണാനില്ല. കാരണം രാത്രി വന്ന് പുഷ്പദന്തൻ പൂക്കൾ കൊണ്ടുപോയി. അദ്ദേഹത്തിന് ആ പൂക്കൾ അത്രയും ഇഷ്ടമായി. അപ്പോൾ അന്നത്തെ ദിവസം രാത്രി വന്നിട്ടും കൊണ്ടുപോയി. അപ്പോൾ രാജാവിന് വല്ലാത്ത ആശ്ചര്യമായി. അദ്ദേഹം വീണ്ടും പുറത്തു നിന്ന് പൂക്കൾ കൊണ്ടുവന്നു, ഭഗവാനെ അർച്ചിച്ചു. ഇങ്ങനെ പതിവായി. എല്ലാ ദിവസവും കാലത്ത് അദ്ദേഹം വന്ന് നോക്കുമ്പോൾ പൂക്കളില്ല. കാരണം ഗന്ധർവൻ കൊണ്ടുപോയിരിക്കുകയാണ്. പക്ഷെ ആരാ കൊണ്ടുപോയത്, എന്താ കൊണ്ടുപോയതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ വളരെ വിഷമം തോന്നി. തൻ്റെ എന്തോ തെറ്റ് കാരണം ഭഗവാൻ തന്നെ പരീക്ഷിക്കുകയാണോ എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നാൻ തുടങ്ങി. അങ്ങനെ ആ വിചാരത്തോടു കൂടി ഒരു രാത്രി അദ്ദേഹം കിടന്നുറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ഭഗവാൻ ദർശനം കൊടുത്തു. മഹാദേവൻ തൻ്റെ പൂർണ്ണ വൈഭവത്തോടു കൂടി ആ മനസ്സിൽ ഉദിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ ദോഷം കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ തന്നെ നിനക്ക് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനൊരു ഉപായം പറയാം. നാളെ പ്രഭാതത്തിൽ നീ എനിക്ക് അർച്ചിച്ചിട്ടുള്ള പൂക്കളെയെല്ലാം എടുത്തു കൊണ്ടുപോയി ആ ഉദ്യാനത്തിൽ വിതറുക. അത് കഴിഞ്ഞ് രാത്രിയാകുന്ന സമയത്ത് അവിടെ ഒരു വൃക്ഷത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുക. ആരാണ് പൂക്കളെ കൊണ്ടുപോകുന്നതെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. അതോടുകൂടി പൂക്കളെ കൊണ്ടുപോകുന്ന പരിപാടിയും നിൽക്കും. ഇതെൻ്റെ ഉറപ്പാണ്. രാജാവിന് വളരെ സന്തോഷമായി. പ്രഭാതമായപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി പുറത്തുനിന്ന് പൂക്കൾ കൊണ്ടുവന്നു, ഭഗവാൻ അർച്ചിച്ചു. ആ പൂക്കളെല്ലാം ആദരവോടുകൂടി എടുത്ത് അവിടെ ആ ഉദ്യാനത്തിൽ കൊണ്ടുപോയി വിതറി. രാത്രിയാവാൻ വേണ്ടി കാത്തിരുന്നു. രാത്രിയായപ്പോൾ അവിടെയുള്ള ഒരു കൂവള വൃക്ഷത്തിൻ്റെ പിറകിൽ പോയി ഒളിച്ചിരുന്നു. പുഷ്പദന്തൻ എന്നത്തെയും പോലെ അന്ന് രാത്രിയും അവിടെ വന്നിറങ്ങി. പക്ഷെ ഇറങ്ങിയത് ഭഗവാൻ അർച്ചിച്ചിട്ടുള്ള പൂവിൻ്റെ മുകളിലായിരുന്നു. അതിൽ കാല് ചവിട്ടിയ ആ നിമിഷം അദ്ദേഹത്തിൻ്റെ ശക്തി ഇല്ലാതെയായി. അദ്ദേഹം എല്ലാവർക്കും കാണാൻ പറ്റുന്ന രൂപത്തെ സ്വീകരിക്കേണ്ടി വന്നു. അതായത് അദ്ദേഹത്തിൻ്റെ അദൃശ്യനായിരിക്കുന്ന മായ ഇല്ലാതെയായി. അദ്ദേഹത്തിന് പറക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് അനങ്ങാൻ പോലും പറ്റാത്ത വിധം ഒരു സ്റ്റാച്ചു ആയിക്കൊണ്ട് അദ്ദേഹം നിന്നു. അങ്ങനെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് രാജാവ് വന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ആകാരമൊക്കെ കണ്ടപ്പോൾ ദേവലോകത്തുള്ള ആരോ ആണെന്ന് മനസ്സിലായി.
അപ്പോൾ വളരെ ആദരവോടു കൂടി വന്ന് നമസ്കരിച്ച് അങ്ങ് ആരാണ്, എന്തിനു വേണ്ടിയാണ് അങ്ങ് ഈ പൂക്കൾ കൊണ്ടുപോകുന്നത് എന്നൊക്കെ ചോദിച്ചു. പുഷ്പദന്തന് വല്ലാത്ത ആശ്ചര്യമായി. അദ്ദേഹം രാജാവിനോട് തൻ്റെ പേര് പറഞ്ഞു, ഞാൻ പുഷ്പദന്തനാണ്, ഒരു ഗന്ധർവനാണ്, വെറുതെ ഒരു രസത്തിന് കൊണ്ടുപോയതാണ് പൂക്കളൊക്കെ. പക്ഷെ ഇപ്പോൾ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, അങ്ങ് എന്ത് മായയാണ് ചെയ്തിട്ടുള്ളത്, ദയവായി ആ മായയെ പിൻവലിച്ചാലും ഞാനൊന്ന് അനങ്ങട്ടെ എന്ന് അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് രാജാവ് ചിത്രരഥൻ പറഞ്ഞു, ഇതെൻ്റെ മിടുക്കല്ല, ഇത് ഭഗവാൻ മഹാദേവന്റെ വൈഭവമാണ്. അദ്ദേഹത്തിന് അർച്ചിച്ചിട്ടുള്ള പൂക്കളിലാണ് അങ്ങ് ചവിട്ടിയിട്ടുള്ളത്, അതുകൊണ്ടാണ് അങ്ങയ്ക്ക് അങ്ങയുടെ ശക്തി നഷ്ടപ്പെട്ടത്. അത് കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത ഭക്തി പുഷ്പദന്തന്റെ ഉള്ളിൽ ജനിച്ചു. കാരണം ഒരാളെ അർച്ചിച്ചിട്ടുള്ള പൂക്കൾക്ക് പോലും ഇത്ര വൈഭവമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എത്ര വൈഭവമായിരിക്കും. ഇപ്പൊ മഹാദേവന്റെ മഹിമ എത്രയാണെന്ന് ഓർത്ത് ഭക്തി ഇങ്ങനെ വളരെ ദൃഢമായി അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും പ്രവഹിച്ചു. ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രമേ ഇനി തനിക്ക് മോചനമുള്ളൂ എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെ അദ്ദേഹം രചിച്ച സ്തുതിയാണ് ശിവമഹിംനാ സ്തോത്രം എന്ന പേരിൽ ഇന്ന് പ്രസിദ്ധമായിട്ടുള്ളത്. ആ സ്തുതിയെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു, അദ്ദേഹത്തിന് അനുഗ്രഹം നൽകി, അദ്ദേഹത്തിന്റെ ശക്തി അദ്ദേഹത്തിന് വീണ്ടും കൊടുത്തു. എന്നിട്ട് മേലിൽ ഇവിടെ നിന്നും പൂക്കൾ എടുക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചു. ഇത് എനിക്ക് വേണ്ടി എൻ്റെ ഭക്തൻ പണിതിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് പ്രണമിച്ചു രണ്ടുപേരും, ഗന്ധർവനും രാജാവും. എന്നിട്ട് അവരുടെ അനുഗ്രഹം വാങ്ങിച്ച് ഭക്തരായിട്ട് അവരങ്ങനെ തുടർന്നു. അന്നോടുകൂടി പുഷ്പദന്തൻ പരമ ശിവഭക്തനായി ഭവിച്ചു എന്നാണ് കഥ. അങ്ങനെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഗ്രന്ഥമാണ്, സ്തോത്രമാണിത്. അതായത് ഗന്ധർവൻ രചിച്ചിട്ടുള്ള സ്തോത്രമാണ്, അത്രയും മഹിമയുള്ള സ്തോത്രമാണ്. അപ്പൊ നമുക്ക് ഇതിലെ ഓരോ ശ്ലോകവും ചൊല്ലി ചെറുതായിട്ട് അതിൻ്റെ അർത്ഥത്തെ ഒന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. ഓം അഥ ശിവമഹിംന സ്തോത്രം. തുടക്കത്തിൽ തന്നെ ഗണപതി വന്ദനമാണ്. ഇത് സ്തോത്രത്തിന്റെ മൂലസ്തോത്രത്തിന്റെ ഭാഗമല്ല, പക്ഷെ പൊതുവെ പാരായണം ചെയ്യുമ്പോൾ ഈ ശ്ലോകം ചൊല്ലിയിട്ടാണ് പ്രവേശിക്കാറുള്ളത്. അപ്പൊ നമുക്കും അത് ചൊല്ലാം. ഓം ഗജാനനം ഭൂതഗണാധിസേവിതം കപിത്തജംഭൂഫലചാരുഭക്ഷണം ഉമാസുതം ശോകവിനാശകാരകം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഗജാനനം ആനയുടെ മുഖമുള്ളവൻ, ഭൂതഗണാധിസേവിതം ഭൂതഗണങ്ങളാൽ വളരെ നന്നായി സേവിക്കപ്പെടുന്നവൻ, കപിത്തജംബു ഫലചാരുഭക്ഷണം വളരെ സ്വാദുള്ള കപിത്തത്തിൻ്റെയും ജംബുവിൻ്റെയും ഫലങ്ങളെ ഭക്ഷിക്കുന്നവൻ, ഉമാസുതം ഉമയുടെ മകനായിരിക്കുന്നവൻ, ശോക വിനാശകാരകം ശോകത്തെ ഇല്ലാതെയാക്കുന്നവൻ, നമാമി ഞാൻ നമിക്കുന്നു, വിഘ്നേശ്വര പാദപങ്കജം ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന വിഘ്നേശ്വരന്റെ ആ ഗണപതി ഭഗവാന്റെ താമരയ്ക്ക് സദൃശമായ പാദങ്ങളെ ഞാൻ നമിക്കുന്നു, വന്ദിക്കുന്നു. ഇതാണ് ഗണപതി വന്ദനം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂ ഫലചാരുഭക്ഷണം ഉമാസുതം ശോകവിനാശകാരകം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഇനിയാണ് നമ്മൾ സ്തോത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആദ്യത്തെ ശ്ലോകമാണ്. महिम्नः पारं ते परमविदुषो यद्य सदृशी स्तुतिर्ब्रह्मादीनामपि तदवसन्नास्त्वयि गिरः अथावाच्य सर्व स्वमतिपरिणामावधिगृणन् ममाप्येष स्तोत्रे हरनिरपवादः परिकरः. महिम्नः पारं ते परमविदुषो यद्य सदृशी स्तुति. അങ്ങയുടെ മഹിമയുടെ, അതായത് പരമമായ മഹിമയുടെ പാരത്തെ മറുകരയെ കാണാത്തവൻ, അറിയാത്തവൻ അങ്ങയെ സ്തുതിക്കുന്നത് അനുചിതമാണെങ്കിൽ ബ്രഹ്മാദീനാമപി തദവസന്നാസ്ത്വയി ഗിര ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ളവരുടെ അങ്ങയെക്കുറിച്ചുള്ള സ്തുതികളും അനുചിതം തന്നെയാണ്. അങ്ങയുടെ മഹിമ പരിപൂർണമായി മനസ്സിലാക്കിയാൽ മാത്രമേ അങ്ങയെ സ്തുതിക്കാൻ പാടൂ എന്നാണെങ്കിൽ ഈ ലോകത്തിൽ ആർക്കും അങ്ങയെ സ്തുതിക്കാൻ പറ്റില്ല. ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ളവർക്ക് പോലും അങ്ങയുടെ മഹിമ പൂർണ്ണമായി മനസ്സിലായിട്ടില്ല. എന്നാൽ അവര് സ്തുതിക്കുന്നുണ്ട്. അവര് സ്തുതിക്കുന്നത് അങ്ങ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതാണ് അഥാവാച്യ സർവസ്വമതി പരിണാമാവധികൃണൻ. ഒരു വ്യക്തിയുടെ ബുദ്ധിയുടെ പരിധിയിൽ നിന്നുകൊണ്ട് എന്ത് സാധിക്കുന്നുവോ ആ പ്രകാരം സ്തുതിക്കുന്നത് ദോഷമല്ല എന്ന രീതിയിൽ അങ്ങ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, കാരണം ബ്രഹ്മാവൊക്കെ സ്തുതിക്കുമ്പോൾ അങ്ങ് സന്തോഷിക്കുന്നുണ്ട്, പുരാണങ്ങളിൽ കാണാനുള്ളതാണ്. അപ്പൊ അവരുടെയൊക്കെ സ്തോത്രം, അങ്ങയുടെ മഹിമ അറിയാത്തവരാണ് അവരെങ്കിൽ അവരുടെ സ്തോത്രത്തെ അങ്ങ് ദോഷരഹിതമായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ മമാപ്യേഷ സ്തോത്രേ ഹര നിരപവാദ പരികര. അങ്ങയുടെ ഒരുപാട് വിശേഷണങ്ങളെ ചേർത്തിട്ടുള്ള അങ്ങയുടെ മഹിമയെ വർണ്ണിക്കുന്ന എൻ്റെയും ഈ സ്തോത്രത്തെ അങ്ങ് ദോഷരഹിതമായിട്ട് ചെയ്താലും സ്വീകരിച്ചാലും. എനിക്ക് അങ്ങയുടെ മഹിമയൊന്നും അറിയില്ല,
പക്ഷെ അങ്ങയെ സ്തുതിക്കാൻ തോന്നുന്നുണ്ട്. അപ്പൊ അതിനെന്താണ് എനിക്കൊരു ധൈര്യം? ബ്രഹ്മാവൊക്കെ അങ്ങയെ സ്തുതിക്കുന്നുണ്ട്, അവർക്കുണ്ട അങ്ങയുടെ മഹിമയെ അറിയുന്നു, അവരും അറിയുന്നില്ല. അപ്പൊ അവര് സ്തുതിക്കുന്നത് അങ്ങ് സ്വീകരിക്കുന്നത് കൊണ്ട് എൻ്റെ സ്തോത്രത്തെയും അങ്ങ് സ്വീകരിക്കും, അത് ദോഷരഹിതമായിട്ട് അങ്ങ് കാണും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കാൻ പോകുന്നു എന്നൊരു മംഗലാചരണമായിട്ടാണ് ആദ്യത്തെ ശ്ലോകം രചിച്ചിട്ടുള്ളത്. महिम्नः पारं ते परमविदुषो यद्य सदृशी स्तुतिर्ब्रह्मादीनामपि तदवसन्नास्त्वयि गिरः अथावाच्य सर्व स्वमतिपरिणामावधिगृणन् ममाप्येष സ്തോത്രേ ഹര നിരപവാദ പരികര. ഇവിടെ ഭഗവാനെ വിളിക്കുന്നത് ഹര എന്നാണ്, എല്ലാ പാപങ്ങളെയും ഹരിക്കുന്നവൻ. അപ്പൊ ഈ കൃതിക്കുള്ള എല്ലാ ദോഷങ്ങളെയും അങ്ങ് ഹരിക്കും. അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ്. അതീതഃ പന്ഥാനം തവ ച മഹിമാ വാങ്മനസയോർ അതദ്വ്യാവൃത്യായം ചകിതമഭിദത്തേ ശ്രുതിരപി സ കസ്യ സ്തോതവ്യ കതിവിധ ഗുണ കസ്യ വിഷയ പദേ ത്വർവാചീനേ പതതി നമന കസ്യ ന വചഃ. അതീതഃ പന്ഥാനം തവ ച മഹിമാ വാങ്മനസയോർ. വാക്കിൻ്റെയും മനസ്സിൻ്റെയും വഴിയെ അധികരിച്ചു നിൽക്കുന്ന മഹിമാവോടുകൂടിയവനാണ് അങ്ങ്. അതായത് വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ല അങ്ങയുടെ മഹിമയെ, മനസ്സുകൊണ്ട് ധ്യാനിക്കാനും പറ്റില്ല, അത്രയും മഹിമയുള്ളവനാണ് അങ്ങ്. അതദ്വ്യാവൃത്യ യം ചകിതമഭിദത്തേ ശ്രുതിരപി. അങ്ങനെയുള്ള അങ്ങയുടെ മഹിമയെ വർണ്ണിക്കാൻ വേണ്ടി, അങ്ങയുടെ സ്വരൂപത്തെ വർണ്ണിക്കാൻ വേണ്ടി ശ്രുതി, അതായത് സാക്ഷാത് വേദമാതാവ്, ചകിതം വളരെയധികം ഭയത്തോടുകൂടി, അതദ്വ്യാവൃത്യ അഭിദത്തേ, അതത് എന്ന പ്രയോഗങ്ങളെ കൊണ്ട് ശ്രമിക്കുന്നു അങ്ങയെ വർണ്ണിക്കാൻ. അതത് എന്ന് പറഞ്ഞാൽ അതല്ല, നേതി നേതി എന്ന രീതിയുണ്ട് വേദത്തിന്. ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം ഉള്ളതെല്ലാം പരിമിതമാണ്, ഭഗവാൻ അപരിമിതനാണ്. അപ്പോൾ ഉള്ളതിനെ എല്ലാം ചൂണ്ടിക്കാട്ടി ഇതല്ല ഭഗവാൻ, ഇതല്ല ഭഗവാൻ, അങ്ങനെ മാത്രമേ അദ്ദേഹത്തെ വർണ്ണിക്കാൻ പറ്റൂ. അത്രയും മഹിമാവോട് കൂടിയ, അത്രയും സൂക്ഷ്മ സ്വരൂപനാണ് ഭഗവാൻ. അതുകൊണ്ട് ശ്രുതി മാതാവ് പോലും ഭയന്നിട്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞിട്ടാണ് അങ്ങയെ സ്തുതിക്കുന്നത്. അത്രയും മഹിമാവ് അങ്ങയ്ക്കുണ്ട്. അങ്ങനെയുള്ള അങ്ങ് സ കസ്യ സ്തോതവ്യ, ആരാളാണ് സ്തുതിക്കപ്പെടുന്നത്? കതിവിധ ഗുണ, എങ്ങനെയുള്ള ഗുണങ്ങളാണെന്ന് ആരാണ് മനസ്സിലാക്കുന്നത്? എത്ര ഗുണങ്ങളുണ്ടെന്ന് ആർക്ക് പറയാൻ പറ്റും? കസ്യ വിഷയ, ആർക്കാണ് അങ്ങയുടെ ഈ ഗുണങ്ങളൊക്കെ വിഷയമായി ഭവിക്കുന്നത്? ആർക്കാണ് ഇതൊക്കെ അറിയാൻ സാധിക്കുന്നത്? പദേ ത്വർവാചീനേ, അങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങയുടെ അർവാചീനമായിട്ടുള്ള ഈ പദത്തിൽ, അർവാചീനം എന്നിവിടെ പറയുമ്പോൾ അങ്ങയുടെ രൂപത്തോടു കൂടിയ, ഗുണത്തോടു കൂടിയ ഈ രൂപത്തിൽ, ഭഗവാൻ പരമശിവൻ ഒരു രൂപം നമ്മളെല്ലാം കൽപ്പിച്ചിട്ടുണ്ട്. ജട ധരിച്ചുകൊണ്ട്, ചന്ദ്രക്കല ധരിച്ചുകൊണ്ട്, പാമ്പിനെ ആഭൂഷണമാക്കി, മൃഗത്തോലിനെ ഉടുത്തുകൊണ്ട്, യോഗഭാവത്തിലിരിക്കുന്ന, തൃശൂലം ധരിച്ചിട്ടുള്ള, ഗംഗയെ ജടയിൽ ധരിച്ചിട്ടുള്ള ആ മഹാദേവന്റെ രൂപത്തെ, അത് പരിമിതമായ രൂപമാണ്, അങ്ങയുടെ സ്വരൂപമല്ല, എനിക്കറിയാം. പക്ഷെ ആ രൂപത്തെ അങ്ങ് ധരിച്ചിട്ടുള്ളത് ഞങ്ങൾക്കൊക്കെ അങ്ങയെ കാണാൻ വേണ്ടിയും സ്തുതിക്കാൻ വേണ്ടിയുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള അങ്ങയുടെ രൂപത്തിൽ പതതി നമന കസ്യ ന വചഃ, ആരുടെ മനസ്സും വാക്കുമാണ് പതിക്കാതിരിക്കുന്നത്? അതിലേക്ക് വാക്കും മനസ്സും പ്രവഹിച്ചുകൊണ്ട് തന്നെയിരിക്കും. അതായത് മനസ്സ് ആ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് തന്നെയിരിക്കും, വാക്ക് ആ രൂപത്തെ വർണ്ണിച്ചുകൊണ്ട് തന്നെയിരിക്കും. അത് അനിവാര്യമാണ്. അത്രയും മഹിമാവോടുകൂടിയ ഭാവമാണ് അങ്ങയുടെ ഈ സഗുണ രൂപം തന്നെ. നിർഗുണത്തെ മാറ്റി നിർത്തിയാൽ തന്നെ ഈ സഗുണഭാവം തന്നെ അത്രയും ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് അങ്ങയെ സ്തുതിക്കാതിരിക്കാൻ, ധ്യാനിക്കാതിരിക്കാൻ ആർക്കും സാധിക്കില്ല. അങ്ങയെ മനസ്സിലാക്കിയാൽ, അങ്ങയുടെ രൂപം ഒന്ന് കണ്ടാൽ അവർ അങ്ങയുടെ ഭക്തരായി ഭവിക്കും, അതുറപ്പാണ്. അതുകൊണ്ടാണ് ഞാനും ഇവിടെ അങ്ങയെ വർണ്ണിക്കാൻ ശ്രമിക്കുന്നത്. ഇതായിരുന്നു രണ്ടാമത്തെ ശ്ലോകം. അതീതഃ പന്ഥാനം തവ ച മഹിമാ വാങ്മനസയോർ അതദ്വ്യാവൃത്യായം ചകിതമഭിദത്തേ ശ്രുതിരപി സ കസ്യ സ്തോതവ്യ കതിവിധ ഗുണ കസ്യ വിഷയ പദേ ത്വർവാചീനേ പതതി നമനഃ കസ്യ ന വചഃ. അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്. മധുസ്ഫീതാവാച പരമമൃതം നിർമ്മിതവതസ്തവ ബ്രഹ്മൻ കിം വാഗപി സുരഗുരോർ വിസ്മയപദം മമ ത്വേനാം വാണിം ഗുണകഥന പുണ്യേന ഭവതഃ പുനാമീത്യർത്ഥേസ്മിൻ പുരമഥന ബുദ്ധിർവ്യവസിത. മധുസ്ഫീതാവാച പരമമൃതം നിർമ്മിതവതഃ, അങ്ങ് മധു നിറഞ്ഞിട്ടുള്ള, മധു എന്നാൽ തേൻ, തേൻ നിറഞ്ഞിട്ടുള്ള എന്ന് പറയുമ്പോൾ വളരെ മധുരമായിട്ടുള്ള വാക്കുകളെ, എങ്ങനെയുള്ള വാക്കുകളാണ്? പരമം അമൃതം, പരമമായ അമൃതമായിട്ടുള്ള വാക്കുകളെ നിർമ്മിതവത, നിർമ്മിച്ചിട്ടുള്ളവനാണ് അങ്ങ്.
പരമമായ അമൃത സമാനമായിട്ടുള്ള വാക്കുകൾ എന്ന് പറഞ്ഞാൽ വേദവാക്കുകൾ തന്നെയാണ്. വേദത്തെയാണ് അങ്ങ് നിർമ്മിച്ചിട്ടുള്ളത്. ലോകത്തിലുള്ള ആൾക്കാരെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അറിവ് നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങയെക്കുറിച്ച് അതുപോലെ ലോകത്തിന്റെ ധർമ്മത്തെക്കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ആശ്രയിക്കുന്നത് വേദമാണ്. പരമപ്രമാണം അവർക്ക് വേദമാണ്. അപ്പൊ അവരുടെ ജീവിതത്തിന്റെ തന്നെ അറിവിന്റെ തന്നെ ആധാരമാണ് വേദം. ആ വേദത്തെ നിർമ്മിച്ചിട്ടുള്ളവനാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങയെക്കുറിച്ച് ബ്രഹ്മൻ കിം വാഗപി സുരഗുരോർ വിസ്മയ പദം, സുരന്മാരുടെ ഗുരുവായിരിക്കുന്ന ബൃഹസ്പതി പോലും അങ്ങയെ വിസ്മയത്തോടു കൂടിയാണ് വർണ്ണിക്കുന്നത്. അഥവാ അങ്ങയെ വർണ്ണിക്കാൻ സാധിക്കുന്നില്ല എന്ന നിസ്സഹായതയെയാണ് അനുഭവിക്കുന്നത്. സുരന്മാർക്കൊക്കെ ഉപദേശം കൊടുക്കേണ്ടവനാണ് ബൃഹസ്പതി, ദേവഗുരു. അദ്ദേഹത്തിന്റെ അറിവ് എത്രയായിരിക്കും? അങ്ങനെയുള്ള അദ്ദേഹത്തിന് പോലും അങ്ങയെ മര്യാദയ്ക്ക് വർണ്ണിക്കാൻ സാധിക്കുന്നില്ല. വിസ്മയത്തോടു കൂടിയാണ് അങ്ങയെ അദ്ദേഹം നോക്കുന്നത്. അങ്ങനത്തെ വാക്കുകളെയാണ് അദ്ദേഹം പ്രവർത്തിപ്പിക്കുന്നത്. അത്രേ അദ്ദേഹത്തിനും സാധിക്കുന്നുള്ളൂ. കാരണം വേദത്തെ തന്നെ നിർമ്മിച്ചവനാണ് അങ്ങ്. മമത്വേനാം വാണീം ഗുണകഥന പുണ്യേന ഭവത പുനാമീത്യർത്ഥേസ്മിൻ പുരമഥന ബുദ്ധിർ വ്യവസിത. അല്ലയോ പുരമഥന, ത്രിപുരങ്ങളെ ദഹിച്ചവനെ, അല്ലയോ പരമശിവ, ഞാൻ ഈ വാക്കുകളെ കൊണ്ട് അങ്ങയുടെ ഗുണങ്ങളെ വർണ്ണിക്കുന്ന ഈ പ്രവൃത്തി ചെയ്യുന്നത് അതൊരു പുണ്യപ്രവൃത്തിയാണ്. അത് ഞാൻ ചെയ്യുന്നത് അതെന്നെ പരിശുദ്ധീകരിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഇതിൽ ഞാൻ ഏർപ്പെടുന്നത്. എനിക്ക് അങ്ങയെ വർണ്ണിക്കാൻ പറ്റുമെന്നുള്ള ധൈര്യമുള്ളത് കൊണ്ടൊന്നുമല്ല. ദേവഗുരുവിന് പോലും സാധിക്കുന്നില്ല എന്ന് എനിക്കറിയാം. ഞാൻ വെറും ഒരു ഗന്ധർവനാണ്. അപ്പം അങ്ങനെയുള്ള എനിക്കിത് പറ്റില്ല എന്നറിയാമെങ്കിലും ഇതൊരു പുണ്യപ്രവൃത്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് ചെയ്താൽ എനിക്ക് പരിശുദ്ധി ഉണ്ടാവും. എൻ്റെ ഉള്ളിൽ ഒരുപാട് ദോഷങ്ങളുണ്ട്. ആ ദോഷങ്ങളെ നീക്കാനായിട്ട് ഞാൻ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങയുടെ ഗുണങ്ങളെ കഥിച്ചാൽ മതി, അപ്പം അങ്ങയുടെ മഹിമയെ വർണ്ണിച്ചാൽ മതി എന്ന ബോധം എനിക്കിപ്പോൾ ഉദിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എൻ്റെ ബുദ്ധിയെ ഞാൻ ഇതിൽ ചെലുത്തിക്കൊണ്ട് അങ്ങയെ സ്തുതിക്കാനായിട്ട് ഭവിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ ശ്ലോകം. മധുസ്ഫീതാവാച പരമമൃതം നിർമ്മിതവതസ്തവ കിം ബ്രഹ്മൻ തവ ബ്രഹ്മൻ കിം വാഗപി സുരഗുരോർ വിസ്മയപദം മമത്വേനാം വാണീം ഗുണകഥന പുണ്യേന ഭവത പുനാമീത്യർത്ഥേസ്മിൻ പുരമഥന ബുദ്ധിർ വ്യവസിത. അടുത്തത് നാലാമത്തെ ശ്ലോകമാണ്. തവൈശ്വര്യം യത്തജ്ജഗദുദയരക്ഷാ പ്രളയകൃത് ത്രയീവസ്തു വ്യസ്തം തിസൃഷു ഗുണഭിന്നാസു തനുഷു അഭവ്യാനാമസ്മിൻ വരദ രമണീയാമരമണീം വിഹന്തും വ്യാക്രോശീം വിദദത ഇഹൈകേ ജഡദിയ. അങ്ങയുടെ ഐശ്വര്യം, തവ ഐശ്വര്യം യത് തത് ജഗദുദയ രക്ഷാ പ്രളയകൃത്. എങ്ങനെയുള്ള ഐശ്വര്യമാണ് അങ്ങയുടെ? ഈശ്വരൻ ഉള്ളതെന്തോ അതാണ് ഐശ്വര്യം. അപ്പൊ അങ്ങയുടെ ഐശ്വര്യം എന്താ? അങ്ങയുടെ ഗുണം എന്താണ്? ജഗത്തിന്റെ ഉദയം, രക്ഷ, പ്രളയം. അതായത് ഉദ്ഭവം, നിലനിൽപ്പ്, ഇല്ലായ്മ. ഇത് മൂന്നും ചെയ്യുന്നത് അങ്ങാണ്. അപ്പൊ അത്രയും ഐശ്വര്യത്തോടു കൂടിയുള്ളവനാണ് അങ്ങ്. അങ്ങയുടെ ഐശ്വര്യമാണ് വാസ്തവത്തിൽ ഈ മൂന്ന് ലീലകളും. അങ്ങനെയുള്ള അങ്ങ് ത്രൈവസ്തു വ്യസ്തം, മൂന്ന് ത്രൈവസ്തു എന്നുള്ളത് കൊണ്ട് മൂന്ന് വേദങ്ങളാൽ വർണ്ണിക്കപ്പെടുന്നവനാണ്. ത്രൈ എന്ന ശബ്ദം വേദത്തെ സൂചിപ്പിക്കുന്നു. വ്യസ്തം തിസൃഷു ഗുണഭിന്നാസു തനുഷു. അതുപോലെ തന്നെ എങ്ങനെയാണ് വേദം അങ്ങയെ വർണ്ണിക്കുന്നത്? അങ്ങ് ഈ മൂന്ന് പ്രവൃത്തിയും ചെയ്യുന്നു. ആ മൂന്ന് പ്രവൃത്തിയും ചെയ്യുന്നത് മൂന്ന് ഗുണങ്ങളെ സ്വീകരിച്ച്, ആ മൂന്ന് ഗുണങ്ങളാൽ നിർമ്മിതമായ മൂന്ന് ദേഹങ്ങളെ സ്വീകരിച്ചിട്ടാണ്. സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവ്, പാലിക്കുന്നത് വിഷ്ണു, ലയിപ്പിക്കുന്നത് രുദ്രൻ, സംഹാരമൂർത്തി. അങ്ങനെ മൂന്ന് ഭാവത്തെ സ്വീകരിച്ച് അങ്ങ് ഒരുവൻ തന്നെയാണ് ഈ മൂന്ന് ലീലയും ആടുന്നത്. അങ്ങനെയുള്ള ഐശ്വര്യമുള്ളവനാണ് അങ്ങ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള അങ്ങയെ അഭവ്യാനാമസ്മിൻ വരദ രമണീയാം അരമണീം വിഹന്തും വ്യാക്രോശീം വിദദത ഇഹൈകേ ജഡദിയ. ജഡധിയുള്ളവർ, ബുദ്ധിക്ക് പ്രകാശമില്ലാത്ത ആൾക്കാർ ഇവിടെ അങ്ങനെയുള്ള അങ്ങയെ, ഇത്രയും ഐശ്വര്യമുള്ള അങ്ങയെ ആക്രോശിച്ച് സംസാരിക്കുന്നു. അരമണീയമായ വാക്കുകൊണ്ട്, അതായത് അശോഭനമായിട്ടുള്ള, മനസ്സിന് സന്തോഷം നൽകാത്തതായിട്ടുള്ള വാക്കുകളിൽ സന്തോഷിച്ചുകൊണ്ട് അങ്ങയെ കുറ്റം പറയുന്നതിൽ സന്തോഷം കണ്ടെത്തി, അങ്ങയെ ലഘൂകരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തി അവർ അതിനായിട്ട് ശ്രമിക്കുന്നു. കാരണം അവര് അഭവ്യാനാം, അവര് അയോഗ്യരാണ്, അവര് ധർമ്മിഷ്ഠരല്ല, അവര് വളരെയധികം
ദോഷവിചാരമുള്ളവരാണ്. അങ്ങനെയുള്ള ആൾക്കാര് അങ്ങയുടെ ഈ ഐശ്വര്യമൊന്നും മനസ്സിലാക്കാതെ നല്ലതല്ലാത്ത കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് അത് നല്ലതാണെന്ന് കരുതി അതിൽ രമിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്നു. അങ്ങയെ അവർ കുറ്റപ്പെടുത്തുന്നു. കാരണം അവർ ജഡധീക് ആൾക്കാരാണ്, അതായത് ബുദ്ധിക്ക് തെളിമയില്ലാത്തവരാണ്. ഇനി അവരെന്താണ് പറയുന്നത് എന്ന് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ പറയും. ഇപ്പൊ നമുക്ക് 4-ാമത്തെ ശ്ലോകം ഒന്നുകൂടി വായിക്കാം. തവൈശ്വര്യം യത്തജ്ജഗദുദയ രക്ഷാ പ്രളയകൃത് ത്രയീ വസ്തു വ്യസ്തം തിസൃഷു ഗുണഭിന്നാസു തനുഷു അഭവ്യാനാമസ്മിൻ വരദരമണീയാമരമണീം വിഹന്തും വ്യാക്രോശീം വിദദത ഇഹൈകേ ജഡദിയ. അടുത്തത് 5-ാമത്തെ ശ്ലോകമാണ്. കിമീഹ കിം കായ സഖലു കിമുപായസ്ത്രിഭുവനം കിമാധാരോ ധാതാ സൃജതി കിമുപാദാന ഇതി ച അതർക്യൈശ്വര്യേ ത്വയ്യനവസര ദുസ്തോ ഹതധിയ കുതർക്കോയം കാംശ്ചിൻ മുഖരയതി മോഹായ ജഗത. ജഡബുദ്ധികളായിട്ടുള്ള ആൾക്കാർ അങ്ങയെ നിന്ദിക്കുന്നു. അവർ പലതരം കാര്യങ്ങൾ, ദോഷമായ കാര്യങ്ങൾ, അരമണീയമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ രമിക്കുന്നുവെന്ന് തൊട്ടടുത്തുള്ള ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു. അതെന്തൊക്കെയാണെന്നാണ് ഇവിടെ 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ധാതാ സൃജതി, ഒരു ധാതാവ് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, അതങ്ങാണെങ്കിൽ കിമീഹ, ആ വ്യക്തിയുടെ ആഗ്രഹം എന്താണ്? എന്തു പ്രേരണയാലാണ് അദ്ദേഹം നിർമ്മിക്കുന്നത്? കിം കായ, അദ്ദേഹത്തിന്റെ ശരീരം എന്താണ്? സഖലു കിം ഉപായ ത്രിഭുവനം, അദ്ദേഹം എന്ത് ഉപായത്തെയാണ് ഇതിനായിട്ട് സ്വീകരിക്കുന്നത്? ഈ 3 ലോകങ്ങളെ, ത്രിഭുവനത്തെ നിർമ്മിക്കാനായിട്ട് എന്ത് ഉപായത്തെയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്? കിം ആധാരോ, അദ്ദേഹത്തിന് എന്താണ് ആധാരം? എല്ലാത്തെയും നിർമ്മിച്ചിട്ട് അദ്ദേഹമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആധാരം എന്താണ്? കിം ഉപാദാനം, എന്ത് ഉപാദാനത്തെയാണ് അദ്ദേഹം നിർമ്മിക്കാൻ സഹായിക്കുന്ന വസ്തുക്കളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റിസോഴ്സസ്, എന്തിനെ ഉപയോഗിച്ചിട്ടാണോ നമ്മൾ നിർമ്മിക്കുന്നത്? റോ മെറ്റീരിയൽ ആയിട്ടുള്ളത് എന്താണ്? കിം ഉപാദാന ഇതിച്ച, ഇങ്ങനെയെല്ലാം. അതായത് എന്താണ് ആഗ്രഹം അദ്ദേഹത്തിന്റെ? ശരീരം എന്തായിരുന്നു? എന്ത് ഉപായത്തെ അദ്ദേഹം സ്വീകരിച്ചു? ആധാരം എന്താണ്? ഉപാദാനം എന്താണ്? എന്നൊക്കെ അതർക്യൈശ്വര്യേ, തർക്കത്തിന് വിഷയമല്ലാതിരിക്കുന്ന അങ്ങയുടെ ഐശ്വര്യത്തെ കുറിച്ച്, ത്വയി, അങ്ങനെയുള്ള അങ്ങയിൽ, അനവസര ദുസ്തോ ഹതദിയ കുതർക്കോയം കാംശ്ചിൻ മുഖരയതി മോഹായ ജഗത. ബുദ്ധിയുടെ തെളിമ നഷ്ടപ്പെട്ടിട്ടുള്ള, അങ്ങയുടെ ഐശ്വര്യം അതർക്യമാണെന്നറിയാതെ അതിൽ വളരെയധികം ദുഃഖമുള്ള, അതായത് അതിനോട് ദ്വേഷമുള്ള ഭാവത്തിൽ അതിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് കുതർക്കങ്ങളെ, ഇപ്രകാരമുള്ള കുതർക്കങ്ങളെ ചിലർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതെന്തിനാണ് ഉപകരിക്കുന്നത്? മോഹായ ജഗത, ജഗത്തിന്റെ മോഹത്തിനായിക്കൊണ്ടാണ്. മോഹിപ്പിക്കാൻ, അതായത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, ജഗത്തിനെ മുഴുവൻ ഭ്രമിപ്പിക്കാൻ വേണ്ടി മാത്രം അവരുടെ വാക്കുകൾ പ്രയോഗപ്പെടുന്നു. അതുകൊണ്ട് അവർക്കും ഗുണമില്ല, അവർക്ക് ദോഷമാണ്, ഉറപ്പാണ്, ലോകത്തിനും ദോഷമാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. കിമീഹ കിം കായ സഖലു കിമുപായസ്ത്രിഭുവനം കിമാധാരോ ധാതാ സൃജതി കിമുപാദാന ഇതി ച അതർക്യൈശ്വര്യേ ത്വയ്യനവസര ദുസ്തോ ഹതദിയ കുതർക്കോയം കാംശ്ചിൻ മുഖരയതി മോഹായ ജഗത. അടുത്തത് 6-ാമത്തെ ശ്ലോകം. അജന്മാനോ ലോക കിം അവയവന്തോപി ജഗതാമധിഷ്ഠാതാരം കിം ഭവവിധിരനാദൃത്യ ഭവതി അനീശോ വാ കുര്യാത് ഭുവനജനനേ കഃ പരികരോ യതോ മന്ദാസ്ത്വാം പ്രത്യമരവര സംശേരത ഇമേ. അങ്ങനെയുള്ള മന്ദബുദ്ധികൾ, അവരുടെ സംശയങ്ങൾ തീർന്നിട്ടില്ല, അവരുടെ മനസ്സിൽ ഇനിയും ചോദ്യങ്ങളുണ്ട്. അത് പറയുകയാണ്. അജന്മാനോ ലോക, ഈ ലോകങ്ങൾ പ്രത്യേകിച്ച് കാരണം ഇല്ലാത്തതാണോ? അതായത് ഇതിന് ഉറവിടം ഇല്ലാത്തതാണോ? എനിക്ക് തോന്നുന്നത് തനിയെ സംഭവിച്ചതാണ്, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കിം അവയവന്തോപി, ഇതിനൊരുപാട് ഭാഗങ്ങൾ ഉണ്ടോ? ഈ ഒരുപാട് ഭാഗങ്ങളുള്ള ഇതിനെ ആരും പ്രത്യേകിച്ച് സൃഷ്ടിച്ചതല്ല. ഈ പലതുള്ളത് പരസ്പരം കളിച്ചുകൊണ്ട്, അതായത് പാർട്ടിക്കിൾസിന്റെ ചേർച്ച കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് ഇത് എന്നെനിക്ക് തോന്നുന്നു. ജഗതാം അധിഷ്ഠാതാരം കിം ഭവവിധിരനാദൃത്യ ഭവതി. ഈ ജഗത്തിന് ഒരു അധിഷ്ഠാതാവുണ്ടെന്ന് ഗണിക്കാതെ സ്വാഭാവികമായിട്ട് സംഭവിച്ചുകൊണ്ട്, അതായത് ഒരു സ്രഷ്ടാവിൻ്റെയോ ഒരു പാലകന്റെയോ ഒരു സംഹാരകന്റെയോ ആവശ്യമില്ലാതെ ഇവിടെയുള്ള പല വസ്തുക്കൾ പരസ്പരം ചേർന്നും വിഘടിച്ചും കൊണ്ട് സ്വയം സംഭവിക്കുന്നതാണോ ഇതെല്ലാം? അവിടെ ഒരു ഈശ്വരന്റെ സാന്നിധ്യം ഇല്ലയോ, അതിന്റെ ആവശ്യമില്ലയോ എന്നൊക്കെ ചിന്തിച്ച് അനീശോവ, അപ്പൊ ഇതിന് ഈശൻ ഇല്ലാത്തതാണോ, ഇതിനൊരു നാഥൻ ഇല്ലാത്തൊരു കേളിയാണോ ഇത്? വാ
കുര്യാത് ഭുവനജനനെ കഃ പരികരോ. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തെ നിർമ്മിക്കുന്നതിൽ ആരാണ് സഹായിക്കുന്നത്? അപ്പൊ ഈശൻ ഉണ്ടെങ്കിൽ, ഈശൻ ഇല്ല എന്നവർ ആദ്യം ധരിച്ചു. ഇതിനൊരു കാരണമൊന്നുമില്ല. ഇനി അഥവാ അങ്ങനെ ഒരു ഈശൻ ഉണ്ടെങ്കിൽ ആ ഈശനെ ആരാണ് സഹായിക്കുന്നത്? ആരൊക്കെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ? കാരണം ദേവതാ സങ്കല്പങ്ങളുണ്ട്. അപ്പൊ അങ്ങനത്തെയുള്ള ആൾക്കാരുണ്ടോ എന്നവർ ചിന്തിക്കുന്നു. ഒന്നെങ്കിൽ ഈശ്വരൻ തന്നെ ഇല്ല എന്നവർ ഉറപ്പിക്കുന്നു. ഈശ്വരൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സാന്നിധ്യം, ആ സൂക്ഷ്മശക്തിയെ സഹായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അതുമില്ല. അപ്പൊ ഈശ്വരനുമില്ല, ദേവതകളുമില്ല എന്നവര് ഉറപ്പിക്കുന്നു. അപ്പൊ ഇതൊക്കെ വെറും തോന്നലാണ്. ഈ പാർട്ടിക്കിൾസ് ചേർന്നുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അർത്ഥമൊന്നുമില്ല. ആ രീതിയിലാണെന്ന് യതോ മന്ദാസ്ത്വാം പ്രത്യമരവര സംശേരത ഇമേ. ത്വാം പ്രതി, അങ്ങയെ കുറിച്ച്, മന്ദന്മാർ, ബുദ്ധിക്ക് തെളിമയില്ലാത്തവര്, അമരവര, അമരന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്നവനെ, സംശേരത ഇമേ, ഇപ്രകാരമുള്ള സംശയങ്ങളെ അവർ പാലിക്കുന്നു. ഈ ലോകത്തെ നിർമ്മിക്കുന്ന ഒരു ഈശ്വരനുമില്ല, ആ ഈശ്വരനെ സഹായിക്കുന്ന ഉപദേവതകളുമില്ല എന്നവർ സംശയിക്കുന്നു. അതുകൊണ്ട് അവർ മന്ദതികളാണ്, അവർ ബുദ്ധിക്ക് തെളിമയില്ലാത്ത ആൾക്കാരാണെന്ന് ഞാൻ ഉറപ്പിക്കുന്നു. അവരുടെ കാര്യം കഷ്ടം തന്നെ എന്നാണ് കവി ഇവിടെ പറയുന്നത്. ഇതായിരുന്നു 6ാമത്തെ ശ്ലോകം. അജന്മാനോ ലോക കിം അവയവന്തോപി ജഗതാമധിഷ്ഠാതാരം കിം ഭവവിധിരനാദൃത്യ ഭവതി അനീശോ വാ കുര്യാത് ഭുവനജനനെ കഃ പരികരോ യതോ മന്ദാസ്ത്വാം പ്രത്യമരവര സംശേരത ഇമേ. അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. ത്രയീ സാഖ്യം യോഗ പശുപതിമതം വൈഷ്ണവമിതി പ്രഭിന്നേ പ്രസ്ഥാനേ പരമിതമത പഥ്യമിതി ച രുചീനാം വൈചിത്ര്യാദ് ഋജുകുട്ടിലനാനാപഥജുഷാം നൃണാമേകോ ഗമ്യസ്ത്വമസി പയസാമർണവ ഇവ. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകമാണിത്. ത്രയി എന്ന് പറഞ്ഞാൽ 3 വേദങ്ങൾ. സാഖ്യമാർഗം കപിലമുനി പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗമാണ് സാഖ്യമാർഗം. യോഗം, പതഞ്ജലിയുടെ യോഗശാസ്ത്രം. പശുപതി മതം, പശുപതി എന്ന് തുടങ്ങിയിട്ടുള്ള തന്ത്രം. വൈഷ്ണവം, അതുപോലെ വൈഷ്ണവ തന്ത്രങ്ങൾ, വൈഷ്ണവ ശാസ്ത്രങ്ങൾ. ഇതി പ്രഭിന്നേ പ്രസ്ഥാനേ പരമിതമത പഥ്യമിതി ച. ഇങ്ങനെ പല പ്രസ്ഥാനങ്ങളുണ്ട്. പല വഴിയിലൂടെ പരമമായ പദത്തെ പ്രാപിക്കാമെന്ന് പറയുന്ന പല ആൾക്കാരുണ്ട്. അവരിതാണ് ശരി, അതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത്. അതാണ് ത്രയി, 3 വേദങ്ങൾ, സാഖ്യം, യോഗം, പശുപതിമതം, വൈഷ്ണവം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല പദ്ധതികളും ഇവിടെയുണ്ട്. രുചീനാം വൈചിത്ര്യ. ഇതെന്തുകൊണ്ടാണ് ഇത്രയും പദങ്ങൾ ഇവിടെ ഉള്ളത്? അത് രുചിയിലുള്ള ഭേദം കൊണ്ടാണ്. ഓരോരുത്തർക്കും ഓരോന്നാണ് രുചിക്ക്. ഇപ്പൊ രൂപങ്ങൾ, പല രൂപങ്ങളുണ്ട്. വിഷ്ണുവിന്റെ, ശിവന്റെ, ദേവിയുടെ, മുരുകന്റെ, ശാസ്താവിന്റെ, ഗണപതിയുടെ, അങ്ങനെ ഇഷ്ടംപോലെ രൂപങ്ങളുണ്ട്. ഹനുമാൻ സ്വാമിയുടെ. ആ രൂപങ്ങളൊക്കെ എന്തിനാണ്? ഓരോരുത്തരുടെ രുചിക്ക് വേണ്ടിയാണ്. ആ രൂപങ്ങളിൽ തന്നെ പല സമ്പ്രദായങ്ങളുണ്ട്, അതും രുചിക്ക്. അപ്പൊ അവരവർക്ക് ചേരുന്നത് അവർക്ക് കിട്ടണം എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. ഋജു കുട്ടില നാനാ പഥജുഷാം. ഋജു എന്നാൽ നേരെ, കുട്ടിലം എന്നാൽ വളഞ്ഞിട്ട്. അങ്ങനെ പല പ്രകാരത്തിലുള്ള വഴികളോട് കൂടിയിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. പല നദികൾ ഒഴുകുന്ന പോലെ. ഇപ്പൊ നദികൾ ഒഴുകുമ്പോൾ ചിലത് നേരെ ഒഴുകും, ചിലപ്പോൾ വളഞ്ഞൊഴുകും. അങ്ങനെ പല പ്രകാരത്തിലുള്ള ഭേദങ്ങളോട് കൂടിയ വഴികൾ ഇവിടെയുണ്ട്. അങ്ങനെയുള്ള വഴികൾ ഉള്ളത് നൃണാം ഏകോ ഗമ്യസ്ത്വമസി പയസാമർണവ ഇവ. നദികൾ ഇങ്ങനെ പല പ്രകാരത്തിൽ ഒഴുകുന്നുണ്ടെങ്കിലും അവസാനം ചെന്ന് സമുദ്രത്തിൽ എത്തുന്ന പോലെ മനുഷ്യന്മാർക്ക് ഒരേ ഒരു പ്രാപ്യസ്ഥാനം അങ്ങ് തന്നെയാണ്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള വഴികൾ മുഴുവൻ അവസാനം ചെന്നെത്തുന്നത് അങ്ങയിലാണ്. അതെനിക്ക് ഉറപ്പാണ്. ഇതാണ് 7ാമത്തെ ശ്ലോകം. ത്രയീ സാഖ്യം യോഗ പശുപതിമതം വൈഷ്ണവമിതി പ്രഭിന്നേ പ്രസ്ഥാനേ പരമിതമത പഥ്യമിതി ച രുചീനാം വൈചിത്ര്യാദ് ഋജുകുട്ടിലനാനാപഥജുഷാം നൃണാമേകോ ഗമ്യസ്ത്വമസി പയസാമർണവ ഇവ. അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. മഹോക്ഷ ഖട്വാംഗം പരശുരജിനം ഭസ്മഫണിന കപാലം ചേതി യത്തവ വരദ തന്ത്രോപകരണം സുരാസ്താം താം വൃദ്ധിം ദദതി തു ഭവദ്ഭ്രപ്രണിഹിതാം നഹി സ്വാത്മാരാമം വിഷയമൃഗതൃഷ്ണ ഭ്രമയതി. ഭഗവാന്റെ വൈചിത്ര്യത്തെ കാണിക്കുകയാണ്. ഭഗവാൻ മഹോക്ഷ, ഭഗവാന് വാഹനമായിട്ടുള്ളത് ഒരു വലിയ കാളയാണ്, നന്ദികേശ്വരനാണ്. ഖട്വാംഗം, ആയുധമായിട്ടുള്ളത് ഖട്വാംഗമാണ്. അതായത് തലയോടുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള, അഗ്രത്തിൽ തലയോടുള്ള ഒരു തരം ആയുധമാണ്. കിടക്കയുടെ കാലിന്റെ ആകൃതിയിലുള്ളത് കൊണ്ടാണ് ഖട്വാംഗം എന്ന പേര് അതിന് കിട്ടുന്നത്.
പരശുരജിനം, അദ്ദേഹം പരശു ധരിച്ചിട്ടുണ്ട്. തോല്, മൃഗത്തോല് ധരിച്ചിട്ടുണ്ട്. അജിനം എന്നാൽ മൃഗത്തോല്. പല പ്രകാരത്തിൽ ഇപ്പോൾ പുലിത്തോല് ധരിക്കാറുണ്ട്, ആനത്തോല് ധരിക്കാറുണ്ട്. ഇപ്പോൾ മൃഗത്തിന്റെ തോല് ധരിച്ചിട്ടുണ്ട്. ഭസ്മ, അദ്ദേഹം ഭസ്മം പൂശിയിട്ടുണ്ട്. ആഭരണങ്ങൾ അദ്ദേഹത്തിന് ഭസ്മമാണ്. ലേപനങ്ങൾ, അതായത് നമ്മളിപ്പോൾ ചന്ദനവും കളഭവും ഒക്കെ ചേർത്തുന്നതിന് പകരം അദ്ദേഹം ചിതാഭസ്മം എടുത്തിട്ടാണ് പൂശിയിട്ടുള്ളത്. ഫണിന, ആഭരണമായിട്ട് ധരിച്ചിട്ടുള്ളത് പാമ്പുകളെയാണ്, നാഗങ്ങളെയാണ്. കപാലം, കപാലത്തെയാണ് പാത്രമായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളൊക്കെ നല്ല സ്വർണ്ണപാത്രങ്ങൾ, ദേവന്മാരൊക്കെ സ്വർണ്ണപാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ അങ്ങ് ഉപയോഗിക്കുന്നത് കപാലത്തെയാണ്. ചേതീയത്തവ വരദ തന്ത്രോപകരണം, ഇതൊക്കെയാണ് അങ്ങയുടെ തന്ത്രോപകരണം. അങ്ങയുടെ വീട്ടിൽ അങ്ങ് ജീവിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഇതൊക്കെയാണ്. അങ്ങയുടെ സാമഗ്രികൾ ഇതൊക്കെയാണ്. ഇതാണ് അവസ്ഥ. അതായത് കാളയെ വാഹനമാക്കിയിരിക്കുന്നു, ഖട്വാംഗത്തെ പിടിച്ചിരിക്കുന്നു, പരശുവിനെ പിടിച്ചിരിക്കുന്നു, തൊലിയെ ഉടുത്തിരിക്കുന്നു, അതായത് തോലിനെ ധരിച്ചിരിക്കുന്നു, ഭസ്മം പൂശിയിരിക്കുന്നു, പാമ്പിനെ ധരിച്ചിരിക്കുന്നു, കപാലം പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് അങ്ങിരിക്കുന്നത്. സുരാസ്താം താമൃദ്ധിം ദധതിതു ഭവത് ഭ്ര പ്രണിഹിതാം ന. അങ്ങനെയുള്ള അങ്ങ് സുരന്മാർക്ക് അവർ ആഗ്രഹിക്കുന്ന എല്ലാ ഋദ്ധികളെയും നൽകുന്നു. എങ്ങനെ? അങ്ങയുടെ പുരികക്കൊടിയുടെ ഒരു ചലനം കൊണ്ട്. ഒന്ന് നോക്കിയാ പുരികം ഒന്ന് ചലിക്കുമ്പോൾ തന്നെ അവർ ആഗ്രഹിച്ചത് അവർക്ക് കിട്ടുന്നു. അത്രയും മഹിമാവോട് കൂടിയവനാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങ്, അങ്ങയ്ക്ക് പുരികക്കൊടി ഒന്ന് ചലിച്ചാൽ തന്നെ ദേവന്മാരുടെ ആഗ്രഹം പോലും തീർക്കാമെങ്കിൽ അങ്ങയ്ക്ക് എത്ര ഐശ്വര്യത്തിലിരിക്കാം. പക്ഷെ അതിന് പകരം അങ്ങ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്? അതിന് കാരണം ഞാൻ മനസ്സിലാക്കുന്നു. നഹി സ്വാത്മാരാമം വിഷയ മൃഗതൃഷ്ണ ഭ്രമയതി. വിഷയത്തിലുള്ള മൃഗതുല്യമായ തൃഷ്ണ, ദാഹം സ്വാത്മാരാമന്മാരായിരിക്കും, തൻ്റെ തന്നെ സ്വരൂപത്തിൽ രമിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഭ്രമയതി, അവരെ ഭ്രമിപ്പിക്കുന്നില്ല. ന ഭ്രമയതി, അവരെ അതൊന്നും ഭ്രമിപ്പിക്കുന്നില്ല. അങ്ങക്ക് ഇതൊക്കെ ധാരാളമാണ്. കാളവാഹനമായിട്ട് മതി, വലിയ വിമാനമൊന്നും അങ്ങക്ക് ആവശ്യമില്ല. അങ്ങക്ക് ഖട്വാംഗവും പരശുവും മതി, വലിയ വലിയ ആയുധങ്ങളൊന്നും വേണ്ട. അങ്ങക്ക് തോലുടുത്താൽ മതി, ദിവ്യാംബരമൊന്നും ആവശ്യമില്ല. ഭസ്മം പൂശിയാൽ മതി, ചന്ദനവും കുങ്കുമവും കളഭവും ഒന്നും വേണ്ട. പാമ്പ് ധരിച്ചാൽ മതി, സ്വർണ്ണാഭരണം ഒന്നും വേണ്ട. കപാലം പിടിച്ചാൽ മതി, സ്വർണ്ണപാത്രങ്ങൾ വേണ്ട. അങ്ങ് അതിൽ സംതൃപ്തനാണ്. കാരണം അങ്ങയ്ക്ക് വിഷയമൃഗതൃഷ്ണയില്ല. അങ്ങ് അങ്ങയിൽ തന്നെ രമിക്കുന്നവനാണ്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം എന്നാണ് കവി ഇവിടെ പറയുന്നത്. 8ാമത്തെ ശ്ലോകം. മഹോക്ഷ ഖട്വാംഗം പരശുരജിനം ഭസ്മഫണിന കപാലം ചേതീയ തവ വരദ തന്ത്രോപകരണം സുരാസ്താം താമൃദ്ധിം ദദതിതു ഭവത് ഭ്ര പ്രണിഹിതാം നഹി സ്വാത്മാരാമം വിഷയമൃഗതൃഷ്ണ ഭ്രമയതി. അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. ധ്രുവം കശ്ചിത് സർവം സകലമപരസ്ത്വധ്രുവമിദം പരോ ദ്രവ്യാദ്രവ്യേ ജഗതി ഗദതി വ്യസ്ത വിഷയേ സമസ്തേപ്യേതസ്മിൻ പുരമഥന തൈർ വിസ്മിത ഇവ സ്തുവജ്ജിഹ്നേമി ത്വാം ന ഖലു നനു ധൃഷ്ടാ മുഖരത. ധ്രുവം കശ്ചിത് സർവം. ചില ആൾക്കാര് അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുന്ന പല ആൾക്കാരും ഇവിടെയുണ്ട്. അതിൽ ചിലർ പറയുന്നു എല്ലാം ധ്രുവമാണ്, ഇളകാതിരിക്കുന്നതിന് എല്ലാ കാലത്തുമുള്ള, അതായത് നിത്യവസ്തുവാണ് പരമമായ സത്യം. സകലം അപരസ്തു അധ്രുവമിതം. എന്നാൽ അപരന്മാര് മറ്റു ചിലർ പറയുന്നു എല്ലാം അധ്രുവമാണ്, നിത്യമല്ല, ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ നിത്യമായിട്ടൊരു വസ്തുവുമില്ല. പരോ, വേറെ ചിലരാകട്ടെ ദ്രവ്യേ, ചിലത് നിത്യമാണ്, ചിലത് നിത്യമല്ല. ജഗതി ഗദതി വ്യസ്ത വിഷയേ. ഇങ്ങനെ പല പ്രകാരത്തിൽ ആൾക്കാര് ചർച്ച നടത്തുന്നു. അതായത് ഒരാൾക്കും ഈ കാര്യത്തിൽ ഉറപ്പുണ്ടായിട്ടില്ല. അറിവുള്ള ആൾക്കാർ, പണ്ഡിതന്മാർ ഇപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ. നിത്യവസ്തു ഉണ്ടെന്നും നിത്യവസ്തു ഇല്ല എന്നും, നിത്യവുമുണ്ട് അനിത്യവുമുണ്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. സമസ്തേ അപ്യേ തസ്മിൻ പുരമഥന. അല്ലയോ ത്രിപുരങ്ങളെ ദഹിപ്പിച്ചിട്ടുള്ള ഭഗവാനെ. ഇപ്രകാരം എല്ലാവരും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരതിൽ വിസ്മിതരാണ്. കാരണം അവർക്ക് ഇത് എന്താണെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആശ്ചര്യം മാത്രമേ ഉള്ളൂ. ആ ആശ്ചര്യമുള്ളത് കൊണ്ടാണ് ധ്രുവമാണ് അധ്രുവമാണ് രണ്ടുമാണ് എന്നൊക്കെ അവർ പറയുന്നത്. തൈർ വിസ്മിത ഇവ. അങ്ങനെ അവരിയ്ക്കുന്ന സമയത്ത് സ്തുവൻ ജിഹ്നേമി ത്വാം ന ഖലു നനു ദൃഷ്ടാ മുഖരത. പണ്ഡിതന്മാരുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഒരു ലജ്ജയും കൂടാതെ ഞാനിതാ അങ്ങയെ സ്തുതിക്കുന്നു. അവർക്ക് തന്നെ മനസ്സിലായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ എന്താണ് അവകാശം? ഞാൻ അങ്ങയെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. എന്നിട്ടും ഒരു നാണവും കൂടാതെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അതെന്തുകൊണ്ടാ? നനുധൃഷ്ടാ മുഖരത. വാചാലന്മാർക്ക് വളരെയധികം ധൈര്യമുണ്ടാവും.
വല്ലാത്ത സാഹസം അവർ കാണിക്കും. അവരെന്താണ് പറയേണ്ടത് പറയാണ്ടിരിക്കേണ്ടതെന്നും ചിന്തിക്കില്ല, തോന്നുന്നതൊക്കെ പറഞ്ഞു പോകും. അതുപോലെ ഞാനും പറയുകയാണ്. കാരണം ഞാൻ വാചാലനാണ്. അങ്ങയുടെ അനുഭവം എനിക്ക് സിദ്ധിച്ചപ്പോൾ, ആ ദർശനം, ആ മഹിമ ഞാൻ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ വാക്കുകൾ സ്വയം പ്രവഹിക്കുകയാണ്. അപ്പോൾ ഒരു ലജ്ജയും എനിക്ക് അതുകൊണ്ട് തോന്നുന്നില്ല. വളരെ ധൈര്യത്തോടു കൂടി ഞാൻ അങ്ങയെ സ്തുതിക്കുകയാണ്. പക്ഷേ അങ്ങയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന ബോധവും എനിക്കുണ്ട്. അതാണ് 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ധ്രുവം കശ്ചിത് സർവം സകലമപരസ്ത്വധ്രുവമിദം പരോ ദ്രവ്യാദ്രവ്യേ ജഗതി ഗദതി വ്യസ്ത വിഷയേ സമസ്തേപ്യേതസ്മിൻ പുരമഥനതൈർവിസ്മിത ഇവ സ്തുവൻ ജിഹ്നേമി ത്വാം ന ഖലു നനു ധൃഷ്ടാ മുഖരതാ. അടുത്തത് 10ാമത്തെ ശ്ലോകമാണ്. തവൈശ്വര്യം യത്നാദ്യദുപരി വിരിഞ്ചിർ ഹരിരഥ പരിച്ഛേതും യാതാവനലമനലസ്കന്ധവപുഷ തതോ ഭക്തിശ്രദ്ധാഭര ഗുരു ഗൃണദ്ഭ്യാം ഗിരിശ യത് സ്വയം തസ്തേ താഭ്യാം തവ കിമനുവൃത്തിർന ഫലതി. പണ്ട് നടന്നൊരു സംഭവം ഓർക്കുകയാണ് പുഷ്പദന്തൻ ഇവിടെ. തവ ഐശ്വര്യം, അങ്ങയുടെ ഐശ്വര്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി യത്നിച്ചുകൊണ്ട് യത് ഉപരി വിരിഞ്ചി ഹരിരഥ പരിച്ഛേതും യാതാവനല മനലസ്കന്ധവപുഷ, അനലസ്കന്ധവപുഷനായിട്ട് അങ്ങ് ആവിർഭവിച്ചപ്പോൾ ആരാണ് ശ്രേഷ്ഠൻ എന്നൊരു തർക്കം ബ്രഹ്മാവും വിഷ്ണുവും തമ്മിലുണ്ടായി. ആ സമയത്ത് അവരുടെ ഇടയിൽ ഒരു അഗ്നിയുടെ തൂണ് ആവിർഭവിച്ചു. അതിന് തുടക്കവും കാണാനില്ല, ഒടുക്കവും കാണാനില്ല. അങ്ങനത്തെ ഒരു അഗ്നിയുടെ തൂണ് അവിടെ ആവിർഭവിച്ചു. ആ ആവിർഭവിച്ചത് അങ്ങ് തന്നെയായിരുന്നു. അങ്ങനെ ആവിർഭവിച്ചപ്പോൾ ഇതിന്റെ അവസാനം കണ്ടെത്താൻ, അറ്റം കണ്ടെത്താൻ സാധിച്ചാൽ നമ്മളാണ് ശ്രേഷ്ഠർ എന്ന് കരുതി അവർ പരിശ്രമിച്ചു. അങ്ങനെ ബ്രഹ്മദേവൻ മുകളിലേക്ക് പോയി, വിഷ്ണു താഴേക്ക് പോയി. അരയണത്തിന്റെ പുറത്ത് കയറിയാണ് ബ്രഹ്മാവ് മുകളിലേക്ക് പോയത്. വിഷ്ണു വരാഹരൂപമെടുത്ത് താഴേക്ക് പോയി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ രണ്ട് ഭാഗത്തേക്കും പോയി അവർ ഒരുപാട് യത്നിച്ചു, ഒരുപാട് പരിശ്രമിച്ചു. പക്ഷെ എന്താ ഉണ്ടായത്? അവര് തോറ്റു. അതാണ് യാതാവനലം. അവര് പരാജയപ്പെട്ടു. പരാജയപ്പെട്ടവർക്ക് മടങ്ങി വരേണ്ടി വന്നു. അങ്ങയുടെ വൈഭവത്തെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചില്ല. അങ്ങനെ അങ്ങയുടെ വൈഭവം മനസ്സിലാക്കിയിട്ടില്ല എന്ന ഭാവത്തിൽ അവർ നിന്നപ്പോൾ തതോ ഭക്തിശ്രദ്ധാഭര ഗുരു ഗൃണഭ്യാം ഗിരിഷ, അല്ലയോ ഗിരിയിൽ വസിക്കുന്നവനെ, പൂജ്യന്മാരുടെ ഹൃദയത്തിൽ ശോഭിക്കുന്നവനെ, പൂജ്യന്മാർക്ക് ഈശ്വരനായിരിക്കുന്നവനെ, അങ്ങയിൽ വളരെയധികം ഭക്തിയോടെ ശ്രദ്ധയോടെ വളരെയധികം അങ്ങയെ അവർ സ്തുതിച്ചപ്പോൾ, അങ്ങയെ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവർ അങ്ങയെ സ്തുതിച്ചു. അങ്ങനെ അങ്ങയെ സ്തുതിച്ച സമയത്ത് യസ്ത്വയം തസ്തേ താഭ്യാം തവ കിമനുവൃത്തിർന ഫലതി, അങ്ങനെയുള്ള അവർക്ക് അങ്ങ് തൻ്റെ സ്വരൂപത്തെ വെളിവാക്കി കൊടുത്തു. താൻ ആരെന്നുള്ള ബോധം അവർക്ക് കൊടുത്തു. അനന്തമൂർത്തിയാണ് താൻ, തനിക്ക് തുടക്കവും ഒടുക്കവും ഇല്ല എന്ന ജ്ഞാനം വിഷ്ണുവിനും ബ്രഹ്മാവിനും അങ്ങ് പ്രദാനം ചെയ്തു. അപ്പോൾ അങ്ങയെ സ്തുതിച്ചാൽ അതൊരിക്കലും വിഫലമായി പോവുകയില്ല എന്നെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാനും സ്തുതിക്കുന്നത്. എനിക്കും അതിൻ്റെ ഫലമായിട്ട് അങ്ങയുടെ സ്വരൂപബോധം സിദ്ധിക്കുമെന്ന് ഉറപ്പാണ്. പുരാണ പ്രസിദ്ധമായിട്ടുള്ള കഥയാണ്. കഥയിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. ഇവിടെ അത് പറയുന്നില്ല. അതായത് ബ്രഹ്മാവ് താൻ കണ്ടുവെന്ന് കളവ് പറയും, ഒരു പൂവിനെ സാക്ഷിയാക്കും, ബ്രഹ്മാവിന് ശിക്ഷ കിട്ടും, അദ്ദേഹത്തിൻ്റെ ഒരു തല അറുക്കപ്പെടും. 5 തലയുണ്ടായിരുന്നുവെന്നും പിന്നീട് 4 തലയുള്ളവനായി എന്നും ഒക്കെ ചില പുരാണങ്ങളിൽ കഥയുണ്ട്. പക്ഷെ ഇവിടെ അതൊന്നും പറയുന്നില്ല. ആരെയും നിന്ദിക്കേണ്ട എന്ന് കരുതിയിട്ടാവാം ഇവിടെ ബ്രഹ്മാവും വിഷ്ണുവും അങ്ങയെ അന്വേഷിക്കാൻ ശ്രമിച്ചു. അവർക്ക് അറിയാൻ സാധിച്ചില്ല. അവരങ്ങയെ സ്തുതിച്ചു. അങ്ങ് സ്വരൂപം വ്യക്തമാക്കി കൊടുത്തു എന്നാണ് പുഷ്പദന്തൻ പറയുന്നത്. തവൈശ്വര്യം യത്നാദ്യദുപരി വിരിഞ്ചിർ ഹരിരഥ പരിച്ഛേതും യാതാവനലമനലസ്കന്ധവപുഷ തതോ ഭക്തിശ്രദ്ധാഭര ഗുരു ഗൃണഭ്യാം ഗിരിശ യത് സ്വയം തസ്തേ താഭ്യാം തവ കിമനുവൃത്തിർന ഫലതി. അടുത്തത് 11ാമത്തെ ശ്ലോകമാണ്. അയത്നാദാപാദ്യ ത്രിഭുവനമവൈരവ്യതികരം ദശാസ്യോ യദ്ബാഹൂനഭൃതരണകണ്ടു പരവശാൻ ശിരഃ പദ്മശ്രേണീരചിത ചരണാംഭോരുഹ ബലേ സ്ഥിരായാസ്ത്വദ്ഭക്തേ സ്ത്രിപുരഹര വിസ്ഫൂർജിത ഇദം. അദ്ദേഹത്തിന്റെ മഹിമ വർണ്ണിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ സ്തുതിച്ചിട്ടുള്ള ഒരു ഭക്തനെ കുറിച്ച് പറയുകയാണ്. അസാധാരണ ഭക്തനാണ്. ആരാണ്? അയത്നാദാപാദ്യ ത്രിഭുവന അവൈര വ്യതികരം. ഒരല്പം പോലും പരിശ്രമമില്ലാതെ തന്നെ 3 ലോകങ്ങളെയും ശത്രുക്കളില്ലാത്ത വിധം ജയിച്ചിരിക്കുന്നവൻ ആരാണ്? ദശാസ്യോ, 10 തലയുള്ളവൻ. ആരാ? രാവണൻ. രാവണൻ അങ്ങയുടെ മഹിമ കൊണ്ട് എല്ലാവരെയും ജയിച്ചു.
ഇനിയിപ്പോ രാവണന് ശത്രുവായിട്ട് ആരുമില്ല. അങ്ങനത്തെ ഭാവത്തെ രാവണൻ പ്രാപിച്ചു. യദ് ബാഹൂനഭൃത രണകണ്ടു പരവശാൻ. അങ്ങനെയുള്ള രാവണന്റെ കൈകള് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? യുദ്ധത്തിനു വേണ്ടി. അതായത് യുദ്ധം കൊതിച്ചുകൊണ്ടിരിക്കുന്ന കൈകളോടൊത്ത രാവണൻ. രാവണന് 20 കൈകളുണ്ട്, 10 തലകളുണ്ട്. അങ്ങനെയുള്ള രാവണൻ 3 ലോകത്തെയും ജയിച്ചു. ആ രാവണൻ ശിരഃ പത്മശ്രേണി രചിത ചരണാംബോരുഹ ബലേ, അങ്ങേക്ക് ബലി അർപ്പിച്ചു, സമർപ്പണം കൊടുത്തു. എന്താണ്? തന്റെ 10 തലകളിൽ നിന്നും തലകളെ താമരയായിട്ട് സ്വീകരിച്ച് അതിനെ പറിച്ചെടുത്തുകൊണ്ട് അങ്ങേക്ക് സമർപ്പിച്ചു. അങ്ങനെ സമർപ്പിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തൻ എന്ന പദവി കിട്ടിയതും ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയതും. അപ്പൊ അതെങ്ങനെയാണ് സംഭവിച്ചത്? സ്ഥിരായാസ്ത്വദ്ഭക്തി ത്വദ്ഭക്തേ ത്രിപുരഹര വിസ്ഫൂർജിതമിതം. അല്ലയോ ത്രിപുരങ്ങളെ ഹരിച്ചിരിക്കുന്ന ഭഗവാനെ, വളരെ പെട്ടെന്ന് യദൃച്ഛയായാണ് രാവണനിൽ ഈ ഭക്തി സംഭവിച്ചത്. രാവണൻ അങ്ങയുടെ മഹിമ മനസ്സിലാക്കിയപ്പോൾ രാവണന് അങ്ങയിൽ ഭക്തിയുണ്ടായി. അങ്ങനെ ഭക്തി ഉണ്ടായപ്പോൾ അങ്ങയെ അർച്ചിച്ചു. സ്വന്തം ശിരസ് തന്നെ ഹോമിച്ചുകൊണ്ട് അർച്ചിച്ചു. ഭഗവാൻ ആവിർഭവിച്ച് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തിന്റെ ബലം കൊണ്ടാണ് പിന്നീട് ഒരുപാട് കാര്യങ്ങൾ രാവണൻ ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദുഷ്ടൻ പോലും അങ്ങയെ അർച്ചിച്ചപ്പോൾ അങ്ങ് അവന് അനുഗ്രഹം കൊടുത്തു. അവൻ ആ ഭക്തി വളരെ യാദൃശ്ചികമായിട്ടാണ് സംഭവിച്ചത്. അതാണ് വിസ്ഫോർജിതമിതം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായില്ല. അങ്ങയുടെ മഹിമ മനസ്സിലാക്കിയപ്പോൾ അവന്റെ ഉള്ളിൽ നിന്നും ആ ഭക്തി വന്നു. ആ ഭക്തി വന്നതുകൊണ്ട് രാവണന് ഗുണമുണ്ടായി. അതാണ് 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അയത്നാദാപാദ്യ ത്രിഭുവനം അവൈരവ്യതികരം ദശാസ്യോ യദ്ബാഹൂനഭൃതരണ കണ്ടു പരവശാൻ ശിരപത്മശ്രേണീ രചിത ചരണാംഭോരുഹ ബലേ സ്ഥിരായാസ്ത്വദ്ഭക്തേ ത്രിപുരഹര വിസ്ഫൂർജിതമിതം. അടുത്തത് 12ാമത്തെ ശ്ലോകം. അമുഷ്യത്വത്സേവാ സമധിഗത സാരം ഭുജവനം ബലാത് കൈലാസേപി ത്വദതി വസതൗ വിക്രമയതഃ അലഭ്യ പാതാലേ അംഗുഷ്ടശിരസി പ്രതിഷ്ഠാ ത്വയ്യാസീത് ധ്രുവമുപചിതൗ മുഹ്യതി കലഃ. ദുഷ്ടന്മാര് ഭക്തരാണെങ്കിലും അവരുടെ ദുഷ്ടതരം കാണിക്കും. ഇപ്പൊ രാവണനും അങ്ങനെ ഒരു കാര്യം ചെയ്തു. അതാണ് ഇവിടെ പറയുന്നത്. അമുഷ്യ ത്വത്സേവാ സമധിഗത സാരം ഭുജവനം. അവന്, ഈ രാവണന് അങ്ങയെ സേവിച്ചതുകൊണ്ടാണ് വളരെയധികം ബലമുള്ള ഭുജവനത്തെ ലഭിച്ചത്. ഭുജങ്ങളുടെ വനം. കാരണം ഒരു കൈയോ 2 കൈയോ അല്ല, 20 കൈകളുണ്ട്. അപ്പോൾ വൃക്ഷങ്ങൾ നിറഞ്ഞിട്ടുള്ള വനം പോലെ അദ്ദേഹത്തിന് കൈകളുണ്ട്. അങ്ങനെയുള്ള അവന്റെ കൈകൾക്ക് നല്ല ബലമുണ്ട്. ആ ബലം ലഭിച്ചത് അങ്ങയെ സേവിച്ചത് കൊണ്ടാണ്, അങ്ങയുടെ പാദങ്ങളിൽ അർച്ചിച്ചത് കൊണ്ടാണ്. അങ്ങനെയുള്ള രാവണൻ ഒരിക്കൽ തന്നെ ശിവനെ പൂജിക്കാനായിട്ട് ദിവസവും ഇവിടെ വരാൻ പറ്റില്ല. അപ്പൊ ശിവനെ കൊണ്ടുപോയി തന്റെ അടുത്ത് തന്നെ വെക്കാം, കൈലാസത്തെ പൊക്കി കൊണ്ടുപോകാം എന്ന ധാർഷ്ട്യത്തോടെ ബലമായിട്ട് കൈലാസേപി ത്വദ് അധിവസതൗ വിക്രമയത. അങ്ങ് വസിക്കുന്ന അങ്ങയുടെ വാസസ്ഥാനമായ കൈലാസത്തിന്റെ നേർക്ക് പോലും വിക്രമം കാട്ടി അതിനെ തന്റെ 20 കൈകൊണ്ട് പൊക്കാൻ ശ്രമിച്ചു. പൊക്കി രാവണൻ. അങ്ങനെ പൊക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? അലഭ്യ പാതാലേപി അലസ ചലിതാംഗുഷ്ട ശിരസി പ്രതിഷ്ഠ ത്വയ്യാസി ധ്രുവമുപചിതൗ മുഹ്യതി ഖല. അങ്ങനെ രാവണൻ ആ 20 കൈകളിൽ കൈലാസത്തെ പൊക്കിയപ്പോൾ അങ്ങയുടെ കാൽവിരലിന്റെ അറ്റം കൊണ്ട് വെറുതെ പതുക്കെ അലസമായിട്ടൊന്ന് അമർത്തിയതും ആ പർവ്വതം താഴേക്കിരുന്നു. രാവണന്റെ 20 കൈകളും കുടുങ്ങിപ്പോയി. അങ്ങനെ കുടുങ്ങിപ്പോയ രാവണൻ അവിടെ നിന്ന് അവന് അലഭ്യ പാതാലയപ്പി, പാതാളത്തിൽ പോലും ഗതിയില്ല രാവണന്. അസുരന്മാർക്ക് അവസാന ആശ്രയം എപ്പോഴും പാതാളാണ്, അവിടെയാണ് പോവുക. അവിടെ പോലും ആ രാക്ഷസന് ഗതി കിട്ടിയില്ല. അങ്ങനത്തെ ഭാവമായി. അങ്ങനെ നിന്ന് അദ്ദേഹമാണ് അവിടെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ശിവതാണ്ഡവ സ്തോത്രം രചിച്ചിട്ടുള്ളത്. അതിവിടെ പറയുന്നില്ല, പക്ഷെ അങ്ങനെയാണ് രാവണൻ രചിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള അദ്ദേഹത്തിന് പാതാളത്തിൽ പോലും പ്രതിഷ്ഠ കിട്ടിയില്ല, ആശ്രയം കിട്ടിയില്ല. ത്വയ്യാസി ധ്രുവം ഉപചിതോ മുഹ്യതി ഖല. അങ്ങയിൽ നിന്നും നേടിയെടുത്തിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളുമുള്ള അവൻ ദുഷ്ടനായതുകൊണ്ട് മോഹിക്കപ്പെട്ടു. അവന് മോഹം തോന്നിയത് കൊണ്ടാണല്ലോ അവൻ ആ കൈലാസം പൊക്കാൻ നോക്കിയത്. അപ്പോൾ അങ്ങയോട് ഭക്തിയുള്ളത് കൊണ്ട് പലതും നേടി, പക്ഷെ ഉള്ളിൽ ദുഷ്ടനായതുകൊണ്ട് ആ നേട്ടങ്ങൾക്കിടയിലും അവന് മോഹം സംഭവിച്ചു. അവൻ വിസ്മരിച്ചുകൊണ്ട്, അങ്ങയുടെ മഹിമയെ വിസ്മരിച്ചുകൊണ്ട് ഈ സാഹസം കാട്ടാൻ മുതിർന്നു. അപ്പൊ ഇവിടെ ഒരു പാഠം കൂടിയുണ്ട്. ഭക്തി മാത്രം ഉണ്ടായാൽ പോല സദ്ഗുണവും നമ്മൾ വളർത്തണം. ദുഷ്ടതകൾ ഉള്ളിൽ ശേഷിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്രവൃത്തി നമ്മളും ചെയ്യും. ചെയ്താൽ ഭഗവാൻ ദണ്ഡിക്കും, അത് ഉറപ്പാണ്.
അമുഷ്യ ത്വത്സേവാസമധിഗതസാരം ഭുജവനം ബലാത് കൈലാസേപി ത്വദധിവസതൗ വിക്രമയത അലഭ്യാപാതാലേപ്യലസചലിതാംഗുഷ്ടശിരസി പ്രതിഷ്ഠാ ത്വയ്യാസീത് ധ്രുവമ ഉപചിതോ മുഹ്യതി ഖല. ഇതായിരുന്നു 12ാമത്തെ ശ്ലോകം. അടുത്തത് 13ാമത്തെ ശ്ലോകമാണ്. യദ്ഋദ്ധിം സുത്രാം നോ വരദ പരമോച്ചൈരപി സതീം അധശ്ചക്രേ ബാണ പരിജന വിധേയ ത്രിഭുവന ന തച്ചിത്രം തസ്മിൻ വസിതരി ത്വച്ചരണയോർ ന കസ്യാ ഉന്നത്यै ഭവതി ശിരസസ്ത്വയ്യവനതി. ഭഗവാന്റെ മറ്റൊരു ഭക്തന്റെ കാര്യം പറയുകയാണ്. ബാണനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യദ്ഋദ്ധിം, ആരുടെ അഭിവൃദ്ധിയാണോ സമൃദ്ധിയാണോ, സുത്രാംനോ വരദ പരമോച്ചൈരപി സതീം അധശ്ചക്രേ, ഇന്ദ്രന്റെ ഐശ്വര്യത്തെ പോലും അധികരിക്കുന്ന വിധമുള്ള ഐശ്വര്യത്തെ ആര് നേടിയോ അങ്ങനെയുള്ള ബാണൻ പരിജന വിധേയ ത്രിഭുവന, അവന് 3 ലോകങ്ങളും സേവകരായിട്ട് ഭവിച്ചു. അവൻ ഇന്ദ്രനെ ആണല്ലോ സാധാരണ 3 ലോകങ്ങളുടെയും രാജാവായിട്ട് കാണുന്നത്. ആ ഇന്ദ്രന്റെ ഐശ്വര്യത്തെ പോലും മറികടന്നുകൊണ്ട് എല്ലാ ലോകങ്ങളും അവനെ സേവിക്കുന്ന വിധമുള്ള വൈഭവം ആ ബാണന് കിട്ടി. ന തച്ചിത്രം, ആ കാര്യത്തിൽ വലിയ ആശ്ചര്യമൊന്നുമില്ല. ബാണൻ എങ്ങനെ ഇത് സാധിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് വലിയ ആശ്ചര്യമൊന്നും തോന്നുന്നില്ല. തസ്മിൻ വസിതരി ത്വച്ചരണയോർ, അങ്ങയുടെ പാതാരവിന്ദങ്ങളെ അർച്ചിച്ചുകൊണ്ടിരിക്കുന്ന അവനിൽ ഇങ്ങനെ ഒരു ഐശ്വര്യം ഉണ്ടായതിൽ എനിക്കൊരു അത്ഭുതവുമില്ല. കാരണം ന കസ്യ ഉന്നത്यै ഭവതി ശിരസസ്ത്വയ്യവനതി, അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ആരാണോ തൻ്റെ ശിരസിനെ നമിക്കുന്നത്, വണങ്ങുന്നത്, അങ്ങനെയുള്ളവന് എന്ത് ഉന്നതിയാണ് ഭവിക്കാതിരിക്കുന്നത്? എല്ലാ ഉന്നതികളും ഉണ്ടാവും, എല്ലാ ഉയർച്ചയും അങ്ങനെയുള്ളവന് കിട്ടും. ലോകത്തിൽ ശിരസ്സുയർത്തി നിൽക്കണമെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ ശിരസ് കുനിക്കാൻ പഠിക്കണം. അങ്ങനെ പഠിച്ചവർക്ക് എല്ലാ അഭിവൃദ്ധിയും ഉണ്ടാവും എന്നാണ് ഇവിടെ പുഷ്പദന്തൻ ഓർമ്മപ്പെടുത്തുന്നത് ബാണന്റെ ഉദാഹരണത്തിലൂടെ. യദ്ഋദ്ധിം സൂത്രാംനോ വരദ പരമോച്ചൈരപി സതീമധശ്ചക്രേ ബാണ പരിജന വിധേയ ത്രിഭുവന ന തച്ചിത്രം തസ്മിൻ വസിതരി ത്വച്ചരണയോർ ന കസ്യാ ഉന്നത്यै ഭവതി ശിരസസ്ത്വയ്യവനതി. അടുത്തത് 14ാമത്തെ ശ്ലോകമാണ്. അകാണ്ഡ ബ്രഹ്മാണ്ഡ ക്ഷയചകിത ദേവാസുര കൃപാ വിധേയസ്യാസീദ് യസ്തൃനയന വിഷം സംഹൃതവത സകൽമാശ കണ്ഠേ തവ ന കുരുതേ ന ശ്രിയമഹോ വികാരോപി ശ്ലാഘ്യോ ഭുവന ഭയഭംഗവ്യസനിന. ഭഗവാന്റെ മഹിമയെ വർണ്ണിക്കുന്ന ഏറ്റവും പ്രസിദ്ധമായ ലീലയെ ഓർക്കുകയാണ് ഇവിടെ കവി. അകാണ്ഡ ബ്രഹ്മാണ്ഡ ക്ഷയചകിത, സമസ്ത ബ്രഹ്മാണ്ഡവും ഇല്ലാതെയാകുന്നു എന്ന് കണ്ട് ഭയത്തോടുകൂടി നിൽക്കുന്ന ദേവാസുരന്മാരോട് കൃപാവിധേയസ്യ, കൃപയുള്ളവനായിരിക്കുന്ന ആസീദ് യസ്തൃനയന, അങ്ങനെ ഇരിക്കുന്ന 3 കണ്ണുകളോട് കൂടിയ അങ്ങ്, അതായത് ലോകം മുഴുവൻ ഇല്ലാതെയാകാൻ പോകുന്ന ഒരു സന്ദർഭമുണ്ടായി. ആ സമയത്ത് ദേവന്മാരും അസുരന്മാരും തുടങ്ങിയിട്ടുള്ള എല്ലാ ആൾക്കാരും വളരെയധികം ഭയന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ ലോകത്തിലുള്ള ആൾക്കാരുടെ ഭയം കണ്ടപ്പോൾ കരുണ തോന്നിയ അങ്ങ് 3 കണ്ണുള്ളവൻ വിഷം സംഹൃതവത, ആ വിഷത്തെ പാനം ചെയ്തു. കാളകൂട്ടം എന്ന വിഷം, ഹാലാഹലം എന്ന് പറയുന്ന വിഷം അവിടെ ആ പാലാഴി മഥന സമയത്ത് ആവിർഭവിച്ച സന്ദർഭമാണ് ഇവിടെ ഓർക്കുന്നത്. അങ്ങനെ ആ വിഷം ഉദ്ഭവിച്ചപ്പോൾ അത് ലോകം മുഴുവൻ സംഹരിക്കുമെന്ന സ്ഥിതിയായി. എല്ലാവരും ഭയന്നു, എന്തു ചെയ്യണമെന്ന് അറിയുന്നില്ല. പരമശിവനെ സ്തുതിച്ചു, അത് മാത്രമേ രക്ഷയുള്ളൂ. അപ്പൊ മഹാദേവൻ അവിടെ ആവിർഭവിച്ച് ആ വിഷത്തെ പാനം ചെയ്തു. ആരെങ്കിലും വിഷം കുടിക്കൂ അറിഞ്ഞുകൊണ്ട്? ഭഗവാൻ അത് ചെയ്തു. ഭക്തരോട് അത്രയും വാത്സല്യമുള്ളവനാണ്. അങ്ങനെ ആ വിഷത്തെ കുടിച്ചപ്പോൾ സകൽമാശ കണ്ഠേ തവന കുരുതേ ന ശ്രിയമഹോ, ആ വിഷം അങ്ങയുടെ കണ്ഠത്തിൽ ഒരു കളങ്കമായി, നീല നിറം രൂപിച്ചു. പക്ഷേ അത് അങ്ങയുടെ ഐശ്വര്യമായിട്ടല്ലേ ഭവിച്ചത്? അത് അങ്ങയുടെ അനൈശ്വര്യമല്ല, ഐശ്വര്യം തന്നെയാണ്. അതായത് അത് കാണാൻ ഒരു നിറമായി കഴിഞ്ഞാൽ സാധാരണ അതൊരു കളങ്കമാണ്. പക്ഷെ ഭഗവാൻ അതൊരു ആഭരണമായി, നീലകണ്ഠൻ എന്ന പേര് തന്നെ കിട്ടി. അപ്പൊ അങ്ങനെ അങ്ങേക്ക് അതൊരു ശ്രിയമായിട്ട്, ഒരു ഐശ്വര്യമായിട്ട് തന്നെ അത് ഭവിച്ചു. വികാരോപി ശ്ലാഘ്യോ ഭുവന ഭയഭംഗ വ്യസനിന, 3 ലോകങ്ങളുടെയും ഭയത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നവരുടെ ചെയ്തുകൊണ്ട് അവർക്ക് എന്തെങ്കിലും വികാരമുണ്ടായാൽ, വികാരം എന്ന് പറയുമ്പോൾ അവരുടെ ശരീരത്തിന് എന്തെങ്കിലും ഭേദമുണ്ടായാൽ, അതിൻ്റെ സ്വരൂപത്തിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസമുണ്ടായാൽ, അപ്പോൾ വികൃതമായ ഭാവം സംഭവിച്ചാൽ പോലും അത് ശ്ലാഘ്യമായി ഭവിക്കും, എല്ലാവരാലും പ്രശംസനീയമായിട്ട് ഭവിക്കും. അതുകൊണ്ട് അങ്ങ് നീലകണ്ഠനായിട്ട് ഭവിച്ചു.
കാരണം അങ്ങ് ഭുവന ഭയഭംഗ വ്യസനിന, 3 ലോകങ്ങളുടെയും ഭയത്തെ ഇല്ലാതെയാക്കുന്നവനാണ്. അതുകൊണ്ട് അങ്ങേക്ക് അത് ശ്ലാഘ്യമായിട്ട് ഭവിച്ചു. ഇതാണ് 14ാമത്തെ ശ്ലോകം. അകാണ്ഡ ബ്രഹ്മാണ്ഡ ക്ഷയചകിത ദേവാസുര കൃപാ വിധേയസ്യാസീദ്യസ്തൃനയന വിഷം സംഹൃതവത സകൽമാശ കണ്ഠേ തവ ന കുരുതേ ന ശ്രിയമഹോ വികാരോപി ശ്ലാഘ്യോ ഭുവന ഭയഭംഗ വ്യസനിന. അടുത്തത് 15ാമത്തെ ശ്ലോകമാണ്. അസിദ്ധാർത്ഥാനൈവ ക്വചിദപി സദേവാസുരനരേ നിവർത്തന്തെ നിത്യം ജഗതി ജൈനോ യസ്യ വിശിഖാ സ പശ്യന്നീശ ത്വാം ഇതരസുരസാധാരണമഭൂത് സ്മരസ്മർത്തവ്യാത്മാ നഹി വശിഷു പഥ്യപരിഭവ. ശിവന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലീലയെ ഓർക്കുകയാണ് കവി ഇവിടെ. അസിദ്ധാർത്ഥ നൈവ ക്വചിദപി സദേവാസുരനരേ നിവർത്തന്തെ നിത്യം ജഗതി ജൈനോ യസ്യ വിശിഖ. ആരുടെ ബാണങ്ങളാണോ ദേവന്മാരുടെയോ അസുരന്മാരുടെയോ നരന്മാരുടെയോ നേർക്ക് അയക്കപ്പെട്ടാൽ ഒരിക്കലും സിദ്ധമാകാതെ മടങ്ങി വരാത്തത്, അതായത് എപ്പോഴയച്ചാലും അതതിൻ്റെ ലക്ഷ്യം ഭേദിക്കും, അങ്ങനെയുള്ള എപ്പോഴും ജയിച്ചു കൊണ്ടിരിക്കുന്ന സ്മരൻ, അതായത് കാമദേവൻ. സ പശ്യൻ ഈശ, അവൻ അങ്ങയെ കണ്ടു. ത്വം ഇതര സുരസാധാരണം അഭൂത്, അങ്ങ് എല്ലാവർക്കും ഈശ്വരനായിരിക്കുന്നവനാണ്. പക്ഷെ അങ്ങനെയുള്ള അങ്ങയെ ആ കാമദേവൻ മറ്റു സുരന്മാർക്ക് പോലെയുള്ള സാധാരണക്കാരനാണെന്ന് തെറ്റിദ്ധരിച്ചു. സുരന്മാരെയൊക്കെ സ്വാധീനിക്കാൻ തന്റെ അമ്പുകൾക്ക് പുഷ്പബാണങ്ങളാണ്, 5 ബാണങ്ങളാണ്. അതുകൊണ്ടാണ് കാമദേവൻ ആൾക്കാരെ മോഹിപ്പിക്കുന്നത്. അപ്പൊ സുരന്മാരെയൊക്കെ മോഹിപ്പിക്കാൻ സാധിക്കുന്ന എനിക്ക് മറ്റൊരു സുരനായിരിക്കുന്ന ഈ ഈശ്വരനെ, ഈ ശിവനെയും മോഹിപ്പിക്കാൻ പറ്റുമെന്ന് കാമദേവൻ തെറ്റിദ്ധരിച്ചു. അതാണ് അഭൂത് സ്മര എന്ന് പറയുന്നത്. സ്മരൻ എന്നാൽ കാമദേവൻ. സ്മർത്തവ്യാത്മാനഹി വശിഷു പഥ്യ പരിഭവ, അങ്ങനെയുള്ള അവൻ വെറും സ്മരിക്കപ്പെടുന്ന രൂപത്തോടു കൂടിയവനായി. എന്തു പറ്റി? ഭഗവാൻ 3ാം കണ്ണ് തുറന്നു, അവനെ ഭസ്മമാക്കി, അനങ്കനാക്കി, ശരീരമില്ലാത്തവനായി. അപ്പൊ അവനെ ആൾക്കാർ ഓർക്കുമ്പോൾ മാത്രമേ അവന് നിലനിൽപ്പുള്ളൂ എന്ന ഭാവമായി. അങ്ങനെയുള്ളവനായി ഭവിച്ചു. നഹി വശിഷു പഥ്യ പരിഭവ, എല്ലാത്തിനെയും തൻ്റെ വശത്താക്കിയിരിക്കുന്ന യോഗീശ്വരേശ്വരനായിരിക്കുന്ന അങ്ങയോട് ഇത്തരം പ്രവൃത്തികൾ പഥ്യമല്ല. അങ്ങയോട് ഇത്തരം ദോഷങ്ങൾ ചെയ്താൽ അതുകൊണ്ട് ദോഷം തന്നെ ഉണ്ടാവൂ. കാരണം അങ്ങ് വശിയാണ്. വശി എന്ന് പറഞ്ഞാൽ എല്ലാ വശികളിലും വെച്ച് വശിയാണ്. വശി എന്നാൽ വശത്താക്കിയവൻ, ലോകത്തെ മുഴുവൻ വശത്താക്കിയവൻ, തൻ്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും എല്ലാം വശത്താക്കിയവൻ. അങ്ങനെ ഇരിക്കുന്ന യോഗിയാണ്, യോഗേശ്വരനാണ് അങ്ങ്. അതുകൊണ്ട് അങ്ങയുടെ നേർക്ക് ഇത്തരം ദോഷങ്ങൾ ചെയ്താൽ അത് ചെയ്യുന്നവനെ ദോഷമാകൂ, അങ്ങേക്ക് അത് ബാധിക്കുകയില്ല. ഇതായിരുന്നു 15ാമത്തെ ശ്ലോകം. അസിദ്ധാർത്ഥാനൈവ ക്വചിദപി സദേവാസുരനരേ നിവർത്തന്തെ നിത്യം ജഗതി ജൈനോ യസ്യ വിശിഖാ സ പശ്യന്നീശ ത്വം ഇതരസുരസാധാരണമഭൂത് സ്മരസ്മർത്തവ്യാത്മാ നഹി വശിഷു പഥ്യ പരിഭവ. അടുത്തത് 16ാമത്തെ ശ്ലോകമാണ്. മഹീപാദാഘാതാത് വ്രജതി സഹസാ സംശയപദം പദം വിഷ്ണോർഭ്രാമ്യത് ഭുജപരിഘ രുഗ്നഗ്രഹഗണം മുഹുർദ്യൗർധൗസ്ത്യം യാതി അനിഭൃത ജടാതാഡിത തടാ ജഗദ്രക്ഷായൈ ത്വം നടസി നനു വാമൈവ വിഭുത. അങ്ങ് നടരാജനാണ്, നൃത്തമാടുന്നവനാണ്. എന്തിനു വേണ്ടിയാണ് അങ്ങ് നൃത്തമാടുന്നത്? ജഗത് രക്ഷായൈ ത്വം നടസി, അങ്ങ് ജഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നടനമാടുന്നത്. നനു വാമൈവ വിഭുത, എന്നാൽ അത് വിപരീതമായി ഭവിക്കുന്നു എന്ന് ആൾക്കാർക്ക് തോന്നിപ്പോകും. എന്തുകൊണ്ടാണ്? മഹി പാദാഘാതാത് വ്രജതി സഹസാ സംശയപദം. അങ്ങ് ആടാൻ തുടങ്ങുമ്പോൾ, അങ്ങയുടെ പാദസ്പർശമേൽക്കുമ്പോൾ ഭൂമി ഇളകുന്നു. ഭൂമിക്ക് സംശയമാകുന്നു, തനിക്ക് തന്റെ സ്ഥാനം തെറ്റിപ്പോകുമോ എന്ന് തോന്നുന്നു. വിഷ്ണോർ ഭ്രാമ്യൻ, പദം വിഷ്ണോർ ഭ്രാമ്യത്, വിഷ്ണുവിന്റെ ലോകം ഇളകാൻ തുടങ്ങുന്നു. ഭുജപരിക രുഗ്ന ഗ്രഹഗണം, ഗ്രഹങ്ങളുടെ ഗണം അങ്ങയുടെ കൈയിന്റെ ചലനം തട്ടി സ്ഥാനം തെറ്റിപ്പോകുന്നു. മുഹുദ്യൗർധൗസ്ത്യം യാതി അനിഭൃത ജടാതാഡിത തടാ, സ്വർലോകത്തിൽ മറ്റു ലോകങ്ങളിലുള്ളവരുടെയൊക്കെ തീരപ്രദേശത്ത് അങ്ങയുടെ ജട തട്ടിക്കൊണ്ട് അവിടെയും ഇളക്കം സംഭവിക്കുന്നു. അങ്ങ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ കാല് ചലിക്കുന്നു, കൈ ചലിക്കുന്നു, ജട ചലിക്കുന്നു. അങ്ങനെ അങ്ങ് നൃത്തം വെക്കുമ്പോൾ ലോകം മുഴുവൻ കുലുങ്ങുകയാണ്. അത്രയും വലിപ്പമുള്ളവനാണ് അങ്ങ്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് നടനമാടുന്നതെങ്കിലും അങ്ങയുടെ ആ വലിപ്പം കൊണ്ട് ലോകമൊക്കെ ചലിക്കുമ്പോൾ ലോകമില്ലാതെയാക്കാൻ വേണ്ടിയാണോ എന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു. വാസ്തവത്തിൽ ലോകമംഗളാർത്ഥമാണ് അങ്ങ് താണ്ഡവം ആടുന്നത്. ഇതായിരുന്നു 16ാമത്തെ ശ്ലോകം. മഹീപാദാഘാതാത് വ്രജതി സഹസാ സംശയപദം പദം വിഷ്ണോർഭ്രാമ്യത് ഭുജപരിഘരുഗ്നഗ്രഹഗണം മുഹുർദ്യൗർദൗസ്ത്യം യാത്തി അനിവൃത ജടാതാഡിത തടാ ജഗദ്രക്ഷായൈ ത്വം നടസി നനു വാമൈവ വിബുധ. അടുത്തത് 17ാമത്തെ ശ്ലോകമാണ്. വിയദ്വ്യാപി താരാഗണ ഗുണിതഭേനോദ്ഗമരുചി പ്രവാഹോ വാരാമ്യ പൃഷതലഘു ദൃഷ്ട ശിരസിതേ ജഗദ്വീപാകാരം ജലധിവലയം തേന കൃതം ഇത്യനേനൈവോന്നേയം ധൃതമഹിമ ദിവ്യം തവ വപുഃ. അങ്ങയുടെ താണ്ഡവത്തിന്റെ വലിപ്പം കൊണ്ട് ലോകം മുഴുവൻ ഇളകുന്നത് കൊണ്ട് അങ്ങ് എത്ര വലിപ്പമുള്ളവനാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു. അതൊന്നുകൂടി വ്യക്തമാക്കുകയാണ്. അങ്ങയുടെ വലിപ്പം എത്രയാണെന്ന് കാണിക്കാൻ മറ്റൊരു ഉദാഹരണം എടുക്കുകയാണ്. വിയദ്വ്യാപി, ആകാശത്തെ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന താരാഗണ ഗുണിത ഭേനോദ്ഗമ രുചി, താരാഗണങ്ങളുടെ പ്രകാശമേറ്റുകൊണ്ട് തിളങ്ങുന്ന ഭേനങ്ങളോട് പതകളോട് കൂടിയിട്ടുള്ള അങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രവാഹോ, പ്രവാഹം. ഏതാ പ്രവാഹം? ഗംഗാപ്രവാഹം. ആകാശഗംഗയുടെ പ്രവാഹത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആകാശത്തിലൂടെ ഇതിങ്ങനെ വരികയാണ്. വാരാമ്യ, അതിൻ്റെ ജലത്തെ പൃഷതലഘു ദൃഷ്ട ശിരസിതേ, ആകാശം മുഴുവൻ വ്യാപിച്ച് താരാഗണങ്ങളുടെ തിളക്കമെല്ലാം ഏറ്റ് അങ്ങനെ വരുന്ന ആ വലിയ പ്രവാഹം അങ്ങയുടെ ജടയിൽ ഒരു ചെറിയ ബിന്ദുവിന് സമാനമായിട്ട് വളരെ ചെറുതായിട്ട് കാണപ്പെടുന്നു. ഇത്രയും വലിയ പ്രവാഹമാണ് അത് അങ്ങയുടെ ജടയിൽ അങ്ങ് ധരിച്ചപ്പോൾ ഒരു വളരെ ചെറിയ കണികയ്ക്ക് പോലെയാണ് കാണപ്പെടുന്നത്. ജഗദ്വീപാകാരം ജലധിവലയം തേന കൃതം, ആ ഗംഗാജലത്തെ അങ്ങ് ജടയിൽ നിന്നും പുറത്തേക്ക് വിട്ടപ്പോൾ അത് ലോകം മുഴുവൻ വ്യാപിച്ച് സമുദ്രമായിട്ട് ഭവിച്ചു. ലോകത്തെ മുഴുവൻ ചുറ്റുന്ന സമുദ്രമായിട്ട് ഭവിച്ചു ആ ഗംഗ. അനേനൈവോന്നേയം ധൃതമഹിമ ദിവ്യം തവ വപുഃ, അങ്ങയുടെ ദിവ്യമായ വപുസ്സിന്റെ ദേഹത്തിന്റെ മഹിമ ഈ ഒരു ഉദാഹരണം കൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതല്ലേ എന്നാണ് കവി പറയുന്നത്. മനസ്സിലാക്കാൻ പറ്റും. അതായത് ലോകം മുഴുവൻ വ്യാപിച്ചു വന്ന ഗംഗ, ലോകത്തെ മുഴുവൻ, ഭൂമിയെ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഗംഗ അങ്ങയുടെ ജടയിൽ ഒരു ബിന്ദുവിന് സമാനമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങയുടെ ദേഹത്തിന്റെ വലിപ്പം എത്രയാണ്, അങ്ങയുടെ മഹിമയുടെ വലിപ്പം എത്രയാണ് എന്ന് ഞാൻ ഓർത്തു പോവുകയാണെന്ന് പുഷ്പദന്തൻ ഇവിടെ 17ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. അതാണ് ജഗദ്വീപാകാരം, ജഗത്തിനെ ഒരു ദ്വീപമാക്കി മാറ്റി, സമുദ്രമായിട്ട് ചുറ്റി. വിയദ്വ്യാപി താരാഗണ ഗുണിതഭേനോദ്ഗമരുചി പ്രവാഹോ വാരാമ്യ പൃഷതലഘുദൃഷ്ട ശിരസിതേ ജഗദ്വീപാകാരം ജലധിവലയം തേന കൃതമിത്യനേനൈവോന്നേയം ധൃതമഹിമ ദിവ്യം തവ വപുഃ. അടുത്തത് 18ാമത്തെ ശ്ലോകമാണ്. രഥക്ഷോണീയന്ത ശതധൃതിരഗേന്ദ്രോ ധനുരതോ രഥാംഗേ ചന്ദ്രാർക്കൗ രഥചരണപാണി ശര ഇതി ദിദക്ഷോസ്തേ കോയം ത്രിപുരതൃണാം ആഡംബര വിധിർ വിധേയൈ ക്രീഡന്ത്യോ ന ഖലു പരതന്ത്ര പ്രബുധിയ. ഭഗവാന്റെ മഹിമയെ വർണ്ണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥയാണ് ത്രിപുരദഹനം. പുരഹര, പുരമഥന എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ ഇവിടെ തന്നെ വിളിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ആ ക്രിയയെ ഇവിടെ ഓർക്കുകയാണ്. രഥക്ഷോണി, ഭൂമിയെ തന്നെ അങ്ങ് ആ അവസരത്തിൽ രഥമാക്കി മാറ്റി. യന്ത ശതധൃതിരഗേന്ദ്രോ, അതിൻ്റെ ആ രഥത്തിൻ്റെ യന്താവ്, അതായത് സാരഥി ശതധൃതിയായിരുന്നു, അതായത് ബ്രഹ്മാവായിരുന്നു. അഗേന്ദ്രോ ധനുരഥോ, അഗേന്ദ്രൻ പർവ്വതങ്ങളുടെ രാജാവ്, അതായത് മേരുപർവ്വതം അവിടെ ധനുസ്സായിട്ട്, അങ്ങയുടെ ധനുസ്സായിട്ട് ഭവിച്ചു. രഥാംഗേ ചന്ദ്രാർക്കൗ, ചക്രങ്ങളായിട്ട് ചന്ദ്രനും സൂര്യനും ഭവിച്ചു. രഥചരണപാണി ശര ഇതി, അങ്ങയുടെ ആ അമ്പിൽ, മേരുപർവ്വതമാകുന്ന വില്ലിൽ അങ്ങ് അമ്പായിട്ട് ധരിച്ചിട്ടുള്ളത് രഥചരണപാണിയെയാണ്, അതായത് മഹാവിഷ്ണുവിനെ അമ്പാക്കി മാറ്റി. ദിദക്ഷോസ്തേ കോയം ത്രിപുരതൃണം ആഡംബര വിധിർ വിധേയൈ ക്രീഡന്ത്യോ ന ഖലു പരതന്ത്ര പ്രബുധിയ. ഇങ്ങനെ 3 പുരങ്ങളെയും തൃണസമാനമായിട്ട് ദഹിപ്പിക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങ്
ഇത്തരം ആഡംബരങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. അതാണ് കവി പറയുന്നത്. കാരണം അങ്ങ് ഒന്ന് നോക്കിയാൽ തന്നെ 3 പുരങ്ങളും ദഹിക്കും. അങ്ങേക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അങ്ങ് ഇത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അങ്ങ് ഇത് അങ്ങയുടെ ചുറ്റുമുള്ളവരെ എല്ലാം ആദരിക്കാൻ വേണ്ടിയാണ്, അവർക്കും സ്ഥാനം കൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്, ഭക്തരോടുള്ള വാത്സല്യം കൊണ്ടാണ് അങ്ങ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങേക്ക് ഇത് വാസ്തവത്തിൽ വെറും ക്രീഡയാണ്. അങ്ങേക്ക് മറ്റൊരാശ്രയത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനത്തെ പ്രഭുവാണ് അങ്ങ്. എന്നിരുന്നാലും വാത്സല്യത്തോടുകൂടി അവരെയെല്ലാം തൻ്റെ ലീലയുടെ ഭാഗമാക്കണമെന്ന് കരുതി അവർക്കും പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 3 അസുരന്മാരാണ്. അവർക്ക് 3 പുരങ്ങൾ ഉണ്ടായിരുന്നു. ആ 3 പുരങ്ങളെയും ഒരേ സമയത്ത് ദഹിപ്പിച്ചാലേ അവർക്ക് വധമുള്ളൂ. ആ 3 പുരങ്ങളെയും വധിക്കുന്നതാണ് ത്രിപുര ദഹനം. അതിനായിട്ട് പ്രപഞ്ചത്തിലെ ശക്തികളെ തന്നെ അദ്ദേഹം രഥവും ചക്രവും അമ്പും വില്ലും ഒക്കെ ആക്കി മാറ്റി എന്നാണ് കഥ. അതിനെയാണ് ഇവിടെ സൂചിപ്പിച്ചത് 18ാമത്തെ ശ്ലോകത്തിൽ. രഥക്ഷോണീയന്ത ശതധൃതിരഗേന്ദ്രോ ധനുരഥോ രഥാംഗേ ചന്ദ്രാർക്കൗ രഥചരണപാണി ശര ഇതി ദിദക്ഷോസ്തേ കോയം ത്രിപുരതൃണമാഡംബര വിധി വിധേയൈ ക്രീഡന്ത്യോ ന ഖലു പരതന്ത്ര പ്രബുധിയ. അടുത്തത് 19ാമത്തെ ശ്ലോകമാണ്. ഹരിസ്തേ സാഹസ്രം കമലബലിമാധായ പദയോർ യദേകോനേ തസ്മിൻ നിജമുദഹരന്നേത്രകമലം ഗതോ ഭക്ത്യുദ്രേക പരിണതിമസൗ ചക്രവപുഷാ ത്രയാനാം രക്ഷായൈ ത്രിപുരഹര ജാഗർത്തി ജഗതാം. അങ്ങയുടെ മറ്റൊരു പ്രസിദ്ധനായ ഭക്തനാണ് മഹാവിഷ്ണു. ആ മഹാവിഷ്ണുവിന്റെ ഉപാസനയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹരിസ്തേ സാഹസ്രം കമലബലിമാധായ. അങ്ങയ്ക്ക് 1000 താമരകളെ കൊണ്ട് ഒരു അർച്ചന നടത്താം. ഇപ്പൊ സഹസ്രനാമാർച്ചന ആയിരിക്കാം, അങ്ങനെ നടത്താനായിട്ട് വിഷ്ണു തീരുമാനിച്ചു. പുരാണങ്ങളിൽ വരുന്ന കഥയാണിത്. അങ്ങനെ അർച്ചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പദയോർ യദേകോനെ ഒരെണ്ണം കുറഞ്ഞതായിട്ട് കണ്ടു. 1000 താമര വേണം, പക്ഷെ അദ്ദേഹത്തിന് ഒരു താമര അതിൽ കുറവായിരുന്നു. അങ്ങനെ തസ്മിൻ നിജമുദഹരൻ നേത്ര കമലം. ആ സമയത്ത് അവിടെ നിന്ന് എണീക്കാൻ പാടില്ല, അത് വിധിയാണ്. അപ്പൊ അവിടെ ഇരുന്ന് ചെയ്യണം. ഒരു കമലം കൂടിയും വേണം. ആ സമയത്ത് തൻ്റെ കണ്ണിനെ എല്ലാവരും താമരയോട് ഉപമിക്കാറുണ്ട്. അംബുജാക്ഷൻ, താമരാക്ഷൻ എന്നൊക്കെ മഹാവിഷ്ണുവിനെ വിളിക്കാറുണ്ട്. അപ്പൊ ആ കണ്ണിനെ തന്നെ അവിടെ സമർപ്പിക്കാനായിട്ട് അദ്ദേഹം ആ കണ്ണിനെ എടുത്ത് ഭഗവാനായിട്ട് സമർപ്പിച്ചു. അങ്ങനെ സമർപ്പിച്ച സമയത്ത് ഗതോ ഭവദ്യുദ്രേക പരിണതിമസൗ ചക്രവപുഷ. അങ്ങയുടെ അനുഗ്രഹത്താൽ ആ കണ്ണ് ഭഗവാന് തിരിച്ചു കിട്ടി. ആ സമർപ്പിച്ച കണ്ണിനെ അങ്ങ് സുദർശന ചക്രമായിട്ട് മാറ്റി. ഇപ്പൊ ഭഗവാന് തന്റെ ദർശനം തിരിച്ചു കിട്ടി. സമർപ്പിച്ചതിൽ നിന്നും അദ്ദേഹം, അതായത് പുതിയ കണ്ണ് കിട്ടി. അതുപോലെ സുദർശനം എന്ന ചക്രത്തെ സമർപ്പിച്ച കണ്ണുകൊണ്ട് അദ്ദേഹം നിർമ്മിച്ചു. അങ്ങനെ നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ആ ചക്രം ത്രയാനാം രക്ഷായൈ ത്രിപുരഹര ജാഗർത്തി ജഗതാം. 3 ലോകങ്ങളുടെയും രക്ഷയ്ക്കായിക്കൊണ്ട് സദാ ജാഗരൂകമായി നിൽക്കുകയാണ്. അത് അലയോ ത്രിപുരഹര. അപ്പോ അങ്ങേക്ക് സമർപ്പിച്ചത് കൊണ്ട് അത് ലോകത്തിന് മംഗളമായിട്ട് ഭവിച്ചു. അത്രയും മഹിമാവോട് കൂടിയവനാണ് അങ്ങ്. അതാണ് ഇവിടെ 19ാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. ഹരിസ്തേ സാഹസ്രം കമലബലിമാധായ പദയോർ യദേകോനേ തസ്മിൻ നിജമുദഹരന്നേത്ര കമലം ഗതോ ഭക്ത്യുദ്രേക പരിണതിമസൗ ചക്രവപുഷാ ത്രയാനാം രക്ഷായൈ ത്രിപുരഹര ജാഗർത്തി ജഗതാം. ഇവിടെ സൂക്ഷ്മാർത്ഥവും ഉണ്ട്. നമുക്ക് 2 കണ്ണുകളുണ്ട്. അതിലൊന്ന് ഹരി കൊടുത്തുവെന്ന് പറഞ്ഞാൽ ഒറ്റ കണ്ണുള്ളവനായി എന്നർത്ഥം വന്നു. അതായത് 2നെ കാണാതെ 1നെ കാണുക, ദ്വൈതത്തെ വെടിഞ്ഞ് അദ്വൈതം കാണുക. ഭഗവാന്റെ സ്വരൂപം അദ്വൈതമാണ്. അങ്ങനെ ശരിയായി അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സുദർശനം ലഭിച്ചു. നല്ല ദർശനം, യഥാർത്ഥ ദർശനം അദ്ദേഹത്തിന് ലഭിച്ചു. അത് ലോകത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഭവിച്ചു. 3 ലോകങ്ങൾ, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 ലോകങ്ങളും അതിനാൽ രക്ഷപ്പെട്ടു. അങ്ങനെ സൂക്ഷ്മാർത്ഥവും ഈ കഥയ്ക്കുണ്ട്. പുരാണ പ്രസിദ്ധമായ കഥയാണ്. ഇതായിരുന്നു 19ാമത്തെ ശ്ലോകം. അടുത്തത് 20ാമത്തെ ശ്ലോകമാണ്. ക്രതൗ സുപ്തേ ജാഗ്രത്വമസി ഫലയോഗേ ക്രതുമതാം ക്വ കർമ്മ പ്രധ്വസ്തം ഫലതി പുരുഷാരാധനം മൃതേ അതസ്ത്വാം സംപ്രേക്ഷ ക്രതുഷു ഫലദാന പ്രതിഭുവം ശ്രുതൗ ശ്രദ്ധാം ബദ്ധ്വാ ദൃഢപരികര കർമ്മസുജന. അങ്ങയുടെ മറ്റൊരു ചെയ്തിയാണ് ഇവിടെ പറയുന്നത്. ക്രതൗ സുപ്തേ, യാഗം അവസാനിക്കുമ്പോൾ ജാഗ്രത്വമസി, അങ്ങ് ഉണർന്നിരിക്കുന്നു. എന്തിനു വേണ്ടി? ഫലയോഗേ ക്രതുമതാം. യാഗത്തെ ചെയ്തിട്ടുള്ളവർക്ക് അതിന്റെ ഫലത്തെ കൊടുക്കണം. അതിലങ്ങ് വളരെയധികം ജാഗരൂകനായിരിക്കുന്നു. അപ്പോൾ യാഗം അവസാനിച്ചാൽ അതിനെന്ത് ഫലമാണോ കൊടുക്കേണ്ടതെന്ന് നോക്കി കൊടുക്കുന്നവൻ അങ്ങാകുന്നു. ക്വകർമ്മ പ്രധ്വസ്തം ഫലതി പുരുഷാരാധനം മൃതേ. യാഗം ചെയ്യുന്നവർ അങ്ങയെ ആരാധിക്കാതെ
യാഗം നടത്തിയാൽ എന്തു ഫലമാണ് അവർക്ക് കിട്ടുക? ഒരു ഫലവും കിട്ടില്ല. അപ്പൊ യാഗത്തിലൂടെ ആരാധിക്കപ്പെടുന്ന യജ്ഞപുരുഷൻ വാസ്തവത്തിൽ അങ്ങ് തന്നെയാണ്. അങ്ങയെ ആരാധിച്ചാൽ മാത്രമേ യാഗത്തിന്റെ ഫലം കിട്ടൂ. ആ ഫലം കൊടുക്കുന്നവൻ അങ്ങാണ്. അതസ്ത്വാം സംപ്രേക്ഷ ക്രതുഷു ഫലദാന പ്രതിഭുവം. അങ്ങനെ അങ്ങയെ ഇങ്ങനെ ഫലത്തെ കൊടുക്കുന്നവനായി കണ്ടുകൊണ്ട് സാധാരണ ആൾക്കാർ യാഗം നടത്തുമ്പോഴൊക്കെ അങ്ങ് അവിടെ ആവിർഭവിച്ച് ഫലം കൊടുക്കുന്നുവെന്ന് മനസ്സിലാക്കി ശ്രുതൗ ശ്രദ്ധാം ബദ്ധ്വ, വേദത്തിൽ വളരെയധികം ശ്രദ്ധയെ വെച്ചുകൊണ്ട് ദൃഢപരികര കർമ്മസുജന, അവര് അങ്ങയെ സേവിക്കുന്ന കർമ്മത്തെ വ്യക്തമായി ചെയ്യുന്നു. അതായത് യജ്ഞങ്ങളെ നടത്തുന്നു. ലോകത്തിൽ യജ്ഞം നടക്കേണ്ടത് അത്യാവശ്യമാണ്. ആ യജ്ഞം നടത്തിക്കുന്നത് ഭഗവാനാണ്. കാരണം ഭഗവാൻ അതിന് ഫലം കൃത്യമായി കൊടുക്കുന്നു. അപ്പൊ ആരാധനയുടെ ഫലത്തെ കൊടുക്കുന്നവനാണ് എന്നർത്ഥവും അതാണ്. അങ്ങയുടെ ആരാധനയില്ലാതെ കർമ്മത്തിന്റെ ഫലം കിട്ടില്ല. അപ്പോൾ ആരാധിക്കുന്നവർക്കൊക്കെ ഫലത്തെ കൊടുക്കുന്നവൻ, തദ്വാര ആരാധനയെ ലോകത്തിൽ നിലനിർത്തുന്നവനാണ് അങ്ങ്. അതായിരുന്നു 20ാമത്തെ ശ്ലോകം. ക്രതൗ സുപ്തേ ജാഗ്രത്വമസി ഫലയോഗേ ക്രതുമതാം ക്വ കർമ്മ പ്രധ്വസ്തം ഫലതി പുരുഷാരാധനം മൃതേ അതസ്ത്വാം സംപ്രേക്ഷ ക്രതുഷു ഫലദാന പ്രതിഭുവം ശ്രുതൗ ശ്രദ്ധാം ബദ്ധ്വാ ദൃഢപരികര കർമ്മസുജന. അടുത്തത് 21ാമത്തെ ശ്ലോകമാണ്. ക്രിയാദക്ഷോ ദക്ഷ ക്രതുപതിരധീശസ്തനുഭൃതാം ഋഷീണാമാത്വിജ്യം ശരണദ സദസ്യാസുരഗണ ക്രതുഭ്രംശസ്ത്വത്ത ക്രതുഫലവിധാന വ്യസനിനോ ധ്രുവം കർത്തു ശ്രദ്ധാവിധുരമഭിചാരായ ഹി മഖ. 21ാമത്തെ ശ്ലോകത്തിൽ നേരത്തെ യാഗത്തെ പാലിക്കുന്നത് അങ്ങാണെന്ന് പറഞ്ഞു. അങ്ങയെ ആരാധിക്കാതെ യാഗം നടത്തിയാൽ അത് വിഫലമാണെന്നും പറഞ്ഞു. അങ്ങനെ നടത്തിയ ഒരു ഉദാഹരണം ഇവിടെ പറയുകയാണ്. ദക്ഷന്റെ യാഗം. ക്രിയാദക്ഷോ ദക്ഷ, ക്രിയ ചെയ്യുന്നതിൽ സമർത്ഥനാണ്. യാഗം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായി അറിയാവുന്നവനാണ് ദക്ഷൻ. അങ്ങനെയുള്ള ആളായിരുന്നു അവിടെ യാഗം നടത്തിയത്. അവനായിരുന്നു അവിടെ ക്രതുപതി, അതായത് യജമാനൻ ദക്ഷനായിരുന്നു. അധീശസ്തനുഭൃതാം, അങ്ങനെയുള്ള ദക്ഷൻ ആരാണ്? ശരീരത്തെ ധരിച്ചിട്ടുള്ള ആൾക്കാരുടെ മുഴുവൻ അധീശനാണ്. പ്രജാപതി ആയിരുന്നു ദക്ഷൻ. ഋഷീനാം ആർത്വിജ്യം, അവിടെ ഋത്വിക്കുകളായിട്ടുണ്ടായിരുന്നത് വലിയ വലിയ ഋഷികളാണ്. പ്രസിദ്ധരായ ഋഷികളായിരുന്നു ഋത്വിക്കുകളായിട്ടുണ്ടായിരുന്നത്. ശരണദ സദസ്യാസുരഗണ, അവിടെ സദസ്യരായിട്ട് ആ യജ്ഞത്തിൽ ഭാഗഭാഗാക്കാൻ വന്നിട്ടുള്ള ആൾക്കാർ, അത് പങ്കെടുക്കാൻ വന്നിട്ടുള്ളവരൊക്കെ സുരഗണങ്ങളാണ്. ദേവന്മാരെയാണ് സാധാരണ യാഗത്തിൽ വിളിച്ചു വരുത്തുക. അവർ യാഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ സദസ്യരായിട്ടുണ്ട്. അങ്ങനെയുള്ള യാഗമാണ് നടത്തിയത്. അല്ലയോ ശരണദ, ശരണത്തെ കൊടുക്കുന്നവനെ എന്ന് ഭഗവാനെ വിളിക്കുകയാണ്. അപ്പോൾ യാഗം ചെയ്യുന്ന ആള് സമർത്ഥനാണ്, യജമാനൻ. അവിടെ ഋത്വിക്കുകളായിട്ട് ഇരിക്കുന്നവർ സമർത്ഥന്മാരാണ്, സദസ്യരും സമർത്ഥന്മാരാണ്. അങ്ങനെയുള്ള യാഗത്തിൽ ക്രതുഭ്രംശസ്ത്വത്ത ക്രതുഫലവിധാന വ്യസനിനോ, അങ്ങയെ ആരാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് ആ യാഗത്തിന് അങ്ങയിൽ നിന്നും വിമുഖമായതുകൊണ്ട് നാശം സംഭവിച്ചു. അതിൻ്റെ ഫലത്തെ കൊടുക്കുന്നവനാണല്ലോ അങ്ങ്. അപ്പൊ ഫലത്തെ കൊടുക്കുന്ന അങ്ങയിൽ നിന്നും വിമുഖത കാട്ടിയത് കൊണ്ട് ദക്ഷന്റെ ആ യജ്ഞം വിഫലമായി പോയി. ധ്രുവം കർത്തു ശ്രദ്ധാ വിധുരം അഭിചാരായ ഹിമഖ, അങ്ങയിൽ ശ്രദ്ധയില്ലാതെ ആരെങ്കിലും യജ്ഞം നടത്തിയാൽ, എന്തു വിധത്തിലുള്ള ആരാധന നടത്തിയാലും ആ ആരാധന ആ ചെയ്യുന്ന ആൾക്ക് ആഭിചാരമായിട്ടേ ഭവിക്കുകയുള്ളൂ. അത് ഉറപ്പാണ്. ആഭിചാരം ദോഷമുണ്ടാക്കുന്ന ക്രിയയാണ്. അപ്പൊ ഈ ദോഷമുണ്ടാക്കുന്ന ക്രിയയായിട്ട് അത് മാറും. അതായത് അവർ ചെയ്യുന്ന യജ്ഞം അവർക്ക് തന്നെ ദോഷമുണ്ടാകും. അപ്പൊ എന്തുപാസന നടത്തുകയാണെങ്കിലും ഉപാസിക്കപ്പെടേണ്ടത് അങ്ങയാണ്. അങ്ങയുടെ ആരാധനയോടുകൂടി പരബ്രഹ്മതത്വമായ ആ പരമശിവനെ ഉപാസിച്ചുകൊണ്ട് വേണം ക്രതു യജ്ഞങ്ങൾ നടത്താൻ, എല്ലാ ആരാധനയും നടത്താൻ. ഇല്ലെങ്കിൽ ദക്ഷന് പറ്റിയതുപോലെ നമുക്കും സംഭവിക്കുമെന്നിവിടെ കവി ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിയാദക്ഷോ ദക്ഷ ക്രതുപതിരധീശസ്തനുഭൃതാം ഋഷീണാമൃത് ആർത്വിജ്യം ശരണദ സഹസ്യാസുരഗണ ക്രതുഭ്രംശസ്ത്വത്ത ക്രതുഫലവിധാന വ്യസനിനോ ധ്രുവം കർത്തു ശ്രദ്ധാ വിധുരമഭിചാരായ ഹി മഖ. അതായിരുന്നു 21ാമത്തെ ശ്ലോകം. അടുത്തത് 22ാമത്തെ ശ്ലോകമാണ്. പ്രജാനാഥം നാഥ പ്രസവമഭികം സ്വാം ദുഹിതരം ഗതം രോഹിത് ഭൂതാം രിരമയിഷും ഋഷ്യസ്യ വപുഷാ ധനുഷ്പാനേര്യാതം ദിവമപി സപത്രാകൃതമമും ത്രസന്തം തേ അദ്യാപി ത്യജതി ന മൃഗവ്യാധരവസാ. ധർമ്മപാലകനാണങ്ങ്. ഇപ്പൊ യാഗം മര്യാദയ്ക്ക് നടത്തിയില്ലെങ്കിൽ അതിന് ശിക്ഷ അങ്ങ് കൊടുക്കും.
അത് മാത്രമല്ല, അങ്ങ് ധർമ്മത്തെ തെറ്റിക്കുന്ന മറ്റു പ്രവൃത്തികൾ ചെയ്താലും ശിക്ഷിക്കും. കാരണം ധർമ്മപരിപാലകനാണ്. അപ്പൊ അതിനൊരു ഉദാഹരണം ഇവിടെ പറയുകയാണ്. പ്രജാനാഥം നാഥ പ്രസഭമഭികം സ്വാം ദുഹിതരം. ബ്രഹ്മാവ് ലോകത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു കന്യകയെ സൃഷ്ടിച്ചു, സന്ധ്യാദേവിയെ സൃഷ്ടിച്ചു. ഇപ്പോൾ മകളുടെ സ്ഥാനമാണല്ലോ ആ ദേവിക്ക് വരുന്നത്. ആ ദേവിയിൽ കാമദേവന്റെ സ്വാധീനമുണ്ടായ സമയത്ത് അദ്ദേഹത്തിന് കാമം ജനിച്ചു. അപ്പൊ പുത്രിയാണ്, പുത്രിയോട് കാമം ജനിച്ചു. ആ സമയത്ത് ഗതം രോഹിത് ഭൂതാം റിരമയിഷും ഋഷ്യസ്യ വപുഷ, ഒരു മാൻപേടയുടെ രൂപം സ്വീകരിച്ച് ഇത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സന്ധ്യാദേവി അവിടെ ഓടിപ്പോയപ്പോൾ ഒരു കലമാന്റെ രൂപം ധരിച്ചുകൊണ്ട് അവളുടെ പിന്നാലെ രമിക്കാനുള്ള ത്വരയോടുകൂടി ഈ ബ്രഹ്മാവ് ഓടി. അങ്ങനെ ബ്രഹ്മാവ്, അപ്പൊ അവള് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഓടുകയാണ്, പിന്നാലെ ബ്രഹ്മാവ് ഓടുകയാണ് കാമപരവശനായിട്ട്. ആ സമയത്ത് മഹാദേവൻ ഇതറിഞ്ഞു. ധർമ്മപരിപാലകനാണ്, ഇത് ധർമ്മമല്ല എന്ന് മനസ്സിലാക്കിയ ഉടനെ അവനെ ശിക്ഷിക്കണമെന്ന് ധരിച്ച് അദ്ദേഹം അമ്പെയ്തു. ഒരു വേടന്റെ ഭാവം സ്വീകരിച്ചു. അതാണ് ധനുഷ്പാനേര്യാതം ദിവമപി സപത്രാകൃതമമും. ഉടനെ തന്നെ ഒരു ധനുസ് ഏന്തിക്കൊണ്ട് ഒരു നായാടാൻ വന്നിട്ടുള്ള രാജാവിനെ പോലെ അങ്ങ് അവിടെ ആവിർഭവിച്ച് അദ്ദേഹത്തിന്റെ നേർക്ക്, ആ മാനിന്റെ ആകൃതി സ്വീകരിച്ചോടുന്ന ബ്രഹ്മാവിന്റെ നേർക്ക് അങ്ങ് അമ്പയച്ചു. അങ്ങനെ ആ ബ്രഹ്മാവിന്റെ മാനിന്റെ ശിരസ് അറ്റുപോയി. ബ്രഹ്മാവ് ആ രൂപത്തെ ഉപേക്ഷിച്ചു സ്വരൂപം പ്രാപിച്ചു. പക്ഷെ മാനിന്റെ ശിരസ് അറ്റുപോയി. ആ അറ്റുപോയ ശിരസ് ത്രസന്തം തേ അദ്യാപി ത്യജതി മൃഗവ്യാധരവസ, അതിന്നും ആകാശത്തിൽ ഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് മൃഗശിരസ്, മകീരം എന്ന് പറയുന്ന നക്ഷത്രമായിട്ട് അത് ഇന്നും ലോകത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ അമ്പ് ധരിച്ചിരിക്കുന്ന ഭാവത്തിൽ അങ്ങും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നക്ഷത്ര സമൂഹത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇന്നും നമുക്കത് കാണാം. അത് കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ബ്രഹ്മാവിന് പറ്റിയിട്ടുള്ള ഒരു അബദ്ധമാണ്. അദ്ദേഹം ആ കാമത്തിൽ പരവശനായിട്ട് ധർമ്മം തെറ്റിക്കാൻ പോയപ്പോൾ അങ്ങ് അവനെ ദണ്ഡിച്ചു. അതിന്റെ ഓർമ്മയാണ് ഈ മൃഗശിരസ്, അതായത് മകീരം എന്ന നക്ഷത്രം ഇങ്ങനെ ചുറ്റുന്നതെന്ന് മനസ്സിലാക്കിയാലും എന്ന് കവി ഇവിടെ പറയുന്നു. പ്രജാനാഥം നാഥ പ്രസവമഭികം സ്വാം ദുഹിതരം ഗതം രോഹിത് ഭൂതാം റിരമീഷും ഋഷ്യസ്യ വപുഷ ധനുഷ്പാനേര്യാതം ദിവമപി സപത്രാകൃതമമും ത്രസന്തം തേദ്യാപി ത്യജതി മൃഗവ്യാധരവസ. അടുത്തത് 23-ാമത്തെ ശ്ലോകമാണ്. സ്വലാവന്യാശംസ ധൃതധനുഷം അഹ്നായ തൃണവത്പുര പ്ലുഷ്ടം ദൃഷ്ട്വാ പുരമഥന പുഷ്പായുധമപി യദി സ്ത്രൈനം ദേവി യമനിരതദേഹാർദ്ധഘടനാത് അവൈതി ത്വാം അദ്ധാ ബദവരദ മുഗ്ധാ യുവതയഃ. സ്വലാവന്യാശംസ, തൻ്റെ സൗന്ദര്യത്തിൽ വളരെയധികം ആനന്ദിക്കുന്ന, അതിൽ അഭിമാനിക്കുന്ന അമ്മ, അതായത് പാർവതി ദേവി. ധൃതധനുഷമഹ്നായ തൃണവത്പുര പ്ലുഷ്ടം ദൃഷ്ട്വാ പുരമഥന പുഷ്പായുധമപി. അലയോ പുരമഥന, ത്രിപുരങ്ങളെ ദഹിച്ചവനെ, പുഷ്പായുധനെ, പുഷ്പായുധൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ. കാമദേവൻ അങ്ങയുടെ മനസ്സിൽ കാമം ജനിപ്പിക്കാനായിട്ട് അങ്ങയുടെ നേർക്ക് അമ്പ് അയച്ചപ്പോൾ ഒരു പുല്ലിനെ ദഹിപ്പിക്കുന്ന പോലെ അങ്ങ് അവനെ ദഹിപ്പിച്ചു. അങ്ങനെ ദഹിപ്പിച്ചത് ദൃഷ്ട്വാ, കണ്ടു. ആരാണ് കണ്ടത്? പാർവതി ദേവി. സ്വന്തം സൗന്ദര്യത്തിൽ ആനന്ദിക്കുന്ന പാർവതി ദേവി അത് കണ്ടിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ കണ്ടിരുന്ന അമ്മ യദി സ്ത്രൈനം ദേവി യമനിരത ദേഹാർദ്ധ ഘടനാത് അവൈതി ത്വാം അദ്ധാ ബദവരദ മുഗ്ധാ യുവതയഃ. അങ്ങനെയുള്ള അമ്മ, അങ്ങ് കാമദേവനെ തന്നെ ദഹിപ്പിച്ചുവെന്ന് കണ്ടിട്ടുള്ള അമ്മ അങ്ങയുടെ ദേഹാർദ്ധത്തെ സ്വീകരിച്ചിരിക്കുകയാണല്ലോ. അർദ്ധനാരീശ്വര ഭാവത്തിലാണല്ലോ ഇരിക്കുന്നത്. പകുതി ദേഹം അങ്ങ് അമ്മയ്ക്ക് കൊടുത്തു. അപ്പൊ അങ്ങനെ ഒരു ദേഹം തനിക്ക് കിട്ടി. അപ്പോൾ കാമദേവനെ ദഹിപ്പിച്ചതാണെന്ന് കണ്ടിട്ടും തനിക്ക് അങ്ങനെ ഒരു ദേഹം കിട്ടിയത് കൊണ്ട് തൻ്റെ സൗന്ദര്യം അത്രയും കേമമാണെന്ന് കരുതി ആ അമ്മ യമനിരതനായിരിക്കുന്ന അങ്ങയെ, അതായത് എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സ്വാത്മാരാമനായിരിക്കുന്ന അങ്ങയെ ജയിച്ചു എന്ന് തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ അത് യുവതികള് പൊതുവെ മുഗ്ധയായിരിക്കുന്ന ഭാവത്തെ സ്വീകരിച്ചിരിക്കുന്ന, മുഗ്ധകളായ യുവതികളുടെ ഭാവം, അതിന് സമാനമായ ഭാവം സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയും. ഇവിടെ പാർവതി ദേവി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊന്നും പറയുന്നില്ല. പാർവതി ദേവി അങ്ങനെ പറയുകയാണെങ്കിൽ, അതായത് പാർവതി ദേവിക്ക് തൻ്റെ പകുതി ഭാഗം കൊടുത്തപ്പോൾ തൻ്റെ സൗന്ദര്യം കൊണ്ട് താൻ പരമശിവനെ കീഴ്പ്പെടുത്തി എന്ന് പാർവതി ദേവി പറയുകയാണെങ്കിൽ ഒരു സാധാരണ അറിവില്ലാത്ത സ്ത്രീക്ക് സമമാണ് അവരുടെ വാക്കുകൾ. അതുപോലെയാണ് അവർ വ്യവഹരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു പോകും. കാരണം അങ്ങ്
എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചിരിക്കുന്ന ആത്മാരാമനാണെന്ന് എനിക്ക് അത്രയും ബോധമാണ്. പാർവതി അങ്ങനെ പറയുന്നില്ല, ശക്തിക്ക് ശിവനെ നന്നായി അറിയാം. പക്ഷേ കവി ഇവിടെ സങ്കല്പിക്കുകയാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ പാർവതി ദേവിയെ പോലും ഞാൻ വിമർശിക്കും, കാരണം അത്രയും മഹിമാവോട് കൂടിയവനാണ് അങ്ങെന്നിവിടെ സൂചിപ്പിക്കുകയാണ്. ധനുഷം മഹ്നായ തൃണവത്പുര പ്ലുഷ്ടം ദൃഷ്ട്വാ പുരമഥന പുഷ്പായുധമപി യതിസ്ത്രൈണം ദേവി യമനിരത ദേഹാർദ്ധ ഘടനാത് അവൈതി ത്വാമദ്ധാപത വരദ മുഗ്ധായുവതയ. കാരണം സ്ത്രീഭാവത്തെയാണല്ലോ ശക്തി എടുത്തിരിക്കുന്നത്. അപ്പൊ സാധാരണ സ്ത്രീകളെ പോലെ തന്നെ ഒരു നാട്യമമ്മ നടിക്കുകയാണെന്ന് ഞാൻ പറയും. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തത് 24-ാമത്തെ ശ്ലോകമാണ്. ശ്മശാനേഷ്വാ ക്രീഡാ സ്മരഹര പിശാചാ സഹചരാശ്ചിതാഭസ്മാലേപ സ്രഗപിതൃകരോട്ടി പരികര അമാംഗല്യം ശീലം തവ ഭവതു നാമൈവമഖിലം തഥാപി സ്മർതൃണാം വരദ പരമം മംഗലമസി. അങ്ങയുടെ ലീലയിൽ കാണുന്ന ഒരു വൈചിത്ര്യത്തെ സ്മരിക്കുകയാണ് ഇവിടെ. ശ്മശാനേഷു ആ ക്രീഡ, അല്ലയോ സ്മരഹര, കാമദേവനെ ഇല്ലാതെയാക്കിയവനെ, അങ്ങ് ക്രീഡിക്കുന്നത് ശ്മശാനത്തിലാണ്. പിശാച സഹചര, അങ്ങയുടെ കൂടെ സദാ സേവിച്ചുകൊണ്ട് നടക്കുന്നതാരാ? പിശാചുക്കളാണ്. ചിതാഭസ്മാലേപ, അങ്ങ് പുരട്ടിയിട്ടുള്ളത് ചിതാഭസ്മമാണ്. സ്രഗപി നൃകരോട്ടി പരികര, അങ്ങ് മാലയായിട്ട് ധരിച്ചിട്ടുള്ളതോ മനുഷ്യന്റെ തലയോട്ടികളാണ്. ആ ചുടലയിൽ നിന്നും കിട്ടുന്ന തലയോട്ടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മാലയാണ് അങ്ങ് ധരിച്ചിട്ടുള്ളത്. അമാംഗല്യം ശീലം തവ ഭവതു നാമൈവം അഖിലം, അങ്ങയുടെ ഈ എല്ലാ പ്രവൃത്തികളും ലോകദൃഷ്ടിയ അമംഗളമാണ്, അശുഭമാണ് എന്ന് തന്നെയാണ് വെപ്പ്. അങ്ങനെ ഇരിക്കുമ്പോഴും തഥാപി സ്മർതൃണാം വരദ പരമം മംഗളമസി, അങ്ങയെ സ്മരിക്കുന്നവർക്ക് അങ്ങ് പരമമായ മംഗളത്തെ നൽകുന്നു അല്ലയോ വരദ. അങ്ങയേക്കാൾ വലിയ മംഗളമായിട്ട് ഈ ലോകത്തിൽ ഭക്തർ ഒന്നും കാണുന്നില്ല. അവർക്ക് അങ്ങ് തന്നെയാണ് പരമമംഗളം. അങ്ങയെ കിട്ടിയാൽ അവർക്ക് എല്ലാ മംഗളങ്ങളുമായി എന്നവർ കരുതുന്നു. എത്ര വിചിത്രമാണെന്ന് നോക്കൂ അങ്ങയുടെ വൈഭവം. അങ്ങയുടെ ചേഷ്ടകൾ കണ്ടാൽ സാധാരണക്കാര്, അറിവില്ലാത്തവര് അങ്ങ് അമംഗളമായ വസ്തുക്കളോട് കൂടിയാണല്ലോ ക്രീഡിക്കുന്നത് എന്ന് പറയും. പക്ഷെ ഭക്തർക്കറിയാം അതിൻ്റെ പിന്നിലൊക്കെ ഒരു രഹസ്യമുണ്ട്. അങ്ങയുടെ മംഗളസ്വരൂപം മറച്ചു വച്ചിരിക്കുകയാണ്. അങ്ങ് തന്നെയാണ് പരമമംഗളം, അങ്ങ് തന്നെയാണ് ശിവൻ. അതാണ് 24-ാമത്തെ ശ്ലോകം. ശ്മശാനേഷ്വാ ക്രീഡാ സ്മരഹര പിശാചാ സഹചരാശ്ചിതാഭസ്മാലേപ സ്രഗപദ്രികരോട്ടി പരികര അമാംഗല്യം ശീലം തവ ഭവതു നാമൈവമഖിലം തഥാപി സ്മർതൃണാം വരദ പരമം മംഗളമസി. അടുത്തത് 25-ാമത്തെ ശ്ലോകമാണ്. മനഃപ്രത്യക്ഷിത്തെ സവിധമവധായാത്തമരുത പ്രഹൃഷ്യ ദ്രോമാന പ്രമദസലിലോത്സംഗിതദൃശ യദാലോക്യാഹ്ലാദം ഹ്രദ ഇവ നിമജ്യാമൃതമയേ ദധത്യന്തസ്തത്വം കിമപി യമിനസ്തത്കില ഭവാൻ. യോഗികളുടെ അനുഭവമായിട്ട് ശോഭിക്കുന്നത് അങ്ങാണെന്നാണ് ഇവിടെ പറയുന്നത് 25-ാമത്തെ ശ്ലോകത്തിൽ. മനഃപ്രത്യക്ഷിത്തെ സവിധം അവധായാത്തമരുത, മനസ്സിനെ അകത്തേക്കാക്കി അകത്തുള്ള എന്തിലോ ഒരു വസ്തുവിൽ, അശുദ്ധ ചൈതന്യത്തിൽ രമിച്ചുകൊണ്ട്, ആത്തമരുത, പ്രാണനെ മുഴുവൻ നിയന്ത്രിച്ചു നിർത്തിയിട്ടുള്ള, പ്രാണായാമം ചെയ്തുകൊണ്ട് പ്രാണനെ നിയന്ത്രിച്ചു കൊണ്ടിരുത്തിയിട്ടുള്ള, പ്രഹൃഷ്യ ദ്രോമാണ, രോമാഞ്ചമുണ്ടായിട്ടിരിക്കുന്ന, എന്തോ ഒരു അനുഭൂതി അവർക്ക് അകത്തുണ്ടായിട്ടുണ്ട്. ആ അകത്തുള്ള അനുഭൂതി അവർക്ക് രോമാഞ്ചമുണ്ടാക്കിയിട്ടുണ്ട്. പ്രമദ സലിലോത്സംഗിത ദൃശ, അവരുടെ കണ്ണുകളിൽ നിന്നും ആനന്ദാശ്രുക്കൾ ധാരധാരയായിട്ട് ഒഴുകുന്നുണ്ട്. യദാലോക്യാഹ്ലാദം ഹ്രദ ഇവ നിമജ്ജാമൃതമയേ, ഇങ്ങനെ ഉള്ളിൽ യാതൊന്നു കണ്ടിട്ടാണോ അമൃതമാകുന്ന ഹൃദത്തിൽ അവർ മുങ്ങിയിരിക്കുന്നത്. അമൃതമായൊരു ആനന്ദത്തിൽ അവർ മുങ്ങിയിരിക്കുകയാണ് അവരുടെ അകത്ത് തന്നെ. അതെന്തൊന്ന് കണ്ടിട്ടാണോ ദദതി അന്തസ്തത്വം കിമപി യമിനസ്തത്കില ഭവാൻ, അങ്ങനെ അവര് അകത്ത് യാതൊരു തത്വത്തെ കാണുന്നുവോ അത് അങ്ങ് തന്നെയാണെന്ന്. അതായത് യമികളായിട്ടുള്ള എല്ലാം ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് മനസ്സിനെ അകത്തേക്ക് നോക്കി അങ്ങനെ പ്രാണനെ അടക്കി അകത്തൊരു അനുഭൂതി സിദ്ധിച്ചുകൊണ്ട് രോമാഞ്ചവും ആഹ്ലാദവും അശ്രുക്കളും പൊഴിക്കുന്ന ആൾക്കാർ അകത്ത് ഏതൊന്ന് കണ്ടിട്ടാണോ പരമാഹ്ലാദം അനുഭവിക്കുന്നത്, പരമാനന്ദം അനുഭവിക്കുന്നത്, ആ അമൃത സമാനമായ കയത്തിൽ മുങ്ങിപ്പോകുന്നത്, അവരവിടെ കാണുന്നത് അങ്ങയെ തന്നെയാണ്. അവരുടെ പരമാനന്ദം അങ്ങ് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണ്.
ഇതാണ് 25-ാമത്തെ ശ്ലോകം. മനഃ പ്രത്യക്ഷിത്തേ സവിധമവധായാത്തമരുത പ്രഹൃഷ്യദ്രോമാണ പ്രമദസലിലോത്സംഗിതദൃശ യദാലോക്യാഹ്ലാദം ഹൃദ ഇവ നിമജ്യാമൃതമയേ ദധത്യന്തസ്തത്വം കിമപി യമിനസ്തത്കില ഭവാൻ. അടുത്തത് 26-ാമത്തെ ശ്ലോകമാണ്. ത്വമർക്കസ്ത്വം സോമസ്ത്വമസി പവനസ്ത്വം ഹുതവഹസ് ത്വമാപസ്ത്വം വ്യോമത്വമുധരണിരാത്മാ ത്വമിതി ച പരിച്ഛിന്നാമേവം ത്വയി പരിണതാ വിഭ്രതു ഗിരം ന വിദ്മസ്തത്തത്വം വയമിഹൈതു യത്വം ന ഭവസി. ഭഗവാൻ തന്നെയാണ് സർവം എന്നിവിടെ വ്യക്തമാക്കുകയാണ്. ത്വം അർക്ക, അങ്ങ് തന്നെയാണ് സൂര്യൻ. ത്വം സോമ, അങ്ങ് ചന്ദ്രനാകുന്നു. ത്വമസി പവന, അങ്ങ് വായുവാകുന്നു. ത്വം ഹുതവഹ, അങ്ങ് അഗ്നിയാകുന്നു. ത്വം ആപഹ, അങ്ങ് ജലമാകുന്നു. ത്വം വ്യോമ, അങ്ങ് ആകാശമാകുന്നു. ത്വമു ധരണിരാത്മാ, അങ്ങ് ഭൂമിയാകുന്നു, ആത്മാവാകുന്നു. ത്വം ഇതിച, ഇതെല്ലാം അങ്ങ് തന്നെ ആകുന്നു. അതായത് പ്രകൃതിയിലുള്ളതിനെയെല്ലാം പഞ്ചഭൂതങ്ങളെയും പറഞ്ഞു, അതുപോലെ സൂര്യചന്ദ്രന്മാരെ പറഞ്ഞു, ആത്മാവിനെ പറഞ്ഞു, ഭൂമിയെ പറഞ്ഞു. ഇതെല്ലാം അങ്ങ് തന്നെയാകുന്നു. പരിച്ഛിന്നാമേവം ത്വയി പരിണത വിഭ്രതുഗിരം. ഇങ്ങനെ പല വാക്കുകളാൽ വർണ്ണിക്കപ്പെടുന്ന വിവിധാകാരത്തോടു കൂടിയിട്ടുള്ള പരിണാമത്തെ സ്വീകരിച്ചിരിക്കുന്നവനാണ് അങ്ങ്. ന വിദ്മസ്തത്വം വയമിഹ തു യത്വം ന ഭവസി. അങ്ങല്ലാതെ ഇരിക്കുന്ന ഒരു വസ്തുവിനെ ഞങ്ങൾ ഇവിടെ കാണുന്നില്ല. അങ്ങ് ചിലതൊക്കെയാണെന്ന് എടുത്തു പറഞ്ഞു. സൂര്യനാണ്, ചന്ദ്രനാണ്, പഞ്ചഭൂതങ്ങളാണ്, ഭൂമിയാണ്, ആത്മാവാണെന്നൊക്കെ എടുത്തു പറഞ്ഞു. പക്ഷേ അങ്ങല്ലാതെ ഇവിടെ ഒന്നുമില്ല, എല്ലാം അങ്ങ് തന്നെയാകുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതാണ് 26-ാമത്തെ ശ്ലോകം. ത്വമർക്കസ്ത്വം സോമസ്ത്വമസി പവനസ്ത്വം ഹുതവഹസ്ത്വമാപസ്ത്വം വ്യോമത്വമുധരണിരാത്മാ ത്വമിതി ച പരിച്ഛിന്നാമേവം ത്വയി പരിണതാ വിഭ്രതുഗിരം ന വിദ്മസ്തത്തത്വം വയമിഹതു യത്വം ന ഭവസി. അടുത്തത് 27-ാമത്തെ ശ്ലോകമാണ്. ത്രയീം തിസ്രോ വൃത്തിസ്ത്രിഭുവനമഥോ ത്രീണപി സുരാൻ അകാരാദ്യൈർ വർണ്ണൈസ്ത്രിഭിരഭിദദ്ധീർണ വികൃതി തുരീയം തേ ധാമധ്വനിഭിരവരുന്ധാനമണുഭിഃ സമസ്തം വ്യസ്തം ത്വാം ശരണദ ഗൃണത്യോമിതി പദം. ഓംകാരമായിട്ട് ആവിർഭവിക്കുന്നത് അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് ഓംകാരം അങ്ങയുടെ സ്വരൂപമാണെന്ന് പറയുകയാണ്. ത്രയീ തിസ്രോ വൃത്തിസ്ത്രിഭുവനം. ഓംകാരത്തിന് 3 ഭാഗങ്ങൾ പ്രധാനമായിട്ടുണ്ട്. 4 ഭാഗങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ 3 ശബ്ദമാണ്. ആ ഉ മ എന്ന ശബ്ദമാണ്. അത് കഴിഞ്ഞ് 4-ാമത്തേത് എന്ന് പറയുന്നത് നിശബ്ദതയാണ്. അപ്പൊ അതിലെ ആദ്യത്തെ 3 അകാരം, ഉകാരം, മകാരം എന്നുള്ളത് പലതിനെയും സൂചിപ്പിക്കുന്നതാണ്. ത്രയി, അത് 3 വേദങ്ങളെ സൂചിപ്പിക്കുന്നു. തിസ്രോ വൃത്തി, 3 വൃത്തികൾ, അതായത് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നതിനെ സൂചിപ്പിക്കുന്നു. ത്രിഭുവനം അഥോ, 3 ഭുവനങ്ങളെ, 3 ലോകങ്ങളെ അത് സൂചിപ്പിക്കുന്നു. അതായത് ഭൂമി, താഴെയുള്ളത്, മുകളിലുള്ള ലോകങ്ങൾ. ത്രീനപി സുരാൻ, 3 സുരന്മാരെ അത് സൂചിപ്പിക്കുന്നു. 3 സുരന്മാരെന്ന് പറയുമ്പോൾ ത്രിമൂർത്തികൾ, ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, അതിനെ അത് സൂചിപ്പിക്കുന്നു. അകാരാദ്യൈ വർണ്ണൈ, അകാരം തുടങ്ങിയിട്ടുള്ള വർണ്ണങ്ങളാൽ, അതായത് ആ ഉ മ എന്ന വർണ്ണങ്ങളാൽ, ത്രിഭിര 3 വർണ്ണങ്ങളാൽ, അഭിദത്തീർണ വികൃതി, ഈ 3 കാര്യങ്ങളെ, അതായത് വേദങ്ങളായിട്ടും വൃത്തികളായിട്ടും 3 ലോകങ്ങളായിട്ടും 3 മൂർത്തികളായിട്ടും ഒക്കെ അത് സൂചിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഭാവമാണ് ആ ഓംകാരത്തിനുള്ളത്. തുരീയം തേ ധാമ, അതിൻ്റെ 4-ാമത്തെ ആ നിശബ്ദത അങ്ങയുടെ ധാമമാകുന്നു, അങ്ങയുടെ പദമാകുന്നു. ധ്വനിബിർ അവരുന്ധാനം അണുബി, ഇങ്ങനെ ശബ്ദത്താൽ അങ്ങയുടെ സൂക്ഷ്മമായ ആ ഭാവത്തെ, അതായത് സൂക്ഷ്മമായ 4-ാമത്തേതിൽ നിന്നും സൂക്ഷ്മമായ ഭാവത്തെ സൂചിപ്പിക്കുന്ന സമസ്തം വ്യസ്തം ത്വാം ശരണദ ഗൃണാതി ഓമിതി പദം, അങ്ങനെയുള്ള അങ്ങയുടെ ഓംകാരം എന്ന പദത്തെ ഞാനിവിടെ സ്തുതിക്കുന്നു, ഞാനിവിടെ ഉച്ചരിക്കുന്നു. ഓം എന്ന് പറയുമ്പോൾ സമസ്ത ബ്രഹ്മാണ്ടവും അതിൻ്റെ സാരമായിരിക്കുന്ന അങ്ങും ആവിർഭവിച്ചിരിക്കുന്നു, സ്തുതിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതാണ് 27-ാമത്തെ ശ്ലോകം. ത്രയീ തിസ്രോ വൃത്തിസ്ത്രിഭുവനമഥോ ത്രീനപി സുരാൻ അകാരാദ്യൈർവർണ്ണൈസ്ത്രിഭിരഭിദധത്തീർണ വികൃതി തുരീയം തേ ധാമധ്വനിഭിരവരുന്ധാനമണുഭിഃ സമസ്തം വ്യസ്തം ത്വാം ശരണദ ഗൃണാത്യോമിതി പദം. അടുത്തത് 28-ാമത്തെ ശ്ലോകമാണ്. ഭവശ്ശർവോ രുദ്ര പശുപതിരഥോഗ്ര സഹ മഹാംസ്തഥാ ഭീമേശാനാവിതി
യദഭിധാനാഷ്ടകമിദം അമുഷ്മിൻ പ്രത്യേകം പ്രവിചരതി ദേവ ശ്രുതിരപി പ്രിയായസ്മൈ ധാംനേ പ്രവിഹിത മനസ്യോമി പ്രവിഹിത നമസ്യോസ്മി ഭവതേ. ഞാൻ അങ്ങയെ നമിക്കുന്നു. എങ്ങനെയുള്ള അങ്ങയെ 8 ഭാവങ്ങളിൽ ആവിർഭവിച്ചിട്ട്, ശിവന്റെ അഷ്ടഭാവങ്ങൾ വളരെ പ്രസിദ്ധമാണ്. ആ ഭാവങ്ങളിൽ ആവിർഭവിച്ചിട്ടുള്ള അങ്ങയെ ഞാൻ നമിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണ് ആ 8 ഭാവങ്ങൾ? ഭവ, ഭവൻ, ശർവ, ശർവൻ, രുദ്ര, പശുപതി, ഉഗ്ര, മഹാൻ, ഭീമ, ഈശാന എന്ന് തുടങ്ങിയിട്ടുള്ള യത് അഭിധാനാഷ്ടകമിതം 8 നാമങ്ങളെ 8 ഭാവങ്ങളെ സ്വീകരിച്ചിട്ടുള്ള അങ്ങ്. ഭവൻ, ഭവിച്ചവൻ, ശർവൻ, എല്ലാം ഇല്ലാതെയാക്കുന്നവൻ, രുദ്രൻ, ദുഃഖത്തെ അലിയിക്കുന്നവൻ, പശുപതി, പശു സമാനമായി ജീവിക്കുന്ന, അതായത് ജീവന്മാരുടെ പതിയായിരിക്കുന്നവൻ, ഉഗ്രൻ, ആർക്കും അടുക്കാൻ പറ്റാത്തവൻ, മഹാൻ, സഹമഹാൻ എന്നും പറയും, മഹാൻ എന്നും പറയും, രണ്ടാണെങ്കിലും എടുക്കാം, ഏറ്റവും വലിയതായവൻ, ഭീമൻ, ഭീമാകാരത്തോടു കൂട്ടിയവൻ, ആൾക്കാരെ ഭയപ്പെടുത്തുന്നവൻ, ഈശാനൻ, എല്ലാം ഭരിക്കുന്നവൻ. ഇങ്ങനെ 8 നാമങ്ങളോടുകൂടിയ അങ്ങയെ അമുഷ്മിൻ പ്രത്യേകം പ്രവിചരതി ദേവ ശ്രുതിരപി പ്രിയായാസ്മൈ ധാംനേ പ്രവിഹിത നമസ്യോ അസ്മി ഭവതേ. ശ്രുതി, വേദങ്ങൾ പോലും അങ്ങയുടെ ഈ ഭാവങ്ങളെ വളരെയധികം ശ്രദ്ധയോടുകൂടി സ്തുതിക്കുന്നു, അതിനെ പ്രത്യേകം എടുത്തു പറയുന്നു, അതിനെ ധ്യാനിക്കുന്നു. അങ്ങനെയുള്ള ആ ഭാവത്തെ ഞാൻ നമസ്കരിക്കുന്നു. അങ്ങയ്ക്ക് നമസ്കാരം ഭവിക്കട്ടെ. എൻ്റെ നമസ്കാരം ഈ 8 നാമങ്ങളിലും അങ്ങയ്ക്ക് തന്നെയാണ് ഞാൻ അർപ്പിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. വളരെ വിശദമായിട്ട് ഈ നാമങ്ങളെ വേദം വർണ്ണിക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പ്രത്യേകം പ്രവിചരതി എന്ന് പറയുന്നത്. പലയോ ദേവ, അങ്ങനെയുള്ള അങ്ങേക്ക് ഞാൻ നമസ്കാരം അർപ്പിക്കുന്നു. ഭഗവാന്റെ 8 നാമങ്ങളും വളരെ പ്രസക്തമുള്ള നാമങ്ങളാണ്. നാമം സ്മരിക്കുന്നത് തന്നെ മംഗളപ്രദമാണെന്നാണ് പറയുക. 28ാമത്തെ ശ്ലോകം. ഭവശ്ശർവോ രുദ്ര പശുപതിരഥോഗ്രസ്സഹ മഹാംസ്തഥാ ഭീമേശാനാവിതി യദഭിധാനാഷ്ടകമിദം അമുഷ്മിൻ പ്രത്യേകം പ്രവിചരതി ദേവ ശ്രുതിരപി പ്രിയായാസ്മൈ ധാംനേ പ്രവിഹിത നമസ്യോസ്മി ഭവതേ. അടുത്തത് 29ാമത്തെ ശ്ലോകമാണ്. മന്ത്രസമാനമായിട്ടുള്ള ശ്ലോകങ്ങളാണ്, വളരെ പ്രസിദ്ധമായ ഭാഗങ്ങളാണ് ഇതൊക്കെ. നമോ നേദിഷ്ടായ പ്രിയദവദവിഷ്ടായ ച നമോ നമക്ഷോദിഷ്ടായ സ്മരഹര മഹിഷ്ടായ ച നമഃ നമോ വർഷിഷ്ടായ ത്രിനയനയവിഷ്ടായ ച നമോ നമഃ സർവസ്മൈ തേ തദിദമിതി സർവായ ച നമഃ. നമോ നേദിഷ്ടായ പ്രിയദവ ദവിഷ്ടായ ച നമോ. നമസ്കാരം അർപ്പിക്കുകയാണ്. 3 ഭാവങ്ങളെ പറയുന്നു. പ്രിയദവ എന്നാണ് ഇവിടെ വിളിക്കുന്നത്. അഗ്നിയിൽ വളരെയധികം പ്രിയമുള്ളവൻ, കാരണം അഗ്നി കൊണ്ടാണ് യജ്ഞം നടക്കുന്നത്. അഗ്നിക്ക് വളരെയധികം പ്രിയമുള്ളവൻ. അഗ്നിയാണ് എല്ലാം സ്വീകരിച്ച് കൊണ്ടുപോയി കൊടുക്കുന്നത് മുഴുവൻ ഭഗവാനാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയതവനാണ്. അങ്ങനെയുള്ള അങ്ങ് നേദിഷ്ടായ നമോ. നേദിഷ്ടായ എന്ന് പറഞ്ഞാൽ വളരെ അടുത്തുള്ളവൻ. ദവിഷ്ടായ ച നമോ. ദവിഷ്ടൻ എന്ന് പറഞ്ഞാൽ വളരെ ദൂരമുള്ളവൻ. അപ്പൊ വളരെ അടുത്തിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം, വളരെ ദൂരെ ഇരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. നമക്ഷോധിഷ്ടായ സ്മരഹര മഹിഷ്ടായ ച നമഃ. സ്മരനെ ഹരിച്ചവനെ, കാമദേവനെ ദഹിപ്പിച്ചവനെ, അങ്ങ് ക്ഷോധിഷ്ടായ വളരെ ചെറുതായിരിക്കുന്നവനാണ്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. മഹിഷ്ടായ ച നമഃ. വളരെ വലുതായിരിക്കുന്നവനാണ്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. സൂക്ഷ്മനുമാണ്, സ്ഥൂലനുമാണ്. നമോ വർഷിഷ്ടായ ത്രിനയന യവിഷ്ടായ ച നമോ. 3 കണ്ണുകൾ ഉള്ളവനെ, അങ്ങ് വളരെയധികം വൃദ്ധനാണ്, വളരെ പണ്ടേ ഉള്ളവനാണ്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. ഏറ്റവും വൃദ്ധനാണ്. യവിഷ്ഠ, ഏറ്റവും ചെറുപ്പവും അങ്ങയ്ക്കാണ്, ഇപ്പോൾ ഉണ്ടായവനാണ്. സദ്യോജാതൻ എന്ന് ഭഗവാനെ വിളിക്കും. അങ്ങനെയുള്ളവനാണ്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. നമഃ സർവസ്മൈ തേ തദിദം ഇതി സർവായ ച നമഃ. എല്ലാമായിരിക്കുന്നത് അങ്ങ് തന്നെയായതുകൊണ്ട് അങ്ങനെയുള്ള സർവസ്വരൂപിയായ അങ്ങയ്ക്ക് നമസ്കാരം ഭവിക്കട്ടെ. ഇതാണ് 29ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നമോ നേദിഷ്ടായ പ്രിയദവദവിഷ്ടായ ച നമോ നമക്ഷോദിഷ്ടായ സ്മരഹര മഹിഷ്ടായ ച നമഃ നമോ വർഷിഷ്ടായ ത്രിനയനയവിഷ്ടായ ച നമോ നമഃ സർവസ്മൈ തേ തദിദമിതി സർവായ ച നമഃ. അടുത്തത് 30ാമത്തെ ശ്ലോകമാണ്. ബഹലരജസേ വിശ്വോത്പത്തൗ ഭവായ നമോ നമഃ
പ്രബലതമസേ തത്സംഹാരേ ഹരായ നമോ നമഃ ജനസുഖകൃതേ സത്വോദ്രിക്തൗ മൃഡായ നമോ നമഃ പ്രമഹസി പദേ നിസ്ത്രൈഗുണ്യേ ശിവായ നമോ നമഃ. 3 ഗുണങ്ങളിലുള്ള ഭാവവും, അതായത് ത്രിമൂർത്തി ഭാവവും നിർഗുണമായ ഭാവവും ഇവിടെ സ്തുതിക്കപ്പെടുന്നു. ബഹലരജസേ വിശ്വോത്പത്തോ ഭവായ നമോ നമഃ. വിശ്വത്തിന്റെ ഉത്പത്തിക്ക് കാരണമായ, വിശ്വത്തെ നിർമ്മിക്കുന്ന ഒരുപാട് രജസ്സുകളുള്ള ഭവസ്വരൂപത്തിലിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. ആ ഭവനാണ് ബ്രഹ്മാവായിട്ട് ഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ബ്രഹ്മാവിന്റെ ഭാവത്തിലിരിക്കുന്ന ഭഗവാന് നമസ്കാരം. പ്രബലതമസേ തത്സംഹാരേ ഹരായ നമോ നമഃ. വളരെയധികം തമസ്സോടുകൂടി, തമോ ഗുണത്തോടുകൂടി അങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളതിനെ സംഹരിക്കുന്ന ഹരനായിരിക്കുന്ന, രുദ്രനായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. ജനസുഖകൃതേ സത്വോദ്രിക്തൗ മൃഡായ നമോ നമഃ. ഇതിനിടയിൽ ആ ജനങ്ങളെ, ജനിച്ചിട്ടുള്ളതിനെ മുഴുവൻ പാലിക്കുന്ന, അതിനെ സുഖത്തെ, സൗഖ്യത്തെ ചെയ്തു കൊടുക്കുന്ന സത്വഗുണത്തോടു കൂടിയിട്ടുള്ള മൃഡനായിക്കൊണ്ട്, മൃഡൻ എന്ന് പറഞ്ഞാൽ കരുണയുള്ളവൻ എന്നാണ്. അപ്പോൾ മഹാവിഷ്ണുവിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ഭാവത്തിലിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. പ്രമഹസി പദേ നിസ്ത്രൈഗുണ്യേ ശിവായ നമോ നമഃ. ഇതിനെയെല്ലാം അധികരിച്ചു നിൽക്കുന്ന ഭാവത്തിലുള്ള 3 ഗുണങ്ങൾക്കും അതീതനായ നിർഗുണ സ്വരൂപനായ ശിവനായ അങ്ങയ്ക്കും നമസ്കാരം. ഇപ്പൊ ത്രിമൂർത്തി ഭാവവും അതിനതീതമായ ശിവഭാവവും ഇവിടെ പറഞ്ഞു. ഭവൻ, ഹരൻ, മൃഡൻ, ശിവൻ, ഇങ്ങനെ 4 ഭാവങ്ങൾക്കും നമസ്കാരം അർപ്പിച്ചു. ബഹലരജസേ വിശ്വോത്പത്തൗ ഭവായ നമോ നമഃ പ്രബലതമസേ തത്സംഹാരേ ഹരായ നമോ നമഃ ജനസുഖകൃതേ സത്വോദ്രിക്തൗ മൃഡായ നമോ നമഃ പ്രമഹസി പദേ നിസ്ത്രൈഗുണ്യേ ശിവായ നമോ നമഃ. അടുത്തത് 31-ാമത്തെ ശ്ലോകമാണ്. കൃഷപരിണതി ചേത ക്ലേശവശ്യം ക്വചേദം ക്വച തവ ഗുണസീമോല്ലംഘിനി ശശ്വദൃദ്ധി ഇതി ചകിതമമന്ദീകൃത്യ മാം ഭക്തിരാധാദ് വരദ ചരണയോസ്തേ വാക്യപുഷ്പോപഹാരം. ഇവിടെ തൻ്റെ കൃതിയെ സമർപ്പിക്കുകയാണ് കവി. കൃഷപരിണതി ചേത ക്ലേശവശ്യം. എൻ്റെ മനസ്സ് വളരെയധികം ചെറുതാണ്, വളരെയധികം വികസിക്കാത്തതാണ്, വളരെ വളർച്ചയൊന്നും കിട്ടാത്ത, മെച്യൂരിറ്റി ഒന്നും ഇല്ലാത്ത ബാലിശമായിട്ടുള്ള മനസ്സാണ് എനിക്കുള്ളത്. ക്ലേശവശ്യമാണ്, ഒരുപാട് ക്ലേശങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. പഞ്ചക്ലേശങ്ങൾ എന്നും എടുക്കാം. അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. ക്വചേദം ക്വച തവ ഗുണസീമോല്ലംഘിനി ശശ്വദൃദ്ധി. ഇങ്ങനെ ഇരിക്കുന്ന എൻ്റെ മനസ്സ് എവിടെയാണ്? അങ്ങയുടെ സീമയില്ലാത്ത, അഥവാ എല്ലാ സീമകളെയും ലംഘിക്കുന്ന ഗുണങ്ങളോടുകൂടിയ, അഥവാ ഗുണങ്ങളുടെ എല്ലാ സീമയെയും ലംഘിക്കുന്ന മഹിമാവോടുകൂടിയ ശാശ്വതമായ ഋദ്ധിയോട് കൂടിയിട്ടുള്ള അങ്ങയുടെ ഭാവം, ആ ഋദ്ധി അതെവിടെയാണ്? എൻ്റെ മനസ്സ് വളരെ ചെറുതാണ്, അങ്ങ് വളരെ വലുതാണ്, അങ്ങയുടെ സമൃദ്ധി അത്രയും വലുതാണ്. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് അങ്ങയെ സ്തുതിക്കാനൊന്നും പറ്റില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതി ചകിതം അമന്ദീകൃത്യമാം. അങ്ങനെ ഇത് മനസ്സിലാക്കി ഭയപ്പാടോടുകൂടിയ, ബുദ്ധിക്ക് തെളിമയൊന്നുമില്ലാത്ത ഇരിക്കുന്ന, വളരെയധികം ഭയപ്പെട്ടിരിക്കുന്ന എന്നർത്ഥവും വരാം. അങ്ങനെ ഇരിക്കുന്ന മാം, എന്നെ, ഭക്തിരാധാത്, ഭക്തിയെ സ്വീകരിച്ചുകൊണ്ട്, അഥവാ ഭക്തിയുടെ പ്രേരണയാൽ, വരദ ചരണയോസ്തേ വാക്യപുഷ്പോപഹാരം, അഥവാ പുഷ്പാഹാരം എന്നും പറയാം. ഭക്തിയുടെ പ്രേരണയാൽ, എനിക്ക് എൻ്റെ മനസ്സ് ചെറുതാണെന്നറിയാം, അതിന് വലിയ കഴിവില്ല എന്നറിയാം, അങ്ങയുടെ ഋദ്ധി അളക്കാൻ പറ്റാത്തതാണെന്നറിയാം, അങ്ങനെയൊക്കെ ഭയം എനിക്കുണ്ടെങ്കിലും, വളരെയധികം ഭയമുണ്ടെങ്കിലും, ഭക്തിയുടെ സ്വാധീനം കൊണ്ട് ഞാൻ അങ്ങയ്ക്ക് എല്ലാ വരങ്ങളെയും നൽകുന്ന അങ്ങയുടെ തൃപ്പാദങ്ങളിൽ പുഷ്പസമാനമായിട്ടുള്ള വാക്കുകളെ, ശ്ലോകങ്ങളെ ഇവിടെ അർപ്പിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇവിടെ പുഷ്പദന്തൻ എന്ന പേര് അദ്ദേഹത്തിന് കിട്ടാൻ മറ്റൊരു കാരണം പറയാറുണ്ട്. ദന്തശബ്ദത്തിന് 32 എന്നർത്ഥമുണ്ട്. അപ്പോൾ പുഷ്പസമാനമായ 32 ശ്ലോകങ്ങളെ ഭഗവാന് സമർപ്പിച്ചത് കൊണ്ട് പുഷ്പദന്തൻ എന്ന പേര് കിട്ടിയെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ മൂലത്തിൽ 32 ശ്ലോകങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്ന് ചില ആചാര്യന്മാർ പറയാറുണ്ട്. ഇന്ന് നമുക്ക് 40-ൽ പരം ശ്ലോകങ്ങൾ കാണാം. പക്ഷെ പ്രധാനപ്പെട്ടത് 32 തന്നെയാണ്. പിന്നീടൊക്കെ ഫലശ്രുതിയാണ്, ഇതിന്റെ മഹിമയെ പറയുന്ന വരികളാണ്. അതുകൊണ്ട് ഒരു പക്ഷേ 32 ശ്ലോകങ്ങളായിരിക്കാം മൂലത്തിൽ. അത് സമർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് ആ പേര് കിട്ടിയതും ആവാം. എന്താണെങ്കിലും പുഷ്പസമാനമായിട്ട്, കാരണം പുഷ്പം കട്ടതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇതുണ്ടായത്. അപ്പോൾ ഞാൻ പകരം അങ്ങയ്ക്ക് വാക്യപുഷ്പത്തെ സമർപ്പിക്കുന്നു ഭക്തി കൊണ്ട്.
ഇതാണ് 31ാമത്തെ ശ്ലോകം. കൃഷപരിണതി ചേത ക്ലേശവശ്യം ക്വചേദം ക്വച തവ ഗുണസീമോല്ലംഘിനി ശശ്വദ്വൃദ്ധി ഇതി ചകിതമമന്ദീകൃത്യ മാം ഭക്തിരാധാദ്വരദ ചരണയോസ്തേ വാക്യപുഷ്പോപഹാരം. 32ാമത്തെ ശ്ലോകം. അസിതഗിരി സമം സ്യാത് കജ്ജലം സിന്ധുപാത്രേ സുരതരുവരശാഖാ ലേഖനീ പത്രമുർവി ലിഖതി യദി ഗൃഹീത്വാ ശാരദാ സർവകാലം തദപി തവ ഗുണാനാമീശപാരം നയാതി. വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണിത്. അസിതഗിരി സമം സ്യാത് കജ്ജലം. കറുത്ത ഒരു പർവ്വതത്തെ നമ്മൾ എടുത്തു പിഴിഞ്ഞ് അതിനെ മഷിയാക്കി മാറ്റിയാൽ, സിന്ധുപാത്രേ സമുദ്രത്തെ തന്നെ ആ മഷിയെ ഉൾക്കൊള്ളുന്ന പാത്രമാക്കി മാറ്റിയാൽ, സുരതരുവര ശാഖ കൽപ്പവൃക്ഷത്തെ, അതായത് ദേവലോകത്തുള്ള വൃക്ഷത്തിന്റെ ശാഖയെ നമ്മൾ ലേഖനി എഴുത്താണിയാക്കി മാറ്റിയാൽ, പത്രമുർവി ഭൂമിയെ തന്നെ നമ്മൾ പത്രമാക്കി ഏടാക്കി മാറ്റിയാൽ, ലിഖതി യതി ഗൃഹീത്വാ ശാരദാ സർവകാലം അങ്ങനെയുള്ള ആ സുരതരുവാകുന്ന ലേഖനിയെ എടുത്തുകൊണ്ട് ഭൂമിയിൽ ഈ അസിതഗിരിയാകുന്ന സമുദ്ര സമാനമായിട്ട് സമുദ്രപാത്രത്തിലുള്ള മഷിയെ എടുത്തുകൊണ്ട് സാക്ഷാത് ശാരദാദേവി തന്നെ സർവകാലം ലിഖതി കാലാകാലം ഇരുന്ന് എഴുതിയാലും തദപി അപ്പോഴും തവ ഗുണാനാമീശ പാരം നയാതി അങ്ങയുടെ ഗുണങ്ങളുടെ പാരത്തെ മറുകരയെ പ്രാപിക്കുകയില്ല. ശാരദാദേവി തന്നെ സമുദ്രം മുഴുവൻ മഷി നിറച്ചുകൊണ്ട് ദേവവൃക്ഷത്തെ എടുത്ത് ഭൂമിയിൽ പത്രമാക്കി എഴുതാൻ തുടങ്ങിയാൽ കാലാകാലം ഇരുന്ന് എഴുതിയാലും തീരില്ല. അത്രയും മഹിമാവോട് കൂടിയവനാണ്. കാരണം ലോകം മുഴുവൻ ഭഗവാന്റെ മഹിമയാണ്. ലോകം നിത്യം പരിണമിച്ചു കൊണ്ടിരിക്കുന്നതാണ്, എപ്പോഴും പുതിയ ഭാവം സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് ഭഗവാന്റെ മഹിമയും അനന്തമാണ്. വളരെ പ്രസിദ്ധമായ ശ്ലോകമാണിത്. അസിതഗിരി സമം സ്യാത് കജ്ജലം സിന്ധുപാത്രേ സുരതരുവര ശാഖാ ലേഖനീ പത്രമുർവി ലിഖതി യദി ഗൃഹീത്വാ ശാരദാ സർവകാലം തദപി തവ ഗുണാനാമീശപാരം നയാതി. അങ്ങനെ 32 ശ്ലോകങ്ങൾ കഴിഞ്ഞു. ഇനിയുള്ളതൊക്കെ ഫലശ്രുതി സമാനമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. പക്ഷെ പൊതുവെ അത് ചൊല്ലപ്പെടും. അതുകൊണ്ട് നമുക്കതെല്ലാം ഒന്ന് നോക്കാം. അടുത്തത് 33ാമത്തെ ശ്ലോകം. അസുരസുര മുനീന്ദ്രൈർ അർച്ചിതസ്യേന്ദു മൗലേർ ഗ്രഥിത ഗുണമഹിംനോ നിർഗുണസ്യേശ്വരസ്യ സകലഗണവരിഷ്ഠ പുഷ്പദന്താഭിധാനോ രുചിരമല അലഘുവൃത്തൈ സ്തോത്രമേതച്ചകാര. സ്തോത്രം എഴുതിയത് പുഷ്പദന്തനാണെന്ന് രേഖപ്പെടുത്തി വെക്കുകയാണ് ഇവിടെ. അസുര സുര മുനീന്ദ്രൈർ അർച്ചിതസ്യ. സുരന്മാരാൽ മുനികളാൽ ഇന്ദ്രനാൽ അഥവാ ഇവരുടെ എല്ലാം ശ്രേഷ്ഠരായിരിക്കുന്ന ആൾക്കാരാൽ അർച്ചിതനായിരിക്കുന്ന ഇന്ദുമൗലേർ ചന്ദ്രക്കലയെ ശിരസിൽ ധരിച്ചിരിക്കുന്ന ഗ്രഥിത ഗുണ മഹിംന അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ മഹിമയെ വർണ്ണിക്കുന്ന നിർഗുണസ്യ ഈശ്വരസ്യ അദ്ദേഹം നിർഗുണനുമാണ് ഈശ്വരനുമാണ് സകല ഗണവരിഷ്ഠ എല്ലാ ഗണങ്ങളിലും വെച്ച് ശ്രേഷ്ഠനായിരിക്കുന്ന, അതായത് ഭഗവാന്റെ പാർഷദന്മാരാണ് ഗണങ്ങൾ. ആ ഗണങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന പുഷ്പദന്താഭിധാനോ പുഷ്പദന്തൻ എന്ന് പേരുള്ള ഞാനിപ്പോൾ അങ്ങയുടെ ദാസനായി ഭവിച്ചിരിക്കുന്നു. അപ്പം അങ്ങയുടെ ദാസന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായി ഭവിക്കണേ എന്ന പ്രാർത്ഥന എനിക്കുണ്ട്. അത്രയും ഭക്തി എനിക്കുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി രുചിരമലഘു വൃത്തൈ വളരെ മനോഹരമായിട്ടുള്ള വലിയ വൃത്തത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള സ്തോത്രമേതച്ചകാര ഈ സ്തോത്രത്തെ ഞാൻ ചെയ്തു. അങ്ങയുടെ ഗുണങ്ങളെ മുഴുവൻ മഹിമയെ മുഴുവൻ വർണ്ണിക്കുന്ന ഈ സ്തോത്രത്തെ ഞാനിതാ രചിച്ചിരിക്കുന്നു. ഇതാണ് 33ാമത്തെ ശ്ലോകം. അസുരസുര മുനീന്ദ്രൈർ അർച്ചിതസ്യേന്ദു മൗലേർ ഗ്രഥിത ഗുണമഹിംനോ നിർഗുണസ്യേശ്വരസ്യ സകല ഗണവരിഷ്ഠ പുഷ്പദന്താഭിധാനോ രുചിരമലഘുവൃത്തൈ സ്തോത്രമേതച്ചകാര. അടുത്തത് 34ാമത്തെ ശ്ലോകം. അഹരഹരനവദ്യം ദുർജടേ സ്തോത്രമേതത് പഠതി പരമഭക്ത്യാ ശുദ്ധചിത്തഃ പുമാന്യ സഭവതി ശിവലോകേ രുദ്രതുല്യസ്തഥാത്ര പ്രചുരതരധനായു പുത്രവാൻ കീർത്തിമാംശ്ച. ഇത് ചൊല്ലിയാൽ ഉണ്ടാകുന്ന ഗുണത്തെയാണ് പറയുന്നത്. അഹരഹർ അനവദ്യം എല്ലാ ദിവസവും വളരെ ശ്രദ്ധയോടുകൂടി ദുർജടേ സ്തോത്രമേതത് പഠതി ദുർജടിയുടെ ജട ധരിച്ചിരിക്കുന്ന വളരെ വലിയ ജടയെ ധരിച്ചിരിക്കുന്ന ആ ശിവന്റെ ഈ സ്തോത്രത്തെ ആര് പഠിക്കുന്നുവോ പരമഭക്ത്യ വളരെ ഭക്തിയോടുകൂടി ശുദ്ധചിത്ത ശുദ്ധമായ ചിത്തത്തോടുകൂടി പുമാന്യ യാതൊരു പുരുഷൻ പഠിക്കുന്നുവോ, പുരുഷൻ എന്നാൽ ഇവിടെ സ്ത്രീകളും എല്ലാവരും ആരാണോ ഇത് പഠിക്കുന്നത്, സഭവതി ശിവലോകേ രുദ്രതുല്യസ്തഥാ
അവൻ ശിവലോകത്തിൽ രുദ്രന് തുല്യനായിട്ട് ഭവിക്കുന്നു. അത് മാത്രമല്ല, അവിടെ എത്തുന്നതിന് മുമ്പ് ഇവിടെ ഈ ലോകത്തിൽ പ്രചുരതര വളരെ അധികം ധനം, ആയുസ്, പുത്രൻ തുടങ്ങിയവയെ, അതുപോലെ കീർത്തി, ഇതെല്ലാം സമ്പാദിക്കുന്നു. അതാണ് പ്രചുരതര ധനായു പുത്രവാൻ കീർത്തിമാംശ. അപ്പൊ ഈ ലോകത്തിൽ അവന് നല്ല ധനമുണ്ടാകും, നല്ല ആയുസ്സുണ്ടാകും, നല്ല മക്കൾ, അതായത് അഭിവൃദ്ധി ഉണ്ടാകും, അവന് നല്ല കീർത്തി ഉണ്ടാകും. അങ്ങനെ നല്ലൊരു ജീവിതം ഇവിടെ ജീവിച്ചു കഴിഞ്ഞ് അവൻ ശിവലോകത്തെ നേടും. അവിടെ രുദ്രതുല്യനായിട്ട് അവൻ ഭവിക്കും. ഈ സ്തോത്രത്തെ പഠിച്ചാൽ, ശ്രദ്ധയോടുകൂടി ശുദ്ധചിത്തനായിട്ട് പഠിച്ചാൽ. അഹരഹരനവദ്യം ദുർജടേ സ്തോത്രമേതത് പഠതി പരമഭക്ത്യാ ശുദ്ധചിത്തഃ പുമാന്യ സ ഭവതി ശിവലോകേ രുദ്രതുല്യസ്തഥാത്ര പ്രചുരതരധനായു പുത്രവാൻ കീർത്തിമാംശ്ച. അടുത്തത് 35-ാമത്തെ ശ്ലോകമാണ്. ദീക്ഷാദാനം തപസ്തീർത്ഥം യോഗയാഗാദികാ ക്രിയാ മഹിംനസ്തവ പാഠസ്യ കലാം നാർഹന്തി ഷോഡശീം. ദീക്ഷ, അതായത് യാഗം നടത്തുക, വ്രതമെടുക്കുക തുടങ്ങിയ കാര്യം, ദാനം കൊടുക്കുക, തപസ് അനുഷ്ഠിക്കുക, തീർത്ഥാടനം നടത്തുക, യോഗയാഗാദിക, യോഗം നേടുക, യോഗം അഭ്യസിക്കുക, യാഗം നടക്കുക തുടങ്ങിയിട്ടുള്ള ക്രിയ ചെയ്യുക. അതിനെ നമ്മൾ എടുത്തു നോക്കിയാൽ മഹിംനസ്തവ പാഠസ്യ, മഹിംനയെ പഠിക്കുന്നവന്റെ കലാം നാർഹന്തി ഷോഡശീം, 16-ൽ ഒരു കല പോലും ആകില്ല, 16-ൽ ഒരു അംശം പോലും ആവില്ല അത് ചെയ്യുന്ന ഫലം. അതായത് ശിവമഹിംനാ സ്തോത്രത്തെ പഠിച്ചാൽ അതിനേക്കാളൊക്കെ എത്രയോ അധികം മഹിമ ലഭിക്കും, ഗുണം ലഭിക്കും. ദീക്ഷ ചെയ്യുന്നതിനേക്കാളും, ദാനം ചെയ്യുന്നതിനേക്കാളും, തപസ് അനുഷ്ഠിക്കുന്നതിനേക്കാളും, തീർത്ഥം അനുഷ്ഠിക്കുന്നതിനേക്കാളും, യോഗം നേടുന്നതിനേക്കാളും, യാഗം നടത്തുന്നതിനേക്കാളും, ഇങ്ങനെയുള്ള ക്രിയകളെക്കാളും ഒക്കെ എത്രയോ മടങ്ങ് അഭിവൃദ്ധി, ഐശ്വര്യം, ഗുണം, ഫലം ഈ മഹിംനാസ്തവം പഠിച്ചാൽ നമുക്ക് ലഭിക്കുമെന്ന് പുഷ്പദന്തൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. ദീക്ഷാദാനം തപസ്തീർത്ഥം യോഗയാഗാദികാ ക്രിയാ മഹിംനസ്തവ പാഠസ്യ കലാം നാർഹന്തി ഷോഡശീം. അടുത്തത് 36-ാമത്തെ ശ്ലോകമാണ്. ആസമാപ്തമിദം സ്തോത്രം പുണ്യം ഗന്ധർവ ഭാഷിതം അനൗപമ്യം മനോഹാരി ശിവമീശ്വര വർണ്ണനം. ആസമാപ്തം ഇതം സ്തോത്രം, ഈ സ്തോത്രം ഇവിടെ സമാപിക്കുന്നു. പുണ്യം, അത് പുണ്യപ്രദമാണ്. ഗന്ധർവ ഭാഷിതം, ഗന്ധർവനാൽ പറയപ്പെട്ടതാണ്. അനൗപമ്യം, ഉപമിക്കാൻ തക്കതായി മറ്റൊരു സ്തോത്രം ഇല്ലാത്തതാണ്. മനോഹാരി, മനസ്സിനെ ആകർഷിക്കുന്നതാണ്. ശിവം, മംഗളസ്വരൂപമാണ്. ഈശ്വര വർണ്ണനം, ഈശ്വരനെ കുറിച്ച് വർണ്ണിക്കുന്നതാണ്. ആസമാപ്തമിദം സ്തോത്രം പുണ്യം ഗന്ധർവ ഭാഷിതം അനൗപമ്യം മനോഹാരി ശിവമീശ്വര വർണ്ണനം. അടുത്തത് 37-ാമത്തെ ശ്ലോകം. മഹേഷാന്നാപരോ ദേവോ മഹിംനോ നാപരാസ്തുതി അഘോരാന്നാപരോ മന്ത്രോ നാസ്തി തത്വം ഗുരോ പരഃ. പ്രസിദ്ധമായ മന്ത്രമാണ്. മഹേശനേക്കാൾ വലിയ ഒരു ദേവൻ ഇല്ല, മഹിംനയേക്കാൾ വലിയ ഒരു സ്തുതി ഇല്ല, അഘോര മന്ത്രത്തെക്കാൾ വലിയ ഒരു മന്ത്രമില്ല, ഗുരുവിനേക്കാൾ വലിയ ഒരു തത്വമില്ല. മഹേഷാന്നാപരോ ദേവോ മഹിംനോ നാപരാസ്തുതി അഘോരാന്നാപരോ മന്ത്രോ നാസ്തി തത്വം ഗുരോ പരം. അടുത്തത് 38-ാമത്തെ ശ്ലോകം. കുസുമദശന നാമ സർവഗന്ധർവരാജ ശിശു ശശധര മൗലേർ ദേവദേവസ്യ ദാസ സഖലു നിജ മഹിംനോ ഭ്രഷ്ട ഏവാസ്യ രോഷാത് സ്തവനമിതമകാർഷി ദിവ്യ ദിവ്യം മഹിംന. താൻ ഈ കൃതി രചിക്കാനുണ്ടായ കാരണം നമ്മൾ തുടക്കത്തിൽ കേട്ട കഥ ഇവിടെ ഒന്ന് സൂചിപ്പിക്കുകയാണ് അദ്ദേഹം. കുസുമദശന നാമ, പുഷ്പദന്തൻ എന്ന് പേരുള്ള സർവഗന്ധർവ രാജ, എല്ലാ ഗന്ധർവന്മാരുടെയും രാജാവായിരിക്കുന്ന ശിശു ശശധര മൗലേർ ദേവദേവസ്യ ദാസ, ചന്ദ്രക്കലയെ ശിരസിൽ ധരിച്ചിട്ടുള്ള മഹാദേവന്റെ ദാസനായിരിക്കുന്ന സഖലു നിജ മഹിംനോ ഭ്രഷ്ട ഏവാസ്യ, സ്വന്തം മഹിംനയിൽ നിന്നും സ്വന്തം ശക്തിയിൽ നിന്നും പതിച്ചിട്ടുള്ള ആ പുഷ്പദന്തൻ, നേരത്തെ കേട്ടുവല്ലോ ഭൂമിയിൽ വന്നപ്പോഴുള്ള അവസ്ഥ. രോഷാത് ഏവാസ്യ രോഷാത്, ആ ഭഗവാന്റെ ദേഷ്യം കൊണ്ട് സ്വന്തം മഹിംനയെ നഷ്ടപ്പെടുത്തിയവൻ. സ്തവന ഇതം അകാർഷി, അതുകൊണ്ട് ഈ സ്തവനത്തെ രചിച്ചു. ദിവ്യ ദിവ്യം മഹിംന, ഈ ദിവ്യ ദിവ്യമായിട്ടുള്ള അങ്ങയുടെ മഹിമയെ കുറിച്ച് പറയുന്ന മഹിംനാസ്തവം അദ്ദേഹം രചിക്കാനിടയായി. കുസുമദശന നാമ സർവഗന്ധർവരാജ ശിശു ശശധര മൗലേ ദേവദേവസ്യ ദാസ സഖലു നിജ മഹിംനോ ഭ്രഷ്ട ഏവാസ്യ രോഷാത് സ്തവനമിതമകാർഷി ദിവ്യ ദിവ്യം മഹിംന. അടുത്തത് 39-ാമത്തെ ശ്ലോകമാണ്. സുരവര മുനി പൂജ്യം സ്വർഗമോക്ഷൈക ഹേതും പഠതി യദി മനുഷ്യ പ്രാഞ്ജലിർനാന്യചേത വ്രജതി ശിവ സമീപം കിന്നരൈ സ്തൂയമാന
സ്തവനമിതമമോഘം പുഷ്പദന്ത പ്രണീതം. സുരവര മുനി പൂജ്യം. സുരന്മാരാൽ ശ്രേഷ്ഠന്മാരായ സുരന്മാരാലും മുനികരാലും പൂജിക്കപ്പെടുന്ന സ്വർഗമോക്ഷൈക ഹേതു, സ്വർഗത്തിനും മോക്ഷത്തിനും ഏകഹേതുവായിട്ടുള്ള ഈ കൃതിയെ പഠതി യതി, ആര് പഠിക്കുകയാണെങ്കിൽ മനുഷ്യ പ്രാഞ്ജലി നാന്യ ചേത, മറ്റൊരു വിചാരമില്ലാതെ ഏകാഗ്ര മനസ്സോടുകൂടി മനുഷ്യർ ഇതിനെ പഠിക്കുകയാണെങ്കിൽ വ്രജതി ശിവ സമീപം, ശിവന്റെ അടുത്തേക്ക് അവരെത്തും. കിന്നരൈ സ്തൂയമാന, കിന്നരന്മാരാൽ സ്തുതിക്കപ്പെടുന്ന ഭാവത്തെ അവർ നേടും, അഥവാ കിന്നരന്മാരാൽ സ്തുതിക്കപ്പെടുന്ന ആ ശിവന്റെ ലോകത്തെ അവർ പ്രാപിക്കും. സ്തവനമിതം അമോഘം, അങ്ങനെയുള്ള ഈ സ്തവനത്തെ, ഇത് അമോഘമാണ്, വ്യർത്ഥമാകാത്ത സ്തോത്രമാണ്. പുഷ്പദന്ത പ്രണീതം, പുഷ്പദന്തനാൽ പ്രണീതമാണ്, പുഷ്പദന്തൻ രചിച്ചിട്ടുള്ളതാണ്. അത്രയും ശ്രേഷ്ഠമായ സ്തോത്രമാണ്. സുരവരമുനി പൂജ്യം സ്വർഗമോക്ഷൈക ഹേതും പഠതി യതി മനുഷ്യ പ്രാഞ്ജലിർനാന്യചേത വ്രജതി ശിവ സമീപം കിന്നരൈ സ്തൂയമാന സ്തവനം ഇദമമോഘം പുഷ്പദന്ത പ്രണീതം. അടുത്തത് 40-ാമത്തെ ശ്ലോകമാണ്. ശ്രീ പുഷ്പദന്തമുഖ പങ്കജ നിർഗതേന സ്തോത്രേണ കിൽബിഷഹരേണ ഹരപ്രിയേന കണ്ഠസ്ഥിതേന പഠിതേന സമാഹിതേന സുപ്രീണിതോ ഭവതി ഭൂതപതിർമഹേഷ. വീണ്ടും മഹിമ പറയുകയാണ്. ശ്രീ പുഷ്പദന്ത മുഖ പങ്കജ നിർഗതേന, ശ്രീ പുഷ്പദന്തന്റെ മുഖത്തിൽ നിന്നും ആവിർഭവിച്ചിട്ടുള്ള സ്തോത്രേന, സ്തോത്രത്താൽ കിൽബിഷഹരേന, എല്ലാ പാപങ്ങളെയും ഹരിക്കുന്ന, ഹരപ്രിയേന, ഹരന് വളരെ ഇഷ്ടമുള്ളതായ, കണ്ഠസ്ഥിതേന, മനഃപാഠമാക്കിയിട്ടുള്ള, പഠിതേന, പഠിക്കുന്നവന്റെ, സമാഹിതേന, മനസ്സ് വളരെയധികം ശ്രദ്ധയോടുകൂടി ഏകാഗ്രമായിട്ടിരിക്കുന്ന, സുപ്രണീതോ ഭവതി ഭൂതപതിർ മഹേഷ, അവനിൽ ഭൂതപതിയായിരിക്കുന്ന മഹേശ്വരൻ വളരെയധികം സന്തോഷമുള്ളവനായിട്ട് ഭവിക്കും, അവനിൽ പ്രീതിയെ ഭഗവാൻ ഉണ്ടാകും. അപ്പൊ ഈ സ്തോത്രത്തെ നന്നായി മനസ്സിലാക്കി അതിനെ ശ്രദ്ധയോടുകൂടി ജപിക്കുകയാണെങ്കിൽ എല്ലാ പാപങ്ങളും ഇല്ലാതെയാകും, ഹരന്റെ പ്രീതിയും ലഭിക്കും. ശ്രീ പുഷ്പദന്ത മുഖ പങ്കജ നിർഗതേന സ്തോത്രേണ കിൽബിഷഹരേന ഹരപ്രിയേന കണ്ഠസ്ഥിതേന പഠിതേന സമാഹിതേന സുപ്രീണിതോ ഭവതി ഭൂതപതിർമഹേഷ. അടുത്തത് 41-ാമത്തെ ശ്ലോകമാണ്. ഇത്യേഷാ വാങ്മയി പൂജ ശ്രീമത് ശങ്കര പാദയോ അർപ്പിതാ തേന ദേവേശ പ്രിയതാം മേ സദാശിവ. ഇങ്ങനെ ഇപ്രകാരമുള്ള വാങ്മയി ആയിട്ടുള്ള, വാക്കുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പൂജയെ ശ്രീമത് ശങ്കര പാദയോ, ആ ശ്രീ ശങ്കരന്റെ പാദങ്ങളിൽ, ശങ്കരോതീതി ശങ്കര, മംഗളത്തെ ചെയ്യുന്നവൻ ശങ്കരൻ, ആ ശങ്കരന്റെ പാദങ്ങളിൽ അർപ്പിത, അർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തേന ദേവേശ, അതിനാൽ ദേവേശ്വരനായിരിക്കുന്ന ഭഗവാൻ, പ്രിയതാം മേ സദാശിവ, ആ സദാശിവൻ എന്നിൽ സംപ്രീതനാകട്ടെ, സന്തുഷ്ടനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത്യേഷാ വാങ്മയി പൂജ ശ്രീമത് ശങ്കര പാദയോ അർപ്പിതാ തേന ദേവേശ പ്രിയതാം മേ സദാശിവ. അടുത്തത് 42-ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകമാണ്. യദക്ഷരം പദം ഭ്രഷ്ടം മാത്രാഹീനം ച യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ പ്രസീദ പരമേശ്വര. യദക്ഷരം പദം ഭ്രഷ്ടം മാത്രാഹീനം ച യദ്ഭവേത്, ഇത് ചൊല്ലുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ ഭവിച്ചിട്ടുണ്ടെങ്കിൽ, അക്ഷരം പൂർണ്ണമായിട്ട് ഉച്ചരിക്കാതെയോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും കൂടുതൽ പറഞ്ഞിട്ടോ മാത്രയില്ലാതെയോ ഒക്കെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തത്സർവം ക്ഷമ്യതാം, അതിനെയെല്ലാം ക്ഷമിക്കുക. ദേവ പ്രസീദ പരമേശ്വര, അല്ലയോ പരമേശ്വര, അറിവില്ലാത്തവന്റെ തെറ്റുകളായി കരുതി അതിനെയെല്ലാം ക്ഷമിച്ചുകൊണ്ട് പ്രസാദിക്കുക എന്നാണ് 42-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യദക്ഷരം പദം ഭ്രഷ്ടം മാത്രാഹീനം ച യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ പ്രസീദ പരമേശ്വര. ഇനി ചില പാഠങ്ങളിൽ മാത്രം കാണുന്ന ഒരു വരി കൂടിയുണ്ട്, വളരെ പ്രസക്തമായ സുന്ദരമായ വരിയാണ്, അതുകൊണ്ടും അത് ഇവിടെ ഒന്ന് സ്മരിക്കാം. പുഷ്പദന്തൻ പറയുകയാണ്. തവ തത്വം ന ജാനാമി കീദൃശോസി മഹേശ്വര യാദൃശോസി മഹാദേവ താദൃശായ നമോ നമഃ. അല്ലയോ മഹാദേവ, അങ്ങയുടെ തത്വം ഞാൻ മനസ്സിലാക്കുന്നില്ല, അങ്ങ് എങ്ങനെയുള്ളവനാണെന്ന് അങ്ങയ്ക്ക് മാത്രമേ അറിയൂ. അപ്പൊ അങ്ങ് എങ്ങനെയുള്ളവനാണോ അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം ഭവിക്കട്ടെ. ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇട്ട് കൊടുക്കുകയാണ്, ഒരു വര വരച്ചിട്ട് അങ്ങ് ആരാണെന്ന് എനിക്കറിയില്ല, അങ്ങ് ആരാണോ അത് അങ്ങ് തന്നെ പൂരിപ്പിക്കുക, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നമസ്കരിക്കുക എന്നൊരു ക്രിയ മാത്രമാണ്, അതുകൊണ്ട് അങ്ങനെയുള്ള അങ്ങയ്ക്ക് ഞാൻ നമസ്കാരം അർപ്പിക്കുന്നു. ഇത് ചില പാഠങ്ങളിലേ കാണുന്നുള്ളൂ, ഇപ്പൊ ഇവിടെ കാണുന്നില്ല. പക്ഷെ ഇത് വളരെ പ്രസക്തമായ ഒരു വരിയാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ഓർക്കേണ്ട, ദിവസവും ചൊല്ലേണ്ട ഒരു വരിയാണ്, അതുകൊണ്ട് അത് ഇവിടെ ഓർത്തുവെന്ന് മാത്രം. തവ തത്വം ന ജാനാമി കീദൃശോസി മഹേശ്വര യാദൃശോസി മഹാദേവ താദൃശായ നമോ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.
അങ്ങനെ ഈ ശിവമഹിംനാ സ്തോത്രം ഇവിടെ സമാപ്തമായി. ഭഗവാന്റെ കൃപ കൊണ്ട് ആ ഭഗവാന്റെ മഹിമയെ കുറച്ചു നേരം ഓർക്കാനും അദ്ദേഹത്തിൻ്റെ വളരെ ദിവ്യമായ ഈ സ്തോത്രത്തിൻ്റെ അർത്ഥത്തെ സ്മരിക്കാനും നമുക്ക് സാധിച്ചു. ഇതിൻ്റെ ഈ ലളിതമായ വ്യാഖ്യാനത്തെ ആ മഹാദേവന്റെ തൃപ്പാദങ്ങളിൽ തന്നെ പുഷ്പസമാനമായ ഒരു ഹാരമായിട്ട് അർപ്പിക്കുന്നു. എല്ലാവരും ജപിക്കേണ്ട ഒരു സ്തോത്രമാണ്. മഹാദേവനോട് ഭക്തിയുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സ്തോത്രമാണ്. വളരെ ശ്രദ്ധയോടുകൂടി ഇത് സ്തുതിച്ചാൽ ശ്രീരുദ്രം ജപിച്ചതിൻ്റെ ഫലമാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അത് സത്യവുമാണ്. അതുകൊണ്ട് ശ്രീരുദ്രമൊക്കെ ജപിക്കാൻ സാധിക്കാത്തവർ തീർച്ചയായും ഭഗവാനെ സ്തുതിക്കണം, നന്നായി സ്തുതിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ജപിക്കണം, ശ്രദ്ധയോടുകൂടി ജപിക്കണം. അതിനുള്ള ഭാഗ്യം ആ ഭഗവാൻ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച് ഓം നമഃ ശിവായ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ഈ വ്യാഖ്യാനത്തെ ആ തൃപ്പാദങ്ങളിൽ വീണ്ടും സമർപ്പിക്കുന്നു. മഹാദേവ, കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ, ഹരി ഓം.